വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. കിമ്മും ദോങ്ജും കൂടി ഒരുമിച്ചിരുന്ന് കോഫി കുടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ചുൻഹ അവിടെ എത്തി ആരെയോ കൊല്ലുന്നതിനെ കുറിച്ച് ചോദിച്ചത്. ആരെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നതെന്ന് ദോങ്ജുവിന് ഒരു പിടിയും കിട്ടുന്നില്ല. പക്ഷേ ഇനി അവിടെ ഇരുന്നാൽ ശരിയാകില്ല എന്ന് തോന്നിയതിനാൽ അവൾ പോകാനായി എഴുന്നേൽക്കുന്നു. അപ്പോഴാണ് ചുൻഹ അവളെ കണ്ടത് തന്നെ. കുക്കീസ് പിന്നെ എപ്പോഴെങ്കിലും കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അവൾ വേഗം അവിടെ നിന്ന് പോകുന്നു. അവൾ ഇവിടെ വരുന്നതിൽ കുഴപ്പമില്ല, ഞാൻ വരുന്നത് മാത്രമേ കുഴപ്പമുള്ളൂ. നമുക്കിടയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? നിന്റെ തെറ്റുകൊണ്ടല്ല അങ്ങനെയൊന്നും സംഭവിച്ചതെന്നൊക്കെ അവൾ കരഞ്ഞുകൊണ്ട് അവനോട് പറയുന്നു. അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ അനിയന് അപകടം സംഭവിച്ച ദിവസം അവൻ ഓർക്കുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അവൻ്റെ ഫോണിലേക്ക് ജോൻഹോ കുറേ തവണ വിളിച്ചിരുന്നു. പക്ഷെ അവൻ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. മഴയത്തിറങ്ങി പുറപ്പെട്ടപ്പോഴാണ് അവന് അപകടമുണ്ടായത്. തൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നാണ് കിമ്മിൻ്റെ വിശ്വാസം. അതേസമയം മുമ്പ് ഒരു ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ കാണിച്ചിരുന്നല്ലോ. അന്ന് ജുൻഹോയെ ഇടിച്ചിട്ട വണ്ടിയുടെ ഡ്രൈവറാണ് അവിടെ കിടക്കുന്നത്. അയാളുടെ അടുത്തേക്ക് സോഹൻ എത്തുന്നുണ്ട്. അവർ തമ്മിൽ എന്താണ് റിലേഷൻ എന്ന് ഇപ്പോൾ പറയുന്നില്ല. അയാളെ കൊല്ലുന്നതിനെ കുറിച്ചാണ് ചുൻഹ കിമ്മിനോട് ചോദിച്ചത്. മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് കൊണ്ട് മാത്രം ജീവൻ നിലനിർത്തിയിരിക്കുന്ന അയാളെ കൊല്ലുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല എന്നവൾ പറഞ്ഞപ്പോൾ അയാളെ കൊല്ലുന്നത് കൊണ്ട് സംഭവിച്ചതൊക്കെ തിരുത്താൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്തോളാൻ അവൻ പറയുന്നു. അവൾ കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അവൾ പോകുന്ന സമയത്ത് വിൻസെൻ്റ് അവിടേക്ക് വരുന്നുണ്ടെങ്കിലും അവളെ കണ്ട് അവളുടെ കണ്ണിൽ പെടാതെ മറഞ്ഞു നിൽക്കുന്നു. വീണ്ടും ചിൻഹയെ കണ്ടതോടെ ദോങ്ജുവിൻ്റെ മനസ്സമാധാനം ആകെ നഷ്ടപ്പെട്ടിരുന്നു. മനസ്സ് ശാന്തമാക്കാനായി അവൾ അടുത്ത ദിവസം രാവിലെ എക്സർസൈസ് ചെയ്യാനായി പോകുന്നു. റെഡിയായി ഇറങ്ങിയപ്പോൾ വീടിന് മുന്നിൽ വെച്ച് തന്നെ കിമ്മിനെ കണ്ടെങ്കിലും കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ അവൾ വേഗം പോകുന്നുണ്ട്. അവൾക്കൊപ്പം സോറയും ജിങ്വയും ഉണ്ട്. സോറയ്ക്കിപ്പോൾ ഇഷ്ടം തോന്നിയ ആളിനെ കുറിച്ച് പറയാനേ ടൈമുള്ളൂ. അവൾ ഓരോന്ന് പറയുന്നത് കേട്ടപ്പോൾ ഇഷ്ടപ്പെടുന്ന ആളിന് വേണ്ടി ഒരാളെ കൊല്ലാൻ നീ തയ്യാറാക്കുമോ എന്ന് ദോങ്ജു അവളോട് ചോദിക്കുന്നു. രാത്രി ചുൻഹ പറഞ്ഞത് മനസ്സിലുള്ളത് കൊണ്ടാണ് അവൾ അങ്ങനെ ചോദിച്ചത്. കൊല്ലാൻ തയ്യാറായില്ലെങ്കിലും ഇഷ്ടപ്പെടുന്ന ആളിന് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാണെന്ന് സോറ പറയുന്നു. ദോങ്ജു ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അവർ രണ്ടുപേരും മാറി തിരിഞ്ഞ് ചോദിച്ചിട്ടും അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുന്നു. ഓഫീസിൽ കുക്കീസ് ഇരിക്കുന്നത് കണ്ട് അത് ആര് നൽകിയതാണെന്ന് വിൻസെൻ്റ് കിമ്മിനോട് ചോദിച്ചെങ്കിലും അവൻ പറയുന്നില്ല. അന്ന് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതിരുന്നതിനാൽ അങ്കിൾ അവനെ നിർബന്ധിച്ച് ചർച്ചിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. പക്ഷെ പ്രാർത്ഥിക്കാനായിരുന്നില്ല അങ്കിൾ അവനെ വിളിച്ചുകൊണ്ട് പോയത്. മുമ്പ് ദോങ്ജുവിൻ്റെ അങ്കിൾ അവിടുത്തെ ഫുഡിനെ കുറിച്ച് പറഞ്ഞിരുന്നതിനാൽ അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയായിരുന്നു. അവിടെ ചെന്ന ശേഷമാണ് കിം അതറിയുന്നത്. ഇതേസമയം മനസ്സമാധാനം കിട്ടാൻ വേണ്ടി ദോങ്ജുവും അവിടെ എത്തി കുമ്പസാരക്കൂട്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ മൂഡ് ഓഫ് ആണെന്ന് മനസ്സിലായതുകൊണ്ട് അങ്കിൾ അവൾക്ക് ബിയർ നൽകുന്നുണ്ട്. ഫസ്റ്റ് ലവിനെ കുറിച്ച് അങ്കിളിൻ്റെ അഭിപ്രായം എന്താണെന്ന് അവൾ ചോദിച്ചറിയുന്നു. ആരുടെ ഫസ്റ്റ് ലവ് അവളുടെ മനസ്സിൽ അലട്ടുന്നുണ്ടെന്ന് അങ്കിളിന് മനസ്സിലാക്കുന്നു. കിമ്മിൻ്റേതായിരിക്കുമെന്ന് അദ്ദേഹം ഊഹിക്കുന്നുണ്ട്. ഒരാളുടെ ഫസ്റ്റ് ലവിനെ കുറിച്ച് അന്വേഷിച്ച് പോകാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്യുന്നത് അയാളെയും നിന്നെയും വേദനിപ്പിക്കുകയുള്ളൂ എന്ന് അങ്കിൾ അവളോട് പറയുന്നു. അങ്കിളിൻ്റെ ഉപദേശം കേട്ട് അവൾ മര്യാദയ്ക്ക് മടങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഇന്ന് സ്പെഷ്യൽ ഫുഡുണ്ട്, അത് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് അങ്കിൾ അവളെ ക്യാൻറ്റീനിലേക്ക് വിളിച്ചുകൊണ്ട് പോയത്. അവിടെ വെച്ച് കിമ്മിനെയും അങ്കിളിനെയും കണ്ടതിനാൽ അവർ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാതിരുന്നത്. കഴിക്കുന്നതിനിടയിൽ രണ്ട് അങ്കിൾമാരും കാര്യമായി സംസാരിക്കുന്നുണ്ട്. എങ്കിലും കിമ്മും ദോങ്ജുവും സൈലൻ്റ് ആയിരുന്നു. ഭക്ഷണം കഴിച്ച ശേഷം അവർ പുറത്തിറങ്ങിയപ്പോഴാണ് കുറേ കുട്ടികൾ അവിടെ നിന്ന് കളിക്കുന്നത് കണ്ടത്. ചർച്ചിലെ മെമ്പേഴ്സിൻ്റെ കുട്ടികളാണ്. മ്യൂസിക് ക്ലാസ്സിനും മറ്റുമായി വരുന്നതാണ് എന്ന് ഫാദർ അവരോട് പറയുന്നു. എപ്പോഴെങ്കിലും അവർക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കരുത് എന്ന് വിൻസെൻ്റ് ഫാദറിനോട് പറയുന്നു. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു കുട്ടിയുടെ അമ്മ കുട്ടികൾക്ക് ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് അവിടെ വന്നത്. വേറെ പലരുടെയും അമ്മമാർ വന്നതിനൊപ്പം അഭിമാനം നിലനിർത്താൻ വേണ്ടിയാണ് അവർ വന്നിരിക്കുന്നത്. എല്ലാ കുട്ടികളും ഓടി വന്ന് ഐസ്ക്രീം വാങ്ങിയപ്പോൾ ജോസഫ് എന്ന് പറയുന്നൊരു കുട്ടി മാത്രം മാറി നിൽക്കുന്നത് ദോങ്ജു ശ്രദ്ധിക്കുന്നു. അവളും ചെറുപ്പത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. ടെന്നീസ് ക്ലബ്ബിൽ പല കുട്ടികളുടെ അമ്മമാർ ഇങ്ങനെ സ്നാക്സുമായി എത്തുമ്പോൾ അവളും മാറി നിൽക്കാറേ ഉണ്ടായിരുന്നുള്ളൂ. സോറയാണ് അവൾക്കും കൂടെ ഉള്ളത് എടുത്തുകൊണ്ട് കൊടുക്കാറ്. പഴയ ഓർമ്മകൾ വന്നുകൊണ്ട് അവൾ ജോസഫിനെ കുറിച്ച് തന്നെ ശ്രദ്ധിക്കുന്നു. മറ്റു കുട്ടികളൊക്കെ ഐസ്ക്രീം കഴിക്കുന്നതിനിടയിൽ അച്ഛനൊപ്പം ഷോപ്പിങ്ങിന് പോയതും ടെൻറ്റിൽ താമസിക്കാനായി പിക്നിക്കിന് പോയതിനൊക്കെ കുറിച്ച് പറയുന്നത് അവൻ നിശബ്ദനായിരിക്കുന്നത് കേൾക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നു. കുട്ടികളുടെ ആ സംസാരം കേട്ടുകൊണ്ടാണ് കിമ്മും അവിടേക്ക് വന്നത്. ജോൻഹോയെ അതുപോലെ നക്ഷത്രങ്ങൾ കാണാനായി പിക്നിക്കിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് അവന് അപ്പോൾ ഓർമ്മ വരുന്നു. ദോങ്ജുവിൻ്റെ ചീഫ് ഈ സമയം അദ്ദേഹത്തിൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടുമായി സംസാരിക്കുകയായിരുന്നു. കുട്ടിയുടെ ചികിത്സയ്ക്ക് പണം നൽകി സഹായിച്ചതിനും മറ്റും അവർ നന്ദി പറയുന്നുണ്ട്. എത്രയും പെട്ടെന്നല്ല തിരികെ കൊടുക്കാമെന്നും പറയുന്നു. കുട്ടിയുടെ അച്ഛൻ അസുഖത്തെക്കുറിച്ച് അറിയില്ലേ, അതോ അറിഞ്ഞിട്ടും വരാത്തതാണോ? നമ്പറുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു നോക്കാമെന്നൊക്കെ ചീഫ് പറയുന്നുണ്ട്. അപ്പോഴാണ് അവരുടെ അച്ഛൻ അത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്നത്. ചീഫിൻ്റെ ജോലിയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അദ്ദേഹമാണ് അവരുടെ വിവാഹത്തിന് മുമ്പ് സമ്മതിക്കാതിരുന്നത്. ഇപ്പോഴും അവർ സംസാരിച്ചിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം അവരെ ശരിക്കും വഴക്ക് പറയുന്നു. ഒരു കുഴപ്പവുമില്ലാതിരുന്ന കുട്ടിക്ക് പെട്ടെന്ന് അസുഖം വന്നത് ഇവനെപ്പോലെയുള്ള പിശാചുക്കൾ അടുത്ത് കൂടിയത് കൊണ്ടാണ് എന്നൊക്കെ വളരെ മോശമായി അയാൾ സംസാരിക്കുന്നു. ചീഫ് ഒന്നും പറയാതെ തല കുളിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് വന്ന സോറ അയാളുടെ തലക്കിട്ട് തട്ടുകൊടുത്തിട്ട് ആൾ മാറി പറ്റിയതാണെന്ന് പറഞ്ഞ് സോറി പറഞ്ഞത്. ചീഫ് അവിടെ നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് അങ്ങനെ ഒരു ദൗർഭാഗ്യം വന്നത് എന്നയാൾ പറഞ്ഞപ്പോൾ നിങ്ങളെ അടിച്ചത് ഞാനല്ലേ, വെറുതെ എന്തിനാണ് അദ്ദേഹത്തെ പറയുന്നത്? നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നേരിട്ട് എന്നോട് പറഞ്ഞാൽ മതി, വേദന ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവൾ ഫോൺ നമ്പറും അയാളുടെ ഫോണിൽ അടിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് തീരുന്നില്ലെങ്കിൽ എനിക്കെതിരെ കേസ് കൊടുക്കാൻ പറഞ്ഞിട്ട് അവൾ കൂളായി അവിടെ നിന്ന് പോകുന്നു. അവരുടെ മുന്നിൽ കൂളായി നിന്ന് അത്രയും പറഞ്ഞൊപ്പിച്ചെങ്കിലും അവിടെ നിന്ന് പോകുമ്പോൾ അവളുടെ നെഞ്ചിടിപ്പ് വളരെ കൂടിയിരുന്നു.
അവളുടെ ചീഫ് ശരിക്കും വിവാഹം കഴിച്ചിട്ടില്ല, കുട്ടികളൊന്നുമില്ല എന്നവൾ പോകുന്ന വഴിക്ക് ദോങ്ജുവിന് മെസ്സേജ് അയച്ചൊന്നുകൂടി ഉറപ്പിക്കുന്നുണ്ട്. ദോങ്ജു കിമ്മിനും അങ്കിളിനൊപ്പം അവരുടെ വണ്ടിയിലാണ് മടങ്ങിയത്. അങ്കിളിടയ്ക്ക് തലേന്ന് അവൾ അവന് നൽകിയ കുക്കീസിൽ ഒരെണ്ണം എടുത്ത് വണ്ടിയിൽ നിന്ന് കഴിക്കാൻ തുടങ്ങുന്നു. പക്ഷേ അത് എനിക്കുള്ളതാണെന്ന് പറഞ്ഞ് അങ്കിളിന് കൊടുക്കാതെ കിം അത് തട്ടിയെടുത്ത് വേഗം കഴിക്കുന്നു. എന്നിട്ട് കണ്ണടിയിൽ കൂടി ദോങ്ജുവിനെ നോക്കുന്നുമുണ്ട്. ആ സമയത്താണ് ഏതോ ഡോക്യുമെൻ്റ് ചോദിച്ചുകൊണ്ട് അവൾക്ക് ചീഫിൻ്റെ മെസ്സേജ് വന്നത്. അത്യാവശ്യമായി ജോലിക്ക് എത്തേണ്ടതുകൊണ്ട് അവൾ വഴിയിലിറങ്ങുന്നു. അവൾ പോയി കഴിഞ്ഞപ്പോൾ കുക്കീസ് ചുൻഹ കൊണ്ടുവന്നതാണോ? അവൾ ഇന്ന് രാത്രി അവിടേക്ക് പോകുന്നത് ഞാൻ കണ്ടിരുന്നു എന്ന് അങ്കിൾ അവനോട് ചോദിക്കുന്നു. അവൻ പക്ഷേ മറുപടിയൊന്നും പറയുന്നില്ല. അവളെ കുറ്റം പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ബ്രേക്കപ്പ് ആയതെന്ന് അവൾക്ക് ഇതുവരെ മനസ്സിലായിട്ടുണ്ടാവില്ല. അതിന് തക്കതായ കാരണമൊന്നും ഉണ്ടായതുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്കിൾ അവനെ കുറ്റപ്പെടുന്നുണ്ട്. ദോങ്ജു ഫ്യൂണറൽ കമ്പനിയുടെ മുന്നിലെത്താറായപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ചുൻഹ അവളെ കാണുകയും ഓടിച്ചെന്ന് സംസാരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ 2-3 തവണ തമ്മിൽ കണ്ടതുകൊണ്ട് അവൾ അങ്ങോട്ടേക്ക് കയറി പരിചയപ്പെടുത്തുന്നുണ്ട്. ദോങ്ജു അവിടെയാണ് വർക്ക് ചെയ്യാന്ന് അറിഞ്ഞപ്പോൾ അന്ന് രാത്രി കിമ്മിനൊപ്പം പോയത് അവളായിരിക്കുമെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. കഴിഞ്ഞ ദിവസം ഒരാളെ കൊല്ലുന്ന കാര്യമൊക്കെ പറഞ്ഞത് കേട്ട് പേടിച്ച് കാണുമായിരിക്കും. ഞങ്ങൾക്കിടയിൽ പഴയ ചില കഥകളുണ്ട്, അതുകൊണ്ടാണെന്ന് അവൾ ദോങ്ജുവിനോട് പറയുന്നു. രാത്രി അവിടെ നിന്ന് മടങ്ങുമ്പോഴും അവളുടെ മനസ്സിനെ അത് വല്ലാതെ അലട്ടുന്നു. ദോങ്ജുവിൻ്റെ അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കിം അന്നൊരു ജോലി ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹത്തെ കാണുന്നുണ്ട്. അവർ സംസാരിച്ചിരിക്കുന്ന കൂട്ടത്തിലാണ് അവിടുത്തെ പാർക്കിൽ തനിച്ചിരിക്കുന്ന ജോസഫിനെ കാണിച്ചിട്ട് അവിടെയുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഫ്രണ്ട് അവനാണ്. പാർക്കിലെ ലൈറ്റൊക്കെ എന്നും ഓഫ് ചെയ്യാറുള്ളത് അവനാണ്. അവൻ മിക്കവാറും തനിച്ചാണ്. അച്ഛൻ മരിച്ചതുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി അവൻ്റെ അമ്മയും രാത്രിയും പകലും ഒക്കെ ജോലിയിലായിരിക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത്. ജോസഫ് അവിടെ ഇരുന്ന് കണ്ടപ്പോൾ ജുൻഹോ ഇരിക്കുന്നത് പോലെയാണ് കിമ്മിന് തോന്നിയത്. ചർച്ചിൽ എല്ലാ മാസവും കുട്ടികളുടെ ആഗ്രഹങ്ങൾ ഡയറി പോലെ എഴുതിക്കുന്ന ഒരു ശീലമുണ്ട്. ആ മാസത്തെ ഡയറി ഫാദർ നോക്കുന്ന കൂട്ടത്തിലാണ് ജോസഫിൻ്റെ ഡയറിയിൽ ആഗ്രഹങ്ങളൊന്നും എഴുതിയിട്ടില്ല എന്ന് കാണുന്നത്. അദ്ദേഹം അവനെ തനിച്ച് വിളിച്ച് അവൻ്റെ മനസ്സിൽ എന്താണെന്ന് ചോദിച്ചറിയാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് അവന് ക്യാമ്പിങ്ങിന് പോയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ടെന്ന് അറിയുന്നത്. അവൻ്റെ ആഗ്രഹം സാധിക്കാനായി അവനെ ക്യാമ്പിങ്ങിന് കൊണ്ടുപോകാൻ ഫാദർ വിൻസെൻറ്റ് സഹായം ചോദിക്കുന്നു. വിൻസെൻറ്റ് ചെല്ലാൻ തയ്യാറാകുന്നു. പറഞ്ഞ ദിവസം ക്യാമ്പിങ്ങിന് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി വണ്ടിയിലാക്കി പുറപ്പെടാൻ ഒരുങ്ങുമ്പോഴാണ് അത്യാവശ്യമായി ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചുകൊണ്ട് ചുൻഹ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചത്. അതോടെ കിമ്മിനെയാണ് അദ്ദേഹം ക്യാമ്പിങ്ങിന് പറഞ്ഞയച്ചത്. കിമ്മാണ് വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഫാദർ ദോങ്ജുവിനെ കൂടി വിളിച്ചിരുന്നു. അവൾക്ക് കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി നന്നായി അറിയാമല്ലോ എന്ന് പറഞ്ഞാണ് വിളിച്ചത്. അവിടെ എത്തിയ ശേഷമാണ് അവളും വരുന്നുണ്ടെന്ന് കിം അറിയുന്നത്. അങ്ങനെ അവർ ഒരുമിച്ച് പുറപ്പെടുന്നു. വണ്ടിയിലിരിക്കുമ്പോൾ അവൾ ജോസഫിനെ എൻ്റർടൈൻ ചെയ്യിക്കാനായി പാട്ടൊക്കെ പാടുന്നുണ്ട്. പക്ഷേ അവളെക്കാൾ നന്നായി അവൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കിമ്മിനാണ്. ഇടയിൽ അവൻ പാൻറ് തപ്പി പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ വണ്ടി നിർത്തി അവനെ റെസ്റ്റ് റൂമിൽ കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ അവിടെ ചെന്ന് വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കാൻ നേരം അവനോട് മുന്നോട്ട് പോയിക്കളാൻ ദോങ്ജു പറഞ്ഞപ്പോൾ ജോസഫ് നിരാശനാവുന്ന ശ്രദ്ധിച്ച കിം അവനെ കൊണ്ട് കൂടി സാധനങ്ങൾ പിടിപ്പിക്കുന്നു. സന്തോഷത്തോടെയാണ് അവനത് ചെയ്തത്. ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ചെറിയ കുട്ടികളെ പോലെ അവരെ കാണുന്ന ഇഷ്ടമല്ല എന്ന് കിം അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ടെൻറ്റ് കെട്ടിയതൊക്കെ ദോങ്ജു ആണ്. കിമ്മിനൊന്നും ചെയ്ത് തീരെ പരിചയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾ അവനോട് ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നിർത്താൻ പറയുന്നു. പക്ഷേ എപ്പോഴും അവൻ അബദ്ധങ്ങളാണ് കാണിച്ചത്. നിന്നെപ്പോലെ ഒരാളെ കൊണ്ട് എങ്ങനെയാണ് നിന്റെ അങ്കിൾ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞ് അവൾ അവനെ കളിയാക്കുന്നുണ്ട്. അവർക്കടുത്ത് ടെൻറ്റ് തയ്യാറാക്കിയിരുന്ന ഒരു കപ്പിൾസ് അവരൊരു ഫാമിലിയായി തിരിധരിക്കുന്നു. ഞങ്ങൾ ഫാമിലി അല്ല എന്ന് ദോങ്ജു അവരോട് പറയുന്നു. കിം ചേട്ടനാണെന്ന് ജോസഫ് അവരോട് പറയുന്നത് കേട്ടപ്പോൾ കിമ്മിന് ജുൻഹോയെ ഓർമ്മ വരുന്നുണ്ട്. കഴിക്കാൻ ബാർബിക്യൂ റെഡിയാക്കിയപ്പോൾ ജോസഫ് കഴിക്കാതിരിക്കുന്ന കണ്ടപ്പോഴാണ് അവൻ്റെ പല്ലിനെന്തോ പ്രശ്നമുണ്ടെന്ന് കിമ്മിന് തോന്നിയത്. അവൻ സംശയിച്ചതുപോലെ തന്നെ പല്ലിളകുന്നതിൻ്റെ വേദന കാരണമാണ് അവൻ കഴിക്കാതിരുന്നത്. ജോസഫിൻ്റെ അമ്മയുടെ പെർമിഷൻ വാങ്ങിച്ചിട്ട് അവർ രണ്ടുപേരും കൂടി അവൻ്റെ പല്ലിളക്കുന്നു. പക്ഷേ അതിന് സമ്മതിക്കാതെ വേദനിക്കുമെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുന്ന ജോസഫിനെ എക്സ്പീരിയൻസ് ഉള്ളതുപോലെ കിം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് അടുത്ത ടെൻറ്റിലുള്ളവർ വന്ന് ദോങ്ജുവിനെ ബാർബിക്യൂ ചെയ്തു കൊടുക്കാനായി വിളിച്ചുകൊണ്ട് പോയത്. ജോസഫിനെ അവിടെ വെച്ച് ഇനി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്ന് കിം തനിച്ചായപ്പോൾ അവനോട് ചോദിക്കുന്നു. അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവൻ്റെ പല്ല് ടെൻറ്റിന് മുകളിലേക്ക് എറിഞ്ഞിട്ട് ഈ പല്ല് പോയി വേറെ നല്ല പല്ല് തരണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സമയത്ത് ജോസഫ് അവൻ്റെ കയ്യിൽ പിടിക്കുന്നു. ജുൻഹോ എപ്പോഴും പിടിക്കാറുള്ളത് പോലെ 2 വിരലുകളിൽ മാത്രമായിട്ടാണ് അവൻ പിടിച്ചത്. അതുകൊണ്ട് തന്നെ കിമ്മിന് ആ സമയത്ത് അനിയനെ ഓർമ്മ വരുന്നു. മുമ്പ് അവൻ്റെ പല്ലും ഇതുപോലെ തന്നെ അവൻ ഇളക്കി കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അവൻ ഇത്ര എക്സ്പീരിയൻസ് അവിടെ ചെയ്തത്. മാത്രമല്ല എപ്പോഴും ജോസഫ് പിടിച്ചതുപോലെ 2 വിരലുകൾ ചേർത്താണ് അവൻ കിമ്മിൻ്റെ കൈ പിടിക്കാറുണ്ടായിരുന്നത്. കിം ഒരു പ്രത്യേക ഭാവത്തോടെ ജോസഫിനെ നോക്കി നിൽക്കുന്നത് ദോങ്ജു ശ്രദ്ധിക്കുന്നു. ജോസഫ് നക്ഷത്രങ്ങളെ കാണാനുള്ള ആഗ്രഹം പറഞ്ഞുകൊണ്ട് കിമ്മും ദോങ്ജും കൂടി നന്നായി നക്ഷത്രങ്ങൾ കാണാൻ പറ്റുന്ന സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോകുന്നു. വീട്ടിലോ പാർക്കിലോ വെച്ച് രാത്രിയിൽ നന്നായി നക്ഷത്രങ്ങൾ കാണാൻ കഴിയില്ല. ക്യാമ്പിങ്ങിന് പോയാൽ അവിടെ നല്ല ഇരുട്ടാണ്. അതുകൊണ്ട് നക്ഷത്രങ്ങളെ തെളിഞ്ഞു കാണാൻ കഴിയുമെന്നൊക്കെ കൂട്ടുകാർ പറഞ്ഞതുകൊണ്ടാണ് അവൻ ക്യാമ്പിങ്ങിന് പോകണമെന്ന് ആഗ്രഹം പറഞ്ഞത്. എന്തിനാണ് നക്ഷത്രങ്ങളെ കാണാൻ ആഗ്രഹം തോന്നിയെന്ന് കിം അവനോട് ചോദിച്ചിരുന്നു. മരിച്ചുപോയ അച്ഛൻ ഒരു നക്ഷത്രമായി മാറിയ ആകാശത്ത് നിന്ന് എപ്പോഴും അവനെ നോക്കുന്നുണ്ട് എന്ന് അമ്മ അവനോട് പറഞ്ഞിരുന്നു. അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുന്നത് കൊണ്ട് അച്ഛനെ കാണാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് അവൻ കരയുന്നു. നക്ഷത്രങ്ങൾ കണ്ടപ്പോഴും അച്ഛൻ കൂട്ടത്തിലുണ്ട് എന്നോർത്ത് അവൻ കരയുന്നുണ്ട്. എൻ്റെ അമ്മയും നക്ഷത്രമായി അവിടെയുണ്ട്. അവർ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും. നമ്മൾ നന്നായി ജീവിക്കുന്നുണ്ടെന്ന് നിരീക്ഷിക്കുന്നുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ദോങ്ജു അവനെ ആശ്വസിപ്പിക്കുന്നു. ജോസഫ് ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ദോങ്ജുവും കിമ്മും കൂടി കുറച്ച് നടക്കാനായി ഇറങ്ങുന്നു. ഓരോന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ നിനക്ക് നന്നായി അറിയാമല്ലോ. ജോസഫിന് ബാത്റൂമിൽ പോകണമെന്നും അവൻ്റെ പല്ലിൻ്റെ കാര്യമൊക്കെ നിനക്ക് എങ്ങനെയാണ് മനസ്സിലായത്? നീ അതൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ നിനക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നിയത് എന്നവൾ പറയുന്നു.
അത് കേട്ടപ്പോൾ നടന്നുകൊണ്ടിരുന്ന കിം അറിയാതെ നിന്നു പോകുന്നുണ്ട്. കുറച്ചു നേരം ആലോചിച്ചിട്ടാണെങ്കിലും ആ പ്രായത്തിലുള്ള ഒരു അനിയൻ ഉണ്ടായിരുന്നു എന്ന കാര്യം അവൻ അവളോട് പറയുന്നു. അവന് നക്ഷത്രങ്ങൾ വളരെ ഇഷ്ടമായിരുന്നു. നക്ഷത്രങ്ങളെക്കുറിച്ച് ഉള്ള പുസ്തകങ്ങൾ മിക്കവാറും വായിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ആ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കിം അവനെ ഫോൺ ചെയ്ത് വീട്ടിൽ വെച്ച് മറന്നുപോയ മോതിരം ഹോസ്പിറ്റലിനടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടത്. അവൻ മടി പറഞ്ഞപ്പോൾ നക്ഷത്രങ്ങൾ കാണാൻ കൊണ്ടുപോകാം എന്ന് കിം പറയുന്നു. അപ്പോഴാണ് സന്തോഷത്തോടെ അവൻ ചാടി നിന്നിട്ട് മോതിരവുമായി ചെല്ലാമെന്ന് പറഞ്ഞത്. അതുമായി പോകുന്ന വഴിക്കാണ് അവൻ ആക്സിഡൻ്റ് ഉണ്ടായത്. അവൻ്റെ ഫോണിൽ നിന്ന് അവസാനം വിളിച്ചിരുന്നത് കിമ്മിനായിരുന്നതിനാൽ ഹോസ്പിറ്റലിൽ നിന്ന് കോൾ ചെയ്യുന്നത് അവൻ്റെ ഫോണിലേക്കാണ്. അവിടെ തന്നെ ഉണ്ടായിരുന്ന അവൻ വേഗം എമർജൻസി റൂമിലേക്ക് എത്തിയപ്പോഴേക്കും അവൻ്റെ പൾസ് നിലച്ചിരുന്നു. എന്നിട്ടും വിശ്വാസം വരാതെ കിം അവന് CPR കൊടുക്കുന്നു. പക്ഷെ അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. എൻ്റെ കുറ്റം കൊണ്ടാണ് അവൻ മരിച്ചത് എന്ന് പറഞ്ഞ് കിം ദോങ്ജുവിൻ്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയുന്നു. അവൻ്റെ കരച്ചിൽ കണ്ട് ദോങ്ജു എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുറച്ചു നേരം നിന്നു പോയെങ്കിലും പിന്നെ അടുത്തേക്ക് ചെന്ന് അവനെ തൊഴിലേക്ക് എടുത്തിട്ട് പുറത്തു കെട്ടി ആശ്വസിപ്പിക്കുന്നു. ജോലിക്കിടയിൽ ആദ്യമായി കണ്ടുമുട്ടിയ ആ കുട്ടിയാണ് അവൻ്റെ അനിയൻ എന്ന് ദോങ്ജു ഇപ്പോഴും അറിയുന്നില്ല. ചേട്ടന് വളരെ പ്രധാനപ്പെട്ട മോതിരമാണ് അവിടെ എവിടെയോ നഷ്ടപ്പെട്ടത്. അതെങ്ങനെയെങ്കിലും കണ്ടെത്തരണമെന്ന് അവൻ അവളോട് പറഞ്ഞിരുന്നു. അവൾക്ക് കണ്ടു കിട്ടുന്നില്ലെങ്കിൽ അവിടെ ഒരു പോലീസുകാരൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തോട് ചോദിച്ചാൽ മതിയെന്നും അവൻ പറഞ്ഞിരുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്ന ആ പോലീസുകാരൻ മറ്റാരുമല്ല, സോഹനാണ്. അപകട സമയത്ത് സോഹൻ അവിടെ എത്തിയിരുന്നു. റോഡിൽ വീണ് കിടന്നിരുന്ന ജുൻഹോ എന്നെ സഹായിക്കണമെന്ന് അവൻ്റെ കാലിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അവനെ ഇടിച്ച വണ്ടിയുടെ ഡ്രൈവറും ബോധമില്ലാതെ കിടക്കുകയാണ്. എൻ്റെ ജോലിക്കിടയിൽ ഞാൻ ഒരു തവണ മാത്രമേ ഒരു കുട്ടിയെ കണ്ടിട്ടുള്ളൂ. പക്ഷേ അവൻ്റെ അവസാന നിമിഷങ്ങളിൽ പോലും സ്വന്തം കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ളവരെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അവൻ ആരോട് ദേഷ്യമോ പകയോ ഒന്നുമില്ലായിരുന്നു. നിന്റെ അനിയനും അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത എന്നൊക്കെ അവനെ സമാധാനിപ്പിക്കാനായി ദോങ്ജു പറയുന്നു. രണ്ടുപേരും പറയുന്ന ഒരാളെക്കുറിച്ച് തന്നെയാണ് എന്ന് പക്ഷേ അവർ അറിയുന്നില്ല. ഇന്ന് കൂടെ ഇരുന്ന് ആശ്വസിപ്പിക്കുന്നത് പോലെ അന്ന് നീ എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് കിം അപ്പോൾ പറയുന്നു. അടുത്ത ദിവസം രാവിലെ ജോസഫിനൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നൊരു ദിവസം കൂടി അവിടെ സ്റ്റേ ചെയ്യുന്നതിനെക്കുറിച്ച് കിം പറയുന്നു. ദോങ്ജുവും അവന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വീട്ടിൽ അമ്മ തനിച്ചാണ്, അതുകൊണ്ട് ഇന്ന് തന്നെ മടങ്ങിപ്പോകണമെന്ന് ജോസഫ് പറഞ്ഞപ്പോൾ രണ്ടുപേരും നിരാശരാകുന്നുണ്ട്. തിരികെ പോകാനായി വണ്ടിക്കടുത്തേക്ക് നടക്കുന്നുണ്ടെങ്കിൽ ജോസഫിൻ്റെ ഫോട്ടോ എടുക്കുന്ന പോലെ കിം ദോങ്ജുവിൻ്റെ ഫോട്ടോ അവൾ അറിയാതെ എടുക്കുന്നുണ്ട്. വീടിനടുത്ത് വെച്ചാണെങ്കിലും ഇനി മുതൽ നന്നായി നക്ഷത്രങ്ങളെ കാണാൻ വേണ്ടി അവൻ ഒരു ചെറിയ ബൈനോക്കുലർ ജോസഫിന് സമ്മാനമായി വാങ്ങി നൽകുന്നു. അവർ തിരികെ ചർച്ചിലെത്തിയപ്പോൾ ഫാദർ അവരെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ജോസഫിൻ്റെ കൊഴിഞ്ഞ പല്ല് സൂക്ഷിച്ചിരിക്കുന്നത് അവൻ്റെ അമ്മയെ ഏൽപ്പിക്കാനായി ദോങ്ജു അങ്കിളിൽ നൽകുന്നു. അവർ അവിടെ നിൽക്കുമ്പോൾ തന്നെ അവനെ വിളിക്കാനായി അവൻ്റെ അമ്മ എത്തുന്നുണ്ട്. ഇന്നൊരു ദിവസം കൂടി അവിടെ സ്റ്റേ ചെയ്യാൻ കിമ്മും ദോങ്ജുവും റിക്വസ്റ്റ് ചെയ്തതാണ്. അമ്മ തനിച്ചാണല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പെട്ടെന്ന് വന്നത് എന്ന് ജോസഫ് അമ്മയോട് പറയുന്നത് കേട്ട് അവർക്കിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് ചിന്തിച്ച് അങ്കിളും ത്രില്ലടിക്കുന്നുണ്ട്. അവർ തിരികെ വീട്ടിലെത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കിമ്മിൻ്റെ അങ്കിൾ അവർക്കടുത്തേക്ക് എത്തുന്നുണ്ട്. അകത്ത് നിന്ന് ക്യാമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ അങ്കിൾ കിമ്മിനോട് ചോദിച്ചറിയുന്നു. അവൻ്റെ മുഖത്തെ പതിവില്ലാത്ത സന്തോഷം ശ്രദ്ധിച്ച് ദോങ്ജു ആണോ അതിന് കാരണക്കാരി എന്ന് അങ്കിൾ ചോദിച്ചെങ്കിലും വെറുതെ തോന്നുന്നതാണ് എന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറുന്നു. അവൻ്റെ എക്സുമായി മീറ്റ് ചെയ്ത കാര്യമൊന്നും അങ്കിൾ തൽക്കാലം അവനോട് പറയുന്നില്ല. മുറിയിലെത്തിയ ശേഷവും ദോങ്ജു കിമ്മിൻ്റെ മെസ്സേജ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഫോണിൽ ഓരോ മെസ്സേജ് വരുന്ന ശബ്ദം കേട്ടപ്പോഴും അവൻ ആണോ എന്ന് ആകാംക്ഷയോടെ അവൾ എടുത്തു നോക്കുന്നു. ഇനിയുള്ള ക്യാമ്പ് 2 രാത്രിയും 3 പകലും ഉൾപ്പെടുത്തി അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ അങ്കിളായിരുന്നു ഇപ്പോൾ മെസ്സേജ് അയച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോൾ കിം ഗുഡ് നൈറ്റ് മെസ്സേജ് അയക്കുന്നുണ്ട്. അവൾ സന്തോഷത്തോടെ അതിന് റിപ്ലൈ നൽകുന്നു. അവനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് സോഹൻ അതുവഴി വന്നത്. അവന് നല്ല തലവേദന ഉണ്ടെന്നറിഞ്ഞ കിം അവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി മരുന്നും കഴിക്കാനുള്ള വെള്ളവുമൊക്കെ നൽകുന്നു. അവൻ്റെ കെയറിങ് കണ്ടപ്പോൾ ഞാൻ വളരെ കുറച്ച് കാലമേ ഇവിടെ താമസിക്കണമെന്ന് കരുതിയുള്ളൂ. പക്ഷേ നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ ഇവിടം വിട്ട് പോകാൻ തോന്നില്ല. ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കിയാലോ എന്ന് ചിന്തിക്കുകയാണെന്ന് സോഹൻ പറയുന്നു. ദോങ്ജുവിനോടുള്ള ഇഷ്ടത്തെക്കുറിച്ചും അവൻ സംസാരിക്കുന്നു. എത്ര വലിയ തലവേദനയാണെങ്കിലും അവളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതെല്ലാം തനിയെ മാറും എന്നൊക്കെ പറഞ്ഞ് അവൻ കുറേ പറയുന്നുണ്ട്. അവൻ ഓരോന്ന് പറയുമ്പോഴും ഇപ്പോൾ ദോങ്ജുവിനോട് തനിക്കും അതേ ഫീലിങ്സ് തന്നെയാണല്ലോ ഉള്ളത്. ഇനി അവൻ പറയുന്നത് പോലെ തനിക്കും അവളോട് ഇഷ്ടമായിരിക്കുമോ എന്ന് കിം ചിന്തിക്കുന്നു. അടുത്ത ദിവസം രാവിലെ ദോങ്ജു ജോലിക്ക് പോകാൻ റെഡിയായി കിം പുറത്തിറങ്ങുന്നതിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് വെയിറ്റ് ചെയ്ത് ഡോറിനടുത്ത് കുത്തിയിരിക്കുകയാണ്. ഒരു തവണ ശബ്ദം കേട്ട് അവനാണെന്ന് കരുതി അവൾ വേഗം പുറത്തിറങ്ങിയെങ്കിലും വിൻസെൻ്റ് ആയിരുന്നു അവിടെ നിന്നത്. നിരാശയായെങ്കിലും അവൾ താഴേക്ക് ഇറങ്ങി ചെന്ന് വിൻസെൻറ്റിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ജോലിക്ക് പോകാൻ റെഡിയായി കിം പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഒരേ വഴിക്ക് തന്നെ ആയതുകൊണ്ട് ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് അവൻ അവളെ കൂട്ടിയാണ് പോയത്. അങ്കിളിൻ്റെ മുന്നിൽ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രണ്ടുപേർക്കും ഇടയിൽ എന്തോ നടക്കുന്നുണ്ടെന്ന് വിൻസെൻറ്റ് മനസ്സിലാക്കുന്നു. പരസ്പരം തുറന്നു പറഞ്ഞില്ലെങ്കിലും റൊമാൻസ് സുഖം ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് കിമ്മും ദോങ്ജുവും വണ്ടിയിലിരുന്നത്. അവളെ ഡ്രോപ്പ് ചെയ്ത ശേഷം അവൻ ഗ്രീൻ മദറിൻ്റെ ജോലിക്കായി പോകുന്നു. അവിടെ നിൽക്കുമ്പോഴും അവൻ നല്ല സന്തോഷത്തിലാണ്. അപ്പോഴാണ് ചുൻഹയുടെ അമ്മ അവിടെ വെച്ച് അവനെ കണ്ടത്. മകൾ ഇപ്പോഴും അവനെ ഓർത്ത് ദുഃഖിച്ച് ദിവസങ്ങൾ തള്ളി നിൽക്കുമ്പോൾ അവൻ സന്തോഷത്തോടെ ജോലി ചെയ്യുന്നത് അവർക്ക് തീരെ സഹിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ പേര് പറഞ്ഞ് അവർ അന്ന് അവളുമായി വഴക്കുണ്ടാക്കുന്നു. ആ സമയത്ത് അവർക്കൊപ്പം ഇപ്പോഴത്തെ അവരുടെ ബോയ് ഫ്രണ്ടും ഉണ്ടായിരുന്നു. എല്ലാം കൂടിയായപ്പോൾ ചുൻഹ അവിടെ നിന്ന് സാധനങ്ങളും എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുന്നു. വഴക്കിനിടയിൽ അമ്മയുടെ കയ്യിൽ നിന്ന് അവൾക്കൊരു അടിയും കിട്ടുന്നുണ്ട്. ദോങ്ജു ജോലി കഴിഞ്ഞ് കുറച്ച് നേരത്തെ വരുന്നു.
കിം അവിടെ ഉണ്ടോ എന്നറിയാൻ താഴത്തെ ഓഫീസിനുള്ളിലേക്ക് ജനാലയുടെ അവൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവൻ പുറകിൽ കൂടി അവളുടെ അടുത്തെത്തുന്നു. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടിയുമായി അവിടെ താമസിക്കാൻ തയ്യാറായി ചുൻഹ അവിടെ എത്തിയത്. കുറച്ച് ദിവസം ഞാനിവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് അവൻ്റെ അനുവാദത്തിന് നിൽക്കാതെ അവൾ അകത്തേക്ക് കയറി പോകുന്നു. കിമ്മും ദോങ്ജുവും ആകെ ഷോക്കായി നിൽക്കുകയാണെങ്കിലും അവനോട് അകത്തേക്ക് പോയിക്കൊള്ളാൻ അവൾ പറയുന്നു. അവൻ പോയി കഴിഞ്ഞപ്പോൾ പക്ഷേ അവൾ ആകെ മൂഡ് ഓഫ് ആകുന്നുണ്ട്. അമ്മയുമായി വഴക്കിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. മറ്റൊരു താമസ സ്ഥലം കണ്ടുപിടിക്കുന്നവരെ കുറച്ച് ദിവസം അവിടെ തങ്ങാൻ അനുവദിക്കണമെന്ന് ചുൻഹ വിൻസെന്റിനോട് പറയുന്നു. ഹോട്ടലിൽ എവിടെയെങ്കിലും പോയി താമസിക്കാൻ കിം പറയുന്നുണ്ടെങ്കിലും വിൻസെന്റ് അതിനെ എതിർക്കുന്നു. ഹാളിൽ കിടന്നോളാമെന്ന് അവൾ പറഞ്ഞെങ്കിലും അവസാനം കിമ്മിന്റെ മുറി തന്നെ അവൾക്ക് നൽകുന്നു. അവൻ പക്ഷെ അവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്ത പോലെ പുറത്തേക്കിറങ്ങി പോകുന്നുണ്ട്. അവന്റെ പുറകെ ചെന്ന് അവളോട് നമുക്കിടയിൽ ഇനിയൊരു റിലേഷന് സാധ്യതയില്ല, അതൊക്കെ കഴിഞ്ഞ കാര്യമാണ് എന്ന് അവൻ പറഞ്ഞപ്പോൾ ഇത്ര നിസ്സാരമായി അതങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയും? 10 വർഷത്തോളം നമ്മൾ ഡേറ്റ് ചെയ്തതല്ലേ, എനിക്ക് നിന്നെ അങ്ങനെ മറന്നു കളയാൻ കഴിയില്ല. നീ ഇത്രമാത്രം വെറുക്കാൻ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? നിനക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയില്ല എന്നൊക്കെ അവൾ അവനോട് ചോദിക്കുന്നു. ജുൻഹോ മരിച്ച ദിവസം അവളെ കിം ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിരുന്നു. അവൾ അങ്ങോട്ടേക്ക് പുറപ്പെടാൻ തയ്യാറെടുക്കുമ്പോഴാണ് ജോൻഹയെയും വണ്ടിയുടെ ഡ്രൈവറെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. ചീഫ് ഡോക്ടർ ഡ്രൈവറെ ട്രീറ്റ് ചെയ്യാൻ അവളെയാണ് ഏൽപ്പിച്ചത്. അവൾ അകത്തെ മുറിയിൽ അയാളുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് കിം അനിയൻ്റെ ജീവൻ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഡ്രൈവർ അപകടനില തരണം ചെയ്ത ശേഷം അവൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് അവൻ അനിയൻ്റെ ബോഡിക്കരികിൽ നിന്ന് കരയുന്നത് കണ്ടത്. ജോൻഹോയുടെ മരണത്തിന് കാരണക്കാരനായ ആളെ രക്ഷിച്ചു എന്തുകൊണ്ടാണ് കിം തന്നോട് അകന്നു നിൽക്കുന്നതാണെന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് മുമ്പൊരിക്കൽ അയാളെ കൊന്നുകളയട്ടെ എന്ന് അവൾ ചോദിച്ചത്. ഇപ്പോഴും എന്നോട് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് അവൾ ചോദിച്ചത് അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ അക്കാര്യത്തിൽ നിനക്ക് കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല. ഒരു ഡോക്ടറിൻ്റെ ഡ്യൂട്ടി മാത്രമാണ് നീ ചെയ്തത്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു എന്ന് കിം അവളോട് പറയുന്നു. അതല്ലെങ്കിൽ പിന്നെ എന്താണ് അവൻ്റെ പ്രശ്നമെന്ന് അവൾ ചോദിച്ചെങ്കിലും അവളെ പ്രപ്പോസ് ചെയ്യാനുള്ള മോതിരവുമായി വന്നപ്പോഴാണ് അവൻ അപകടത്തിൽപ്പെട്ടത് എന്നുള്ള കാര്യം അവൻ പറയുന്നില്ല. എൻ്റെ തെറ്റല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ബ്രേക്കപ്പ് ആകുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ മറുപടിയൊന്നും പറയാതെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. അവൾ ഓടിച്ചെന്ന് പുറകിൽ കൂടി അവനെ ചുറ്റിപ്പിടിച്ചെങ്കിലും അവൻ ആ പിടിപിടിച്ച് അവിടെ നിന്ന് പോകുന്നു. രാത്രി അവൻ ഉറങ്ങാതെ കിടക്കുന്ന കണ്ട് നിനക്ക് അവളോട് സത്യം പറഞ്ഞുകൂടെ? അവളെ കുറ്റം പറയാൻ കഴിയില്ല. അവളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ബ്രേക്കപ്പിന് തക്കതായ കാരണമൊന്നുമില്ല. അതുകൊണ്ട് അവൾ പിന്മാറാൻ സാധ്യതയില്ല എന്നെങ്കിൽ പറഞ്ഞപ്പോൾ ആ കുറ്റം മറ്റാരുടെയും തലയിൽ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ഞാനങ്ങ് ജീവിച്ചു തീർത്തോളാം എന്നാണ് അവൻ പറഞ്ഞത്. അന്ന് രാത്രി ദോങ്ജുവും കിമ്മും ചുൻഹയും ഒന്നും സമാധാനമായി ഉറങ്ങുന്നില്ല. അടുത്ത ദിവസം ദോങ്ജു ജോലിക്ക് പോകാൻ ഇറങ്ങിയ സമയത്ത് തന്നെയാണ് ചുൻഹയും പോകാൻ റെഡിയായി ഇറങ്ങിയത്. ദോങ്ജുവിന് താല്പര്യമില്ലെങ്കിലും അവൾ നിർബന്ധിച്ച് അവളെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നു. അവർ വണ്ടിയിലിരിക്കുമ്പോൾ കിമ്മിൻ്റെ പേരിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് കൺഫേം ചെയ്യാനായി ഒരു കോൾ വരുന്നുണ്ട്. സ്പീക്കർ ഇട്ടാണ് ചുൻഹ സംസാരിച്ചത്. ദോങ്ജു കേട്ടപ്പോൾ ആകെ വല്ലാതെയാകുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ കിമ്മുമായി വീണ്ടും ഒരുമിക്കാനുള്ള ശ്രമത്തിലാണ്. 10 വർഷം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അത്ര പെട്ടെന്ന് എനിക്ക് വേണ്ടെന്ന് വയ്ക്കാൻ കഴിയില്ല എന്നൊക്കെ അവൾ ദോങ്ജുവിനോട് പറഞ്ഞത്. അതുകൂടി കേട്ടപ്പോൾ അവൾ ഒന്നുകൂടി മൂഡ് ഓഫ് ആകുന്നുണ്ട്. കിം ആ റിസർവേഷനെ കുറിച്ച് അറിഞ്ഞിരുന്നില്ല. പിന്നീടാണ് ചുൻഹ അവന് മെസ്സേജ് അയച്ചത്. വരില്ല എന്നായിരിക്കും നീ പറയുന്നത് എനിക്കറിയാം, പക്ഷെ വരുന്നവരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുമെന്നും അവൾ അയച്ചിരുന്നു. ദോങ്ജു ആകെ വിഷമിച്ച് ഫ്യൂണറൽ ഹോമിലേക്ക് നടക്കുമ്പോഴാണ് സോറ ഒരു തണ്ണിമത്തൻ ചീഫിനെ ഏൽപ്പിച്ചിട്ട് ഓടുന്നത് കണ്ടത്. അവൾ കുറേ ദിവസങ്ങളായി പറയുന്നത് ചീഫിൻ്റെ കാര്യമാണെന്ന് ദോങ്ജുവിന് മനസ്സിലാക്കുന്നു. സോറ ഓടി വന്ന് നിന്നത് അവളുടെ മുന്നിലാണ്. നീ വെറുതെ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളൊന്നും ആഗ്രഹിക്കണ്ട. അദ്ദേഹം മുമ്പ് ഒരു റിലേഷൻഷിപ്പിലായിരുന്നു. 20 വർഷത്തോളം അവർ ഡേറ്റ് ചെയ്തതാണ്. അതിനുശേഷം ആ സ്ത്രീ മറ്റൊരാളെ വിവാഹം ചെയ്തു, അതിലൊരു കുട്ടിയുണ്ടായി. പക്ഷെ അവർ ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചീഫ് ആകെ അസ്വസ്ഥനാണ്. അവർക്കിടയിൽ നിനക്ക് ഒരിക്കലും ഒരു സ്ഥാനം ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദോങ്ജു അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. വളരെ ദേഷ്യത്തിലാണ് അവൾ അതൊക്കെ പറഞ്ഞത്. നീ എന്തിനാണ് ഇത്രയും ദേഷ്യപ്പെടുന്നത് എന്ന് സോറ അവളോട് ചോദിക്കുന്നുമുണ്ട്. സത്യത്തിൽ കിമ്മിൻ്റെയും ജിൻഹയുടെയും 10 വർഷം നീണ്ട ബന്ധത്തിനിടയിൽ തനിക്ക് ഒരിക്കലും സ്ഥാനം ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന ചിന്ത അവളെ ശരിക്കും അലട്ടുന്നുണ്ടായിരുന്നു. അതാണ് അവൾ അങ്ങനെ പ്രതികരിച്ചത്. അന്ന് ഫ്യൂണറൽ ഹോമിൽ ദോങ്ജുവിന് ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു. കുട്ടിക്കാലം മുതലേ ഏതോ മാരക രോഗം ബാധിച്ച ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ആശുപത്രിയിൽ കഴിയേണ്ടുവെന്നൊരു പെൺകുട്ടിയായിരുന്നു അന്നത്തെ കസ്റ്റമർ. അവളുടെ അച്ഛൻ മകളുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് കുറെ കരയുന്നുണ്ട്. സോറിൻ എന്നാണ് മരിച്ച പെൺകുട്ടിയുടെ പേര്. കുട്ടിയായതുകൊണ്ട് തന്നെ ദോങ്ജു അവളെ നേരിൽ കണ്ടപ്പോൾ കുറച്ച് വിഷമത്തിലായിരുന്നു. പക്ഷേ ആശുപത്രി ജീവിതം അവസാനിപ്പിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലായിരുന്നു അവൾ. മാത്രമല്ല ട്രീറ്റ്മെൻറ്റിനിടയിൽ കൊഴിഞ്ഞു പോയിരുന്ന അവളുടെ മുടിയൊക്കെ ഇപ്പോൾ തിരികെ കിട്ടിയതിൽ സന്തോഷവുമുണ്ട്. ഇനി എനിക്ക് വിഗ് വെക്കണ്ടല്ലോ. അച്ഛനും അമ്മയ്ക്കും എൻ്റെ ഹോസ്പിറ്റൽ ബില്ലിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ടല്ലോ. എനിക്ക് സുഖമില്ലാതെ ആയതോടുകൂടി ഫയർഫോഴ്സിലായിരുന്ന അച്ഛൻ പോലും ജോലി രാജിവെച്ച് എനിക്ക് കൂട്ടിരിക്കുകയായിരുന്നു. അതിനൊക്കെ ഒരു അവസാനമായല്ലോ എന്നൊക്കെ അവിടെ ഇരിക്കുന്ന മേക്കപ്പ് ഐറ്റംസ് ട്രൈ ചെയ്യുന്ന കൂട്ടത്തിൽ അവൾ ദോങ്ജുവിനോട് പറയുന്നു. അപ്പോൾ എന്നോട് പറയാൻ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഇല്ലെന്ന് ദോങ്ജു ചോദിച്ചപ്പോൾ ബാക്കി കാര്യത്തിലൊന്നും എനിക്ക് വിഷമമില്ല, പക്ഷെ ഒരാഗ്രഹം മാത്രം സാധിക്കാനുണ്ട് എന്ന് പറഞ്ഞ് സ്കൂളിൽ അവൾക്ക് ക്രഷുണ്ടായിരുന്ന ഒരു പയ്യൻ്റെ കാര്യം അവൾ ദോങ്ജുവിനോട് പറയുന്നു. സ്കൂളിലെ അവളുടെ ലോക്കറിൽ അവനെഴുതിയൊരു കത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് അവൻ്റെ ലോക്കറിൽ കൊണ്ടുവെക്കണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം പറഞ്ഞത്. 2 ലോക്കറിൻ്റെയും നമ്പറും അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദോങ്ജു സ്കൂളിലെത്തി ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അവൾ പറഞ്ഞതുപോലെ ചെയ്യുന്നു. അവൾ പോയ ശേഷം ആ പയ്യൻ ലോക്കർ തുറന്നപ്പോൾ ലെറ്റർ എടുത്ത് വായിക്കുന്നു. അവനോട് തോന്നിയ ഇഷ്ടത്തെക്കുറിച്ച് അവൾ അതിൽ എഴുതിയിരുന്നു.
നിനക്ക് ചിലപ്പോൾ എന്നെ അറിയാൻ പോലും സാധ്യതയില്ല എന്ന് പറഞ്ഞ് ആദ്യമായി എന്നാണ് അവനെ കണ്ടതെന്നും അവൾ അതിൽ എഴുതുന്നുണ്ട്. മുടിയില്ലാത്തതിനാൽ വിഗ് വെച്ചുകൊണ്ട് സ്കൂളിൽ വന്നിരുന്ന അവളെ ഒരു ദിവസം ചില ആൺകുട്ടികൾ അതിൻ്റെ പേരിൽ കളിയാക്കുന്നു. അവളോട് വിഗ് എടുത്ത് മാറ്റാനും പറയുന്നുണ്ട്. അവളാകെ പേടിച്ച് പറിച്ച് നിൽക്കുന്ന സമയത്താണ് ഒരു ഹീറോയെ പോലെ അവൻ അവിടെ എത്തി അവരെ വഴക്ക് പറഞ്ഞത്. ആ തക്കത്തിന് അവൾ അവിടെ നിന്നും ഓടിപ്പോകുന്നു. അന്നു മുതലാണ് അവൻ അവളുടെ മനസ്സിൽ കയറി കൂടിയത്. പിന്നീട് അവനറിയാതെ അവനെ വാച്ച് ചെയ്യുന്നത് അവളുടെ ഒരു ഹോബിയായി മാറിയിരുന്നു. പതുക്കെ പതുക്കെ അതൊരു പ്രണയമായും മാറി. പക്ഷെ അത് തുറന്നു പറയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു എന്നും അവൾ ആ കത്തിൽ എഴുതിയിരുന്നു. ഞാൻ ട്രീറ്റ്മെൻറ്റിനായി അമേരിക്കയിലേക്ക് പോവുകയാണ്. അത് കഴിയുമ്പോൾ അവിടുത്തെ കോളേജിൽ തന്നെ ചേർന്ന് പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരിക്കലും തമ്മിൽ കാണാൻ സാധ്യതയില്ല എന്നും അവൾ അത് എഴുതിയിരുന്നു. അവൻ സ്കൂളിൽ അത്യാവശ്യം പോപ്പുലറാണ്, ഒരുപാട് ഫ്രണ്ട്സുമുണ്ട്. അവനെ പോലെ ഒരാൾ ഒരിക്കലും എന്നെ ഇഷ്ടപ്പെടാൻ ഒരു സാധ്യതയുമില്ല എന്നൊക്കെ ചിന്തിച്ചാണ് ഞാൻ എൻ്റെ ഇഷ്ടം അവനോട് പറയാതിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൽ എനിക്ക് വിഷമം തോന്നുന്നുണ്ട്. എൻ്റെ ഫീലിങ്സിനായിരുന്നു പ്രാധാന്യം നൽകേണ്ടിയിരുന്നത്. അവൻ എന്ത് വിചാരിക്കുമെന്നോ തിരിച്ചെന്നെ ഇഷ്ടപ്പെടുമോ എന്നൊന്നും ചിന്തിക്കേണ്ടിയിരുന്നില്ല. എൻ്റെ ഫീലിങ്സ് മറച്ചു വെക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നവൾ ദോങ്ജുവിനോട് പറയുന്നു. അവളുടെ വാക്കുകൾ ദോങ്ജുവിന് ശരിക്കും മോട്ടിവേഷൻ നൽകുന്നുണ്ട്. കിമ്മിനോടുള്ള ഇഷ്ടം പലതും ചിന്തിച്ചും അവൾ ഇതുവരെ പുറത്തു പറയാതെ കൊണ്ടു നടക്കുകയായിരുന്നു. പക്ഷെ പിന്നീട് ഒരിക്കൽ അതോർത്ത് ദുഃഖിക്കരുതെന്ന് ചിന്തിച്ച് അന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അത് തുറന്നു പറയാൻ തന്നെ അവൾ തീരുമാനിക്കുന്നു. ചുൻഹ റെസ്റ്റോറൻറ്റ് റിസർവേഷൻ നടത്തിയിരുന്ന സമയമെടുക്കാറായതുകൊണ്ട് അവൾ ഓടിയാണ് വീട്ടിലേക്ക് പോയത്. കുറേ സമയം മടിച്ച് ഇരുന്ന ശേഷം കിം റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് അവൾ അവിടെ എത്തിയത്. അവളെ കണ്ടപ്പോൾ ഒന്ന് ചിരിച്ച് അവൻ പാസ് ചെയ്ത് പോകാൻ തുടങ്ങിയെങ്കിലും അവൾ അവനെ പിടിച്ചു നിർത്തിയിട്ട് പോകരുത്, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എപ്പിലോഗിൽ ഓസറിൻ്റെ ഒരു ബാക്കി സ്റ്റോറി കാണിക്കുന്നുണ്ട്. അവൾക്ക് കൃഷ്ണുണ്ടായിരുന്ന ആ പയ്യൻ അവൾ അവനെ വാച്ച് ചെയ്തെന്നൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളോട് അവനും ഒരു ഇഷ്ടം തോന്നിയിരുന്നു. തുറന്നു പറയാനുള്ള മടി കാരണം അവനും ഒരു കത്തെഴുതി അവളുടെ ലോക്കറിനുള്ളിലേക്ക് ഇട്ടിരുന്നു. ഡോറിൻ്റെ ഇടയിൽ കൂടി വെച്ചതുകൊണ്ട് ദോങ്ജു എന്ന ലോക്കർ തുറന്നപ്പോൾ അത് താഴെ വീണെങ്കിലും അവളത് കാണുന്നുണ്ട്. കണ്ടപ്പോൾ ഏകദേശം കാര്യം മനസ്സിലാകുന്നതിനാൽ അതും അവൾ കൊണ്ടുപോയി സോറിൻ്റെ ചിത്രത്തിന് മുന്നിൽ വെച്ചിരുന്നു. ദോങ്ജു കിമ്മിൻ്റെ കയ്യിൽ പിടിച്ച് അവനോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞ് ചുൻഹയുടെ അടുത്തേക്ക് പകരുന്നത് പറയുന്നു. പക്ഷെ കിം അവളുടെ കൈ പിടിച്ച് എനിക്ക് ഇന്ന് വരെ നിന്നോട് അങ്ങനെ ഒരു ഫീലിങ്സ് തോന്നിയിട്ടില്ല, ഇനി എന്നോട് ഇങ്ങനെയൊന്നും പറയരുത്, പറഞ്ഞാൽ എനിക്ക് നിന്നോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. സത്യം തന്നെയാണോ പറയുന്നത് എന്നവൾ പുറകിൽ നിന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ അവനൊന്നും നിന്നെങ്കിലും ഒന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നു. ചുൻഹയുടെ അമ്മ അവനെ കാണണം എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു. അവർ പറഞ്ഞ സ്ഥലത്തേക്കാണ് അവൻ പോയത്. റെന്റിന് കൊടുക്കാനുള്ള ഒരു ബിൽഡിങ്ങിലായിരുന്നു അവർ നിന്നത്. ആ സ്ഥലം ക്ലിനിക് തുടങ്ങാൻ പറ്റിയതാണ് എന്നും അവനത് സ്വന്തമായി നൽകാമെന്നും അവർ പറയുന്നു. പകരമായി അവൻ അവരുടെ മകളോടൊപ്പം വീണ്ടും ഒരുമിക്കണം. അത് പറയാനാണ് അവർ വിളിപ്പിച്ചത്. ഞങ്ങൾക്കിടയിൽ ഒരു ബന്ധം ഒരിക്കലും സാധ്യമല്ല, മാത്രമല്ല വീണ്ടും ഡോക്ടറാകാൻ എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല. ഇനി മേലിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വിളിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. നിന്റെ അനിയൻ മരിച്ചത് എൻ്റെ മകളുടെ കുറ്റമാണോ? നിനക്ക് വേറെ ഏതോ പെണ്ണിനെ ഇഷ്ടമാണ്, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് അവർ പുറകിൽ നിന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ അവൻ തിരിഞ്ഞെന്ന് ശരിയാണ്, എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ്, അതുകൊണ്ട് അവളെ എൻ്റെ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് വിളിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞിട്ട് പോകുന്നു. ആകെ ദേഷ്യം കയറി അവർ ഉടൻ തന്നെ മകളെ വിളിച്ച് വിവരം പറയുന്നു. അവൾ ഈ സമയം അവനെയും കാത്ത് റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയായിരുന്നു. അവന് വേറൊരാളെ ഇഷ്ടമാണ് എന്ന് അമ്മ പറഞ്ഞതൊന്നും അവൾ വിശ്വസിക്കാൻ തയ്യാറാക്കുന്നില്ല. എന്നെ വിശ്വാസമില്ലെങ്കിൽ നേരിട്ട് നീ തന്നെ അവനോട് ചോദിച്ച് മനസ്സിലാക്ക്. ഇനിയും അവൻ്റെ പുറകെ നടന്ന സമയം കളയാതെ വേഗം വീട്ടിലേക്ക് മടങ്ങി വരാൻ അമ്മ പറയുന്നു. അമ്മയുടെ വഴക്ക് കൂടി വന്നപ്പോൾ ഞാൻ മരിക്കുന്നത് കണ്ടാലേ അമ്മയ്ക്ക് മതിയാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ വയ്ക്കുന്നുണ്ട്. അവിടെ തന്നെ കുത്തിയിരുന്ന് കുറേ കരയുന്നുമുണ്ട്. ദോങ്ജു ഈ സമയം ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ട് ബിയർ കഴിക്കുകയായിരുന്നു. കിം റിജക്റ്റ് ചെയ്തത് വിഷമത്തിലാണ് അവളെങ്കിൽ ചീഫ് മെസ്സേജിനും കോളിനും ഒന്നും ആൻസർ തരാത്ത വിഷമത്തിലാണ് സോറ. കുറേയധികം കുടിച്ച ശേഷമാണ് ദോങ്ജു റൂമിലേക്ക് മടങ്ങിയത്. പക്ഷേ പാതി വഴിയിൽ അവൾ റോഡിൽ കുത്തിയിരുന്ന് പൊട്ടിക്കരയുന്നു. പുറത്തവിടെ പോയി മടങ്ങി വരികയായിരുന്ന സോഹൻ അവളെ കാണുന്നുണ്ട്. എന്താണ് അവളുടെ കരച്ചിലിന് കാരണമെന്നൊന്നും മനസ്സിലായില്ലെങ്കിലും അവൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ച് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. ചുൻഹയും റൂമിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. വാതിലിൽ വെച്ച് കിമ്മിനെ കണ്ട അവൻ റെസ്റ്റോറൻറ്റിലേക്ക് വരാതിരുന്നതിനുള്ള ദേഷ്യം കാണിച്ചിട്ട് അകത്തെ കയറി പോകുന്നു. സോഹൻ ദോങ്ജുവിനെയും കൂട്ടി അവർ താമസിക്കുന്നതിന് മുന്നിലെത്തിയപ്പോൾ കിം ലൈറ്റ് അടച്ച് അകത്തിരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ശബ്ദം അവൻ കേൾക്കുന്നുണ്ടെങ്കിലും പുറത്തിറങ്ങി വരുന്നില്ല. അന്ന് രാത്രി രണ്ടുപേരും ഒരുപാട് സമയം വിഷമിച്ചിരിക്കുന്നുണ്ട്. ദോങ്ജു അടുത്ത ദിവസം രാവിലെ ജോലിക്ക് പോകാൻ റെഡിയായപ്പോൾ അച്ഛൻ വിളിക്കുന്നു. പക്ഷേ അപ്പോഴും അവൾ മൂഡ് ഓഫ് ആയിരിക്കുന്നതിനാൽ അധികം സംസാരിക്കാതെ പെട്ടെന്ന് തന്നെ ഫോൺ വയ്ക്കുന്നു. താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ കിം എന്തോ വാങ്ങിക്കൊണ്ട് അവൾക്കെതിരെ വരുന്നുണ്ട്. രണ്ടുപേരും ഉടൻ സംസാരിക്കുന്നു. ഇന്നലെ സംഭവിച്ച കാര്യം കൊണ്ട് എന്നോട് സംസാരിക്കാതെ ഇരിക്കരുത്. ഒരാളെ റിജക്റ്റ് ചെയ്യുന്നതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കിയതിന് സോറി എന്നൊക്കെ ദോങ്ജു പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് വിൻസെന്റ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. അവളോട് വിശേഷമൊക്കെ പറഞ്ഞ ശേഷം കിമ്മും ഗ്രീൻ മദറിൻ്റെ ജോലിക്ക് പോകാൻ തുടങ്ങിയതിനാൽ ഒരുമിച്ച് പോകാൻ അങ്കിൾ പറഞ്ഞെങ്കിലും ഞാൻ നടന്നു പോയിക്കോളാമെന്ന് പറഞ്ഞ് ദോങ്ജു വേഗം ഓടുന്നു പോകുന്നു. അവൾക്ക് എന്ത് പറ്റിയെന്ന് വിൻസെന്റ് ചിന്തിക്കുന്നുണ്ട്. കിമ്മും വേഗം അകത്തേക്ക് കയറി പോകുന്നു. പുറകെ ചെന്ന അങ്കിൾ അവൻ്റെ കയ്യിലിരുന്ന കവർ പിടിച്ചു വാങ്ങി നോക്കുന്നുണ്ട്. ഹാങ് ഓവറിനുള്ള മെഡിസിൻ ആണെന്ന് കണ്ട് അത് ആർക്കാണെന്ന് ചോദിച്ചെങ്കിലും അവനൊന്നും പറയുന്നില്ല. ദോങ്ജുവിന് നൽകാനായി വാങ്ങിയതായിരുന്നു അവനത്. പക്ഷെ നേരിൽ കണ്ടപ്പോൾ കൊടുക്കാൻ കഴിഞ്ഞില്ല. ചുൻഹയെയും അവളുടെ സാധനങ്ങളും ഒന്നും കാണുന്നില്ലെന്ന് അങ്കിൾ ചോദിച്ചപ്പോഴാണ് അവൾ അവിടെ വിട്ടുപോയി എന്ന് അവൻ പറഞ്ഞത്.
അവനാകെ മൂഡ് ഓഫ് ആയിരിക്കുന്നത് കണ്ട് ദോങ്ജു ആണോ ഇതിന് കാരണം എന്ന് അങ്കിൾ ചോദിച്ചെങ്കിലും അവൻ മറുപടിയൊന്നും പറയാതെ ജോലിക്ക് പോകുന്നു. ദോങ്ജു നേരെ അവളുടെ അങ്കിളിൻ്റെ അടുത്തേക്കാണ് പോയത്. കിം അവളെ റിജക്ട് ചെയ്തു എന്നറിഞ്ഞപ്പോൾ അങ്കിൾ ശരിക്കും ഞെട്ടുന്നുണ്ട്. അവളെ കുറെ സമാധാനിപ്പിച്ച ശേഷമാണ് അദ്ദേഹം തിരിച്ചയച്ചത്. അവൾ യാത്ര പറഞ്ഞു പോയ പുറകിൽ തന്നെ ആഗ്നസ് എന്ന ഒരു പെൺകുട്ടി ഫാദറിനെ വിവാഹം ക്ഷണിക്കാനായി അവിടെ എത്തുന്നുണ്ട്. ഒന്ന് കുമ്പസാരിക്കുന്ന കാര്യവും അവൾ പറയുന്നു. കിം അന്ന് ഗ്രീൻ മദറിന്റെ ഡ്യൂട്ടിക്ക് നിൽക്കുമ്പോൾ ദോങ്ജുവിന്റെ എക്സ് ബോയ് ഫ്രണ്ടിനെ കാണുന്നു. അവനെ കണ്ട അയാൾ അങ്ങോട്ടേക്ക് ചെന്ന് പരിചയം പുതുക്കിയതാണ്. ബ്രേക്കപ്പ് ആക്കാൻ സഹായിച്ചതിന് അവന് നന്ദിയും പറയുന്നു. പിന്നെയും അവനോട് കുറെ സമയം സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവനന്ന് ദോങ്ജുവിന്റെ കൈകളെ കുറിച്ച് പറഞ്ഞത് ഇപ്പോഴും കിമ്മിന്റെ മനസ്സിലുണ്ടായിരുന്നതിനാൽ അവൻ വേഗം തന്നെ അയാളെ ഒഴിവാക്കി വിടുന്നു. ഫ്യൂണറൽ കമ്പനിയിൽ അന്നൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട ഫ്യൂണറൽ കമ്പനികൾക്കിടയിൽ എല്ലാ വർഷവും മികച്ച സർവീസ് നൽകുന്നവരെ തിരഞ്ഞെടുക്കാറുണ്ട്. ദോങ്ജുവിന്റെ കമ്പനിക്ക് എല്ലാ ഫീൽഡിലും ഇതുവരെ ഒന്നാം സ്ഥാനമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്തവണ ബാക്കി എല്ലാത്തിലും ഒന്നാം സ്ഥാനം തന്നെ ഉണ്ടെങ്കിലും ഭക്ഷണകാര്യത്തിൽ മാത്രം അവർ കുറച്ച് പുറകിലാണ്. അവരുടെ കോമ്പറ്റീറ്ററായ മറ്റൊരു കമ്പനിക്കാണ് അതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അവർ സെർവ് ചെയ്യുന്ന ഭക്ഷണത്തിന്റെ രുചിയെക്കുറിച്ച് ആരെങ്കിലും ഇവിടെ നിന്ന് നേരിട്ട് പോയി മനസ്സിലാക്കേണ്ട അത്യാവശ്യമാണ് എന്ന് ചീഫ് പറയുന്നു. പക്ഷേ ആ കമ്പനിയുടെ ചീഫായി ജോലി ചെയ്യുന്ന ആൾ ഇവിടെ 20 വർഷത്തോളം ജോലി ചെയ്ത ആളാണ്. അതുകൊണ്ട് നേരത്തെ മുതൽ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആർക്കും അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല. കാരണം അദ്ദേഹം അവരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ ഉദ്ദേശം മനസ്സിലാക്കും. ദോങ്ജു പുതിയ ആളായതുകൊണ്ട് അവൾ പോയാൽ അദ്ദേഹം തിരിച്ചറിയില്ല. അതുകൊണ്ട് അവളെ അയക്കാമെന്ന് മറ്റൊരു സ്റ്റാഫ് അഭിപ്രായപ്പെടുന്നു. അത് ശരിയാണെന്ന് ചീഫിന് തോന്നുന്നതിനാൽ അദ്ദേഹം അവളോട് സഹായം ആവശ്യപ്പെടുന്നു. അവൾക്ക് കൂട്ടിനായി അവളോട് പറയാതെ തന്നെ കിമ്മിനെ കൂടി ഒരു ജോലി എന്നോണം അദ്ദേഹം വിളിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴത്തെ സാഹചര്യത്തിൽ അവൾക്കൊപ്പം പോയാൽ ശരിയാകില്ല എന്നറിയാവുന്നതുകൊണ്ട് കിം നിർബന്ധിച്ച് അങ്കിളിനെ അവന് പകരം അയക്കുന്നു. അങ്കിൾ എത്തിയപ്പോഴാണ് ചീഫ് അദ്ദേഹത്തെ വിളിച്ച കാര്യം അവൾ അറിയുന്നത്. ഡ്രൈവിംഗ് ഇടയിൽ അവളോട് ഓരോ സംസാരിക്കുന്ന കൂട്ടത്തിലാണ് അവൾ തലേന്ന് രാത്രി നന്നായി മദ്യപിച്ചിരുന്നു എന്നറിയുന്നത്. അങ്കിൾ പുറപ്പെടുന്നതിന് മുമ്പേ കിം അന്ന് രാവിലെ വാങ്ങിയ ഹാങ് ഓവർ മെഡിസിൻ വണ്ടിക്കുള്ളിൽ കൊണ്ടുവച്ചിരുന്നു. അത് അവൾക്ക് നൽകാനാണ് എന്ന് അങ്കിളിന് മനസ്സിലാക്കുന്നതിനാൽ അവളോട് എടുത്ത് കഴിക്കാൻ പറയുന്നു. എമർജൻസി ആവശ്യത്തിന് വണ്ടിയിൽ കരുതിയിരിക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. അവർ രണ്ടുപേരും കൂടി ആ ഫ്യൂണറൽ ഹോമിൽ എത്തുന്നു. ഭാവിയിൽ മരിക്കുമ്പോൾ മരണാനന്തര ചടങ്ങുകൾക്ക് അവിടെ തിരഞ്ഞെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അന്ന് വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ കഴിക്കുന്ന ഫുഡൊന്ന് ടെസ്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്നൊക്കെ വിൻസെന്റ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. സാധാരണ ഇങ്ങനെയുള്ള അവസരങ്ങളിലൊന്നും ഭക്ഷണം ടേസ്റ്റ് ചെയ്യാൻ നൽകാറില്ലെങ്കിലും അന്ന് അവിടെ ഒരു ഫ്യൂണറൽ നടന്നതിന്റെ ബാക്കി ഭക്ഷണം ഉണ്ടായിരുന്നതിനാൽ അവർ അത് ടേസ്റ്റ് ചെയ്യാനായി നൽകുന്നു. അവർ പോയി കഴിഞ്ഞപ്പോൾ ദോങ്ജുവും വിൻസെന്റും കൂടി അതിന്റെ പല ആംഗിളിൽ നിന്നുള്ള ഫോട്ടോ എടുക്കുകയും അത് കഴിച്ചു നോക്കുകയും ഒക്കെ ചെയ്യുന്നു. വിൻസെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു മിടുക്കനായിരുന്നതിനാൽ അത് ടേസ്റ്റ് ചെയ്ത് അതിലെന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുള്ളതെന്ന് കൃത്യമായി പറയുന്നു. ദോങ്ജു അതെല്ലാം ഫോണിൽ കുറിച്ച് വയ്ക്കുന്നുണ്ട്. ആ സമയത്താണ് സോറ അവളുടെ ഫോണിലേക്ക് വിളിച്ചത്. അവളോട് സംസാരിച്ചുകൊണ്ട് ദോങ്ജു പുറത്തേക്ക് ഇറങ്ങുന്നു. സോറ പഴയ ജോലി റിസൈൻ ചെയ്ത് ദോങ്ജുവിൻ്റെ ഫ്യൂണറൽ ഹോമിനോട് ചേർന്നുള്ള ഹോസ്പിറ്റലിൽ ഒരു ഇൻ്റർവ്യൂവിന് വന്നതാണ്. അവിടെ ആകുമ്പോൾ ചീഫിന് ഇടയ്ക്കിടെ കാണാമല്ലോ. അവൾ രണ്ട് കൽപ്പിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഈ ഉദ്ദേശത്തോടെ ഞങ്ങളുടെ ഫ്യൂണറൽ ഹോമിന് അടുത്തുപോലും വന്നു പോകരുത് എന്നൊക്കെ ദോങ്ജു അവളോട് പറയുന്നത് ആ ഫ്യൂണറൽ ഹോമിലെ സ്റ്റാഫ് കേൾക്കുന്നു. അതോടെ അവരുടെ കള്ളത്തരം പൊളിയുന്നുണ്ട്. ഈ സമയത്ത് കിമ്മിൻ്റെ ഓഫീസിൽ അവനെ അന്വേഷിച്ച് തന്നെ ദോങ്ജുവിൻ്റെ അച്ഛനെത്തുന്നു. അവൻ ഓഫീസിൽ ഉണ്ടാകുമെന്ന് കരുതി തന്നെയാണ് അദ്ദേഹം എത്തിയത്. അവനും ദോങ്ജുവും പഠിക്കുന്നതും താമസിക്കുന്നതും ഒക്കെ ഒരേ ബിൽഡിംഗിൽ തന്നെയാണെന്നാണല്ലോ അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് ഇവിടെയാണ് എന്ന് അദ്ദേഹത്തിന് അറിയില്ല. റൂമിലേക്ക് ചെല്ലുന്ന കാര്യം അദ്ദേഹം ദോങ്ജുവിനോട് പറഞ്ഞെങ്കിലും അവൾ അത് സമ്മതിക്കാതിരുന്നത് കൊണ്ട് അവൾക്ക് നൽകാനായി കുറെ അച്ചാറുകളും മറ്റു സൈഡ് ഡിഷുകളും ഒക്കെ തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് അദ്ദേഹം. അതെല്ലാം അവനെ ഏൽപ്പിച്ചിട്ട് അവൾക്ക് നൽകണമെന്ന് പറയുന്നുണ്ട്. കൂടാതെ അവന് കഴിക്കാൻ വേണ്ടി പ്രത്യേകം വേറെ കുറെ ഉണ്ടാക്കിക്കൊണ്ട് വന്നതും നൽകുന്നു. തനിച്ച് താമസിക്കുന്നത് കൊണ്ട് അവളുടെ കാര്യത്തിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം അവനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. തിരികെ പോകാൻ തുടങ്ങി അദ്ദേഹത്തെ വേണ്ടെന്ന് പറഞ്ഞിട്ട് കിം നിർബന്ധിച്ച് സ്കൂട്ടറിൽ കൊണ്ടുപോയി വിടുന്നുണ്ട്. സോറയോട് സംസാരിക്കുന്നിടയിൽ കള്ളം പുറത്തായതുകൊണ്ട് പിന്നെ അധിക സമയം അവിടെ ഇരിക്കാതെ ദോങ്ജുവും അങ്കിളും മടങ്ങുന്നു. നമ്മൾ ഏത് ഫ്യൂണറൽ ഹോമിൽ നിന്നാണ് വന്നത് എന്നവർ അറിയാതിരുന്നത് നന്നായി എന്ന് വണ്ടിയിലിരിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്. അവർ വണ്ടി നിർത്തിയപ്പോൾ ഓഫീസിന് മുന്നിൽ നമ്മൾ മുമ്പ് ചർച്ചിൽ വെച്ച് കണ്ട ആഗ്നസ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഫാദർ ഡൈം എ ജോബിന്റെ വിസിറ്റ് കാർഡ് നൽകി അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചതാണ്. അവളുടെ ബ്രദറിന്റെ ഫ്യൂണറൽ നടത്തിയത് ദോങ്ജു ആയിരുന്നതിനാൽ ദോങ്ജുവിന് ആളെ കണ്ടപ്പോൾ മനസ്സിലാക്കുന്നു. അവൾ അടുത്തേക്ക് ചെന്ന് പരിചയം പുതുക്കുന്നുണ്ട്. അതിനുശേഷമാണ് ആഗ്നസ് വന്ന കാര്യം പറഞ്ഞത്. അവളുടെ വിവാഹം എടുത്തിരിക്കുന്നു. പക്ഷെ അവൾക്ക് സ്വന്തമെന്ന് പറയാൻ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരുമില്ല. അതുകൊണ്ട് വിവാഹത്തിൽ പങ്കെടുക്കാൻ ഒരു ഫ്രണ്ടിനെ വേണം. അതാണ് അവളുടെ ആവശ്യം. ലേഡി സ്റ്റാഫ് ഇല്ലാത്തതിനാൽ വിൻസെന്റ് പറ്റില്ല എന്ന് പറയാൻ തുടങ്ങിയപ്പോഴാണ് ദോങ്ജു അങ്ങോട്ടേക്ക് കയറി അവൾ ചെല്ലാമെന്ന് പറഞ്ഞത്. ആഗ്നസ് പോയി കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ ആലോചിച്ച് തന്നെയാണ് പറഞ്ഞത് എന്ന് അങ്കിൾ അവളോട് ഒരിക്കൽ കൂടി ചോദിക്കുന്നുണ്ട്. ആലോചിച്ച് തന്നെയാണെന്ന് പറഞ്ഞ് ദോങ്ജു അകത്തേക്ക് കയറി പോകുന്നു. അവൾ മുറിയിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കിം അവളുടെ അച്ഛൻ കൊണ്ടുവന്ന സാധനങ്ങളുമായി വന്നത്. വാതിക്കൽ നിന്നുകൊണ്ട് തന്നെ അതെല്ലാം അവളെ ഏൽപ്പിച്ച് വിവരം പറഞ്ഞിട്ട് അവൻ തിരിച്ചു പോകുന്നു. അവൻ തിരികെ റൂമിൽ എത്തിയപ്പോൾ അങ്കിൾ അവളുടെ അച്ഛൻ കൊണ്ടുവന്ന ഡിഷസ് ഓരോന്നായി ടേസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അങ്കിളിന് അതെല്ലാം ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അവനെ കൂടി കഴിക്കാൻ വിളിച്ചെങ്കിലും ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുന്നു. വരുന്ന ഞായറാഴ്ച ദോങ്ജുവിനൊപ്പം ഒരു വിവാഹത്തിന് ഗസ്റ്റായി പോകേണ്ട ജോലിയുണ്ട് എന്ന് അങ്കിൾ അവനോട് പറയുന്നു. ദോങ്ജുവിനൊപ്പമാണ് പോകേണ്ടത് എന്നറിഞ്ഞപ്പോൾ പോകാതിരിക്കാൻ പറ്റുമോ എന്നവൻ ചോദിക്കുന്നു. ഇന്ന് നിന്നോട് ഞാൻ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിനക്ക് പറ്റില്ല എന്നാണ് നീ പറഞ്ഞത്. ദോങ്ജു ഇവിടുത്തെ സ്റ്റാഫ് അല്ലാതിരുന്നിട്ട് കൂടി സഹായിക്കാമെന്ന് ഏറ്റിരിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ നിന്നെ ഫയർ ചെയ്തിട്ട് ഞാൻ അവളെ ഇവിടെ സ്റ്റാഫായി നിയമിക്കുമെന്ന് അങ്കിൾ അവനോട് പറയുന്നു. അവൻ പക്ഷേ അങ്ങനെ ഒരു തമാശ ആസ്വദിക്കാനുള്ള മൂഡിലല്ലായിരുന്നത് കൊണ്ട് ഒന്നും മിണ്ടാതെ അകത്ത് കയറി പോകുന്നു. അച്ഛൻ കൊണ്ടുവന്ന സാധനങ്ങൾ പെറുക്കി വെക്കുന്ന കൂട്ടത്തിൽ ദോങ്ജു അച്ഛനെ വിളിക്കുന്നുണ്ട്. ഇത്ര ബുദ്ധിമുട്ടി അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരണമായിരുന്നു എന്ന് ചോദിച്ച് അവൾ അദ്ദേഹത്തെ വഴക്ക് പറയുന്നു.
ഫുഡ് ഐറ്റംസ് കൂടാതെ അവളുടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന പേസ്റ്റ് തീരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി പേസ്റ്റ്, കിച്ചണിൽ ഉപയോഗിക്കാൻ ഗ്ലൗസ്, കൈ കഴുകാൻ ഹാൻഡ് മെയ്ഡ് സോപ്പ് എന്നിവയൊക്കെ അദ്ദേഹം അതിൻ്റെ കൂട്ടത്തിൽ വെച്ചിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്ന മട്ടിലാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് കിമ്മിനും കുറേ ഡിഷസ് നൽകിയെന്ന് അവൾ അറിയുന്നത്. അച്ഛൻ ഉണ്ടാക്കുന്ന ടേസ്റ്റ് അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, വെറുതെ കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അവൾ അതിനും വഴക്കുണ്ടാക്കുന്നു. അവൻ നിന്നെ പോലെയല്ല, വളരെ നല്ല സ്വഭാവമുള്ള കൂട്ടത്തിലാണ്. മറ്റുള്ളവരെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണമെന്നൊക്കെ നന്നായി അറിയാം. ഞാൻ കൊടുത്തൊന്നും അവൻ വേസ്റ്റാക്കി കളയില്ല. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അവൻ എന്നെ ഇവിടെ വരെ കൊണ്ടുവന്ന് വിട്ടു എന്നൊക്കെ അച്ഛൻ അവളോട് പറയുന്നു. കിം അച്ഛനെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു എന്ന് കേട്ടപ്പോൾ ദോങ്ജു ഒന്ന് അത്ഭുതപ്പെടുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ അവൾ എക്സർസൈസ് ചെയ്യാനായി ഇറങ്ങിയപ്പോൾ സോഹരും അവൾക്കൊപ്പം ചെല്ലുന്നു. ഓരോന്ന് പറയുന്ന കൂട്ടത്തിൽ അവളോടുള്ള ഇഷ്ടത്തെക്കുറിച്ചും അവൻ തുറന്നു പറയുന്നു. പെട്ടെന്ന് കേട്ടപ്പോൾ ദോങ്ജു ആകെ വല്ലാതെ ആയെങ്കിലും മറ്റൊരാളെ ഇഷ്ടമാണ്, അതുകൊണ്ട് അവനെ ഇഷ്ടപ്പെടാൻ കഴിയില്ല എന്ന് അവൾ പറയുന്നു. അവൾ റിജക്ട് ചെയ്തത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല എന്ന രീതിയിൽ അവളുടെ മുന്നിൽ നിന്ന് പോയെങ്കിലും തിരികെ കിമ്മിൻ്റെയും അങ്കിളിൻ്റെ അടുത്ത് ചെന്നിരുന്നത് സോഹൻ ഭയങ്കര കരച്ചിലായിരുന്നു. അങ്കിൾ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദോങ്ജു ഇഷ്ടപ്പെടുന്ന ആൾ ആരാണെന്നറിഞ്ഞാൽ ഒന്നും നോക്കില്ല, അവനെ കൊല്ലുമെന്നൊക്കെ സോഹൻ ആവേശത്തോടെ പറയുന്നത് കേട്ടപ്പോൾ രണ്ടുപേരും ഒന്ന് ഞെട്ടുന്നു. ആവേശം കൊണ്ട് അങ്ങനെയൊന്നും പറയരുതെന്ന് അങ്കിൾ പറയുന്നുമുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞ് അവൻ്റെ കരച്ചിലൊക്കെ നിർത്തി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കിമ്മും എവിടെയോ പോകാൻ റെഡിയായി പുറത്തേക്ക് ഇറങ്ങുന്നു. ആ സമയത്താണ് അവൻ അവിടെ അടുത്തുള്ള സ്റ്റേഷനിലേക്ക് ഡിറ്റക്റ്റീവായി പ്രൊമോഷൻ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കോൾ വന്നത്. സോഹൻ ബാക്കി വിഷമമൊക്കെ മറന്ന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. അമ്മയുടെ മകൻ അവസാനം ആഗ്രഹിച്ചതുപോലെ ഒരു ഡിറ്റക്റ്റീവായി എന്നൊക്കെ മരിച്ചുപോയ അമ്മയോട് നിന്നും ആകാശത്തേക്ക് നോക്കി അവൻ സന്തോഷത്തോടെ പറയുന്നുണ്ട്. അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്ന കിമ്മും അവനെ അഭിനന്ദിക്കുന്നു. അടുത്ത ദിവസം തന്നെ അവൻ പുതിയ സ്റ്റേഷനിൽ ചാർജ് എടുക്കുന്നു. തുടക്കക്കാരൻ്റെ ആവശ്യത്തിൽ രാവിലെ എല്ലാവരും എത്തുന്നതിന് മുമ്പ് തന്നെ എത്തി മേശയൊക്കെ ക്ലീൻ ചെയ്യുകയും മറ്റും ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ബാക്കിയുള്ളവർ ഓരോരുത്തരായി എത്തിയത്. എല്ലാവരും അവനെ പരിചയപ്പെടുന്നു. അവൻ്റെ സീനിയറായ ഡിറ്റക്റ്റീവ് എത്തി അവനെ പരിചയപ്പെട്ട കൂട്ടത്തിൽ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. കോമൺ ഫേസ് ആയതുകൊണ്ടാവും, മിക്കവാറും എല്ലാവരും അങ്ങനെ ചോദിക്കാറുണ്ട്, അല്ലാതെ തമ്മിൽ കണ്ടിട്ടില്ല എന്ന് അവൻ പറയുന്നു. അദ്ദേഹം സിസ്റ്റത്തിൽ കേസുകൾ കിടക്കുന്ന ഫോൾഡർ അവനെ കാണിച്ചു കൊടുത്തിട്ട് അതൊക്കെ റെഫർ ചെയ്ത് പഠിക്കാൻ അവനെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് പോകുന്നു. അതിലിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസുകളും മുമ്പ് അന്വേഷിച്ചു കഴിഞ്ഞ കേസുകളും തെളിവ് കിട്ടാതെ ക്ലോസ് ചെയ്തതുമൊക്കെ ഉണ്ട്. അവൻ അവിടെ ഇരുന്ന് അതൊക്കെ പരിശോധിക്കുന്നു. ആഗ്നസിൻ്റെ വിവാഹ ദിവസം അവൾ ആവശ്യപ്പെട്ടതുപോലെ തന്നെ അവളുടെ ഫ്രണ്ടായി ദോങ്ജു അവിടെ എത്തുന്നു. മറ്റൊരു പേരിലാണ് അവൾ വന്നിരിക്കുന്നത്. ആഗ്നസ് പറഞ്ഞു അവളുടെ വുഡ്ബിക്ക് ദോങ്ജുവിനെ നേരത്തെ അറിയാം, പക്ഷേ അറിയാവുന്നത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ അമേരിക്കയിൽ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന സുയോങ് ആണെന്നാണ്. അവൾ ഗിഫ്റ്റായി നൽകിയതാണെന്ന് പറഞ്ഞ് 1,00,000 രൂപയിൽ കൂടുതൽ വില വരുന്ന ഒരു വാച്ചും ആഗ്നസ് അവന് സമ്മാനമായി നൽകിയിരുന്നു. അതുകൊണ്ട് അവളെ കണ്ടപ്പോൾ കയ്യിൽ കിട്ടിയിരുന്ന വാച്ച് അവളെ കാണിച്ച് അദ്ദേഹം നന്ദി പറയുന്നുമുണ്ട്. അമേരിക്കയിൽ നിന്ന് ഇന്ന് രാവിലെയാണ് അവൾ എത്തിയത് എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത്. ബോയ് ഫ്രണ്ട് കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് എവിടെയെന്ന് അയാൾ ചോദിച്ചപ്പോൾ ദോങ്ജു എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ ആഗ്നസിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും അവിടുത്തെ കിം അവളുടെ ബോയ് ഫ്രണ്ട് എന്ന രീതിയിൽ അവളുടെ കയ്യിൽ പിടിക്കുന്നു. അവൻ വരുമെന്ന് ദോങ്ജു തീരെ പ്രതീക്ഷിച്ചിരുന്നല്ല. അവൾ ശരിക്കും സർപ്രൈസ് ആകുന്നുണ്ട്. എന്തായാലും ആഗ്നസിൻ്റെ വുഡ്ബിക്ക് അവരെ യാതൊരു സംശയവും തോന്നുന്നില്ല. കിമ്മിൻ്റെയും ദോങ്ജുവിൻ്റെയും അങ്കിൾമാർ അവിടെ കുറച്ച് ദൂരെ നിന്ന് ഇതൊക്കെ കാണുന്നുണ്ട്. അവൻ അവളുടെ കയ്യിൽ പിടിക്കുന്ന കണ്ടപ്പോൾ ശരിക്കും സന്തോഷമായത് അവർക്കാണ്. ഭാവിയിൽ അവർ ഒരുമിക്കുന്നതോടെ തങ്ങൾ ബന്ധുക്കളാകാൻ പോകുന്നതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് രണ്ടുപേരും കൂടി ഭക്ഷണം കഴിക്കാനായി പോകുന്നു. ഇതേ വിവാഹത്തിന് തന്നെ ദോങ്ജുവിൻ്റെ എക്സ് ബോയ് ഫ്രണ്ടും വന്നിട്ടുണ്ട്. അവൻ ചെക്കൻ്റെ ഫ്രണ്ടാണ്. അവനും വേറെ കുറേ കൂട്ടുകാരും കൂടി തങ്ങളുടെ ഫ്രണ്ടിന് വിവാഹ സമ്മാനമായി വൈഫിൻ്റെ ഫ്രണ്ട് നൽകിയ ലക്ഷങ്ങൾ വില വരുന്ന വാച്ചിനെക്കുറിച്ചും കൂട്ടുകാരന് കിട്ടിയ പണക്കാരിയായ ഭാര്യയെക്കുറിച്ചും ഒക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ദോങ്ജുവും കിമ്മും കൂടി കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത്. ബ്രേക്കപ്പ് ആകാൻ പറഞ്ഞു വിട്ടവൻ അവളെ സെറ്റാക്കി കൂടെ കൊണ്ടു നടക്കുന്ന കണ്ട് ദോങ്ജുവിൻ്റെ എക്സിന് ശരിക്കും അസൂയെ തോന്നുന്നു. ദോങ്ജു ഈ സമയം കിമ്മിൻ്റെ കയ്യിലെ പിടിവിട്ട് കുറച്ച് സമയം കൂടി ബ്രൈഡിൻ്റെ അടുത്തിരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അകത്ത് കയറി പോകുന്നു. അവളുടെ എക്സ് പുറകെ ചെന്ന് ഒളിച്ചു നിന്ന് അവരെ നോക്കുന്നുണ്ട്. സുന്ദരിയായിരിക്കുന്ന അവളെ കണ്ടപ്പോൾ ചെയ്തത് മണ്ടത്തരമായി പോയല്ലോ എന്നോർത്ത് അവൻ വിഷമിച്ചു നിൽക്കുമ്പോഴാണ് കല്യാണച്ചക്കൻ അവിടേക്ക് വന്നത്. അയാൾ പറഞ്ഞത് വധുവിൻ്റെ ഫ്രണ്ട് സുയാങ് ആണെന്നും അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്നും അവരുടെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും ഒക്കെ അവൻ അറിയുന്നു. അപ്പോഴേക്കും ചെറുക്കനെ ആരോ വിളിക്കുന്നതിനാൽ കൂടുതലൊന്നും പറയാനൊന്നും സമയം കിട്ടുന്നില്ല. വിവാഹം ഭംഗിയായി തന്നെ നടക്കുന്നുണ്ട്. സത്യത്തിൽ ആഗ്നസ് റിക്വസ്റ്റ് ചെയ്തത് മാത്രമല്ല ദോങ്ജു അവിടെ എത്തിയത്. അവളുടെ ബ്രദർ മരിച്ച സമയത്ത് ദോങ്ജു അദ്ദേഹത്തെ കണ്ടപ്പോൾ അവസാനത്തെ ആഗ്രഹമായി അയാൾ ദോങ്ജുവിനോട് പറഞ്ഞത് ഏക സഹോദരി എന്തെങ്കിലും ആവശ്യം ഭാവിയിൽ പറയുകയാണെങ്കിൽ അത് സാധിച്ചു കൊടുക്കണമെന്നാണ്. അവളുടെ വിവാഹം നേരിട്ട് കാണണമെന്നുണ്ടായിരുന്നു, എങ്കിലും അതിന് കഴിയില്ല എന്നും അദ്ദേഹം വിഷമത്തോടെ പറഞ്ഞിരുന്നു. അയാളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ദോങ്ജു അങ്ങോട്ടേക്ക് കയറി വിവാഹത്തിന് ചെല്ലാമെന്ന് സമ്മതിച്ചത്. വിവാഹം കഴിഞ്ഞ് ബൊക്കെ എറിയുമ്പോൾ അത് പിടിക്കാൻ വേണ്ടി ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ വേണമെന്നായിരുന്നു ആഗ്നസ് ആവശ്യപ്പെട്ടത്. ആ ആഗ്രഹം അവൾ സാധിച്ചു കൊടുക്കുന്നുണ്ട്. സോഹൻ കമ്പ്യൂട്ടറിൽ ഫയലുകൾ എടുത്ത് പരിശോധിക്കുന്ന കൂട്ടത്തിൽ ആദ്യം തന്നെ ജോൺ ഹോയുടെ ആക്സിഡന്റ് കേസ് എടുത്ത് നോക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് മറ്റൊരു ഡിറ്റക്റ്റീവ് അടുത്തേക്ക് വന്നപ്പോൾ അയാൾ കാണാതെ അവൻ പെട്ടെന്ന് ക്ലോസ് ചെയ്ത് അയാൾക്കൊപ്പം പോകുന്നു. ദോങ്ജു ബൊക്കെ പിടിക്കാനും മറ്റുമായി പോയ സമയത്ത് കിം ബാത്റൂമിലേക്ക് പോകുന്നുണ്ട്. ഒരവസരം നോക്കിയിരുന്ന ദോങ്ജുവിൻ്റെ എക്സ് അവനെ ഫോളോ ചെയ്ത് ചെന്ന് അവരുടെ കള്ളത്തരം പുറത്തു പറയുമെന്ന് പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. അയാൾക്ക് ഏറ്റവും കൂടുതൽ സഹിക്കാതെ ഇരുന്നത് കിമ്മും ദോങ്ജുവും ശരിക്കും ഡേറ്റിംഗിൽ ആണ് എന്നുള്ളതാണ്. ദോങ്ജുവിൻ്റെ ജോലി എന്താണെന്ന് അറിഞ്ഞിരുന്നിട്ടും നിനക്ക് അവളുടെ കയ്യിൽ പിടിക്കാനും അവളെ ഗേൾഫ്രണ്ട് ആക്കാനും ഒക്കെ എങ്ങനെ കഴിഞ്ഞു എന്ന് ചോദിച്ച് അവൻ ദോങ്ജുവിനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ കിമ്മിന് ശരിക്കും ദേഷ്യം കയറുന്നു. അവൻ മുഷ്ടി ചുരുട്ടുന്നതും അവൻ്റെ മുഖഭാവമൊക്കെ കൂടി കണ്ടപ്പോൾ അയാൾ കുറേ കൂട്ടുകാരെ അവിടേക്ക് വിളിച്ച് ഈ വിവാഹം ഒരു തട്ടിപ്പാണെന്ന രീതിയിൽ അവരോട് കാര്യങ്ങൾ പറയുന്നു. അതോടെ കിമ്മിൻ്റെ നിയന്ത്രണം വിട്ട് അവൻ അയാളെ ഇടിക്കുന്നു. അവർ തമ്മിൽ ആകെ ഇടിയായതോടെ ബഹളം കേട്ട് മറ്റുള്ളവരും അവിടേക്ക് വരുന്നുണ്ട്. അവരോടും ഈ വിവാഹം ഒരു തട്ടിപ്പാണെന്ന് അയാൾ വിളിച്ചു പറയുന്നു.
ഡോങ്ജു വധൂവരന്മാർക്കൊപ്പം ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടെ നിന്നവരിൽ കുറച്ചുപേർ വിവാഹം ഒരു തട്ടിപ്പാണെന്നൊക്കെ സംസാരിക്കുന്നത് കേട്ടത്. അതോടെ എല്ലാവരും കാര്യങ്ങൾ അറിയുന്നു. ചെറുക്കൻ്റെ അമ്മ ആഗ്നസ് തങ്ങളെ പറ്റിച്ചതാണെന്നുള്ള രീതിയിൽ അവളെ വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. കിം പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടാണല്ലോ ഇപ്പോൾ എല്ലാവരും കാര്യങ്ങൾ അറിഞ്ഞത്. ഡോങ്ജു അതിന് ആഗ്നസിനോട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ കള്ളം പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അതുകൊണ്ട് എനിക്ക് ഇത് അർഹിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ആഗ്നസ് അവളെ സമാധാനിപ്പിക്കുന്നു. മാത്രമല്ല വിവാഹത്തിന് ഫ്രണ്ടായി വന്നതിന് പ്രത്യേകം നന്ദിയും പറയുന്നു. എന്തായാലും അതോടെ ഡോങ്ജുവിൻ്റെ ഡ്രീം ക്യാച്ചറിലെ നമ്പർ 1 കുറയുന്നു. ആഗ്നസിൻ്റെ ഹസ്ബൻഡ് കിമ്മിനെ മാറ്റി നിർത്തി സംസാരിക്കുന്നു. അവൻ കാരണം അവിടെ ഉണ്ടായ പ്രശ്നത്തിൽ അയാൾക്കും അതൃപ്തിയുണ്ട്. അയാൾ കൂടി അറിഞ്ഞുകൊണ്ടാണ് ആഗ്നസ് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞതെന്ന് അവൻ അപ്പോഴാണ് അറിയുന്നത്. വീട്ടുകാരുടെ മുന്നിൽ അവൾക്കൊരു വില ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയാണ് അയാൾ ഇതിന് കൂട്ടുന്നത്. എന്തായാലും ഇതിൻ്റെ പേരിൽ വിവാഹം ക്യാൻസൽ ചെയ്യാൻ പോകുന്നില്ല. അവളുടെ ഫ്രണ്ട്സായി വിവാഹത്തിന് വന്നതിന് രണ്ടുപേരോടും നന്ദിയുണ്ട് എന്നവൻ ക്ഷമ ചോദിച്ചപ്പോൾ അയാൾ പറയുന്നു. പക്ഷേ ഡോങ്ജുവും അവനും തമ്മിൽ ശരിക്കും ഡേറ്റിങ്ങിലാണ് എന്ന് തന്നെയാണ് കരുതിയത്. മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം, അല്ലെങ്കിൽ പിന്നീട് അതോർത്ത് ദുഃഖിക്കും എന്നുകൂടി അവനോട് പറഞ്ഞിട്ടാണ് അയാൾ പോയത്. ആ വാക്കുകൾ ശരിക്കും അവൻ്റെ മനസ്സിൽ തൊടുന്നുണ്ട്. അവിടെ നിന്ന് മടങ്ങുമ്പോൾ സംഭവിച്ചു പോയതിന് കിം ഡോങ്ജുവിനോട് സോറി പറയുന്നു. അന്ന് അവിടെ നടന്നതിന് മാത്രമല്ല അവൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങി അവളെ വേദനിപ്പിച്ചതിനും മനസ്സ് നിറയെ അവളോട് ഇഷ്ടമുണ്ടായിട്ടും അത് തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കാതെ അവളെ വേദനിപ്പിച്ചതിനും ഒക്കെ സോറി പറഞ്ഞിട്ട് അവനവളെ കിസ് ചെയ്യുന്നു. ജുൻഹ മരിച്ചപ്പോൾ ഇനിയൊരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ നിന്നെ കണ്ടുമുട്ടിയ ശേഷം സന്തോഷമായിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണെന്നൊക്കെ അവൻ്റെ മുഖത്തെ മുറിവിൽ അവൾ മരുന്ന് വെച്ച് കൊടുക്കുന്നതിനിടയിൽ പറയുന്നു. വിവാഹ സ്ഥലത്ത് വെച്ച് കിം ഡോങ്ജുവിൻ്റെ കയ്യിൽ പിടിക്കുന്നത് കണ്ടത് മുതൽ അവരുടെ ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുകയാണല്ലോ രണ്ടങ്കിൾമാരും. രാത്രിയായപ്പോഴും അവർ ഒരുമിച്ചിരുന്ന് അവരുടെ റിലേഷൻ എങ്ങനെ പെട്ടെന്ന് സ്ട്രോങ് ആക്കാം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അടുത്തന്നെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം എന്ന് കിമ്മിൻ്റെ അങ്കിൾ ഫാദറിനോട് പറയുന്നു. കിമ്മിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് നാളത്തെ ഫ്യൂണറൽ ഒരു ഗ്രാമപ്രദേശത്താണ്. ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്ന ഒരു മുത്തശ്ശി മരിച്ചു. മുത്തശ്ശി മരിച്ച് 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ മുത്തശ്ശിക്ക് പ്രിയപ്പെട്ട കാക്കിപ്പഴം പറിക്കാനായി പോരുന്ന അവരുടെ ഭർത്താവ് മരിച്ചു. രണ്ടുപേരെയും ഒരുമിച്ച് അവരുടെ നാട്ടിൽ അടക്കം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് 2 ദിവസത്തേക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വരും എന്ന് അവൾ അവനോട് പറഞ്ഞു. റിലേഷനിലായ ഉടനെ തന്നെ അവളെ പിരിഞ്ഞിരിക്കേണ്ടി വരും എന്ന് കേട്ടപ്പോൾ അവനൊന്നും വിഷമിക്കുന്നുണ്ട്. എന്നാലും ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് അവനത് ഉൾക്കൊള്ളുന്നു. ഡോങ്ജു അടുത്ത ദിവസം അതിനായി പോകുന്നുണ്ട്. ഡോങ്ജുവിൻ്റെ മേക്കപ്പ് റൂമിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും പരസ്പരം ഓരോന്ന് പറഞ്ഞ് വഴക്കിടാൻ തുടങ്ങുന്നു. ഡോങ്ജു അവരുടെ വഴക്കെങ്ങനെ അവസാനിപ്പിക്കണമെന്നറിയാൻ സംശയിച്ച് നിൽക്കുകയാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതൊക്കെ പുറമേ കാണിക്കുന്നത് മാത്രമാണ്. രണ്ടുപേരും പരസ്പരം വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലാക്കുന്നു. മുത്തശ്ശിയെ പിരിഞ്ഞിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് മരണത്തിലും കൂടെ വന്നതെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. മുത്തശ്ശൻ്റെ ആഗ്രഹപ്രകാരം മുത്തശ്ശിക്ക് പ്രിയപ്പെട്ട പഴങ്ങൾ അവരുടെ മെമ്മോറിയൽ ടേബിളിന് മുന്നിൽ അവൾ കൊണ്ടുവെക്കുന്നുണ്ട്. സന്തോഷത്തോടെയാണ് മുത്തശ്ശനും മുത്തശ്ശിയും അവസാനത്തെ യാത്ര പുറപ്പെട്ടത്. അവരുടെ അടക്കമൊക്കെ കഴിഞ്ഞ് ഡോങ്ജു അവിടെ നിന്ന് പുറപ്പെടാനായി ഇറങ്ങിയപ്പോഴേക്കും കിം അവളെ വിളിക്കാനായി അവിടെ എത്തിയിരുന്നു. ഇത്രയും ദൂരം വരേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഓടി അടുത്തേക്ക് ചെന്ന് അവൾക്ക് അവൻ കുറച്ച് പൂക്കൾ സമ്മാനിക്കുന്നു. തിരികെ പോകാനായി വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോഴും എനിക്ക് കാക്കിപ്പഴം വേണമെന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങിത്തരാതെ മരത്തിൽ കയറിയത് പറിക്കാൻ തയ്യാറാകുമെന്ന് അവൾ കിമ്മിനോട് ചോദിക്കുന്നു. തീരെ പ്രതീക്ഷിക്കാതെ അങ്ങനെ ചോദ്യം കേട്ടപ്പോൾ എന്ത് മറുപടി പറയണം എന്നവന് ഒരു പിടിയും കിട്ടുന്നില്ല. നിനക്ക് ആ പഴങ്ങൾ ഇഷ്ടമാണോ എന്ന് മാത്രം അവൻ ചോദിക്കുന്നു. അടുത്ത ദിവസം രാവിലെ അവൾ ജോലിക്ക് പോകാൻ ഇറങ്ങുന്നതിന് മുമ്പ് അവന് കുറേ തവണ മെസ്സേജ് അയച്ചെങ്കിലും ഒന്നിനും റിപ്ലൈ കിട്ടുന്നില്ല. അവൻ എവിടെ പോയതായിരിക്കുമെന്ന് സംശയിച്ച് അവൾ പുറത്തിറങ്ങിയപ്പോഴാണ് അവിടെ മുറ്റത്തിന് നിൽപ്പുണ്ടായിരുന്ന കാക്കിമരത്തിൽ നിന്ന് അവൻ പഴങ്ങൾ പറിക്കുന്നത് കണ്ടത്. അവൾക്ക് ശരിക്കും സന്തോഷമാകുന്നുണ്ട്. അന്ന് കുറേ സമയം കഴിഞ്ഞാണ് മരത്തിലെ പഴങ്ങൾ മുഴുവൻ ആരോ പറിച്ചിരിക്കുന്ന അങ്കിൾ ശ്രദ്ധിക്കുന്നത്. ആരോ കള്ളന്മാർ പറിച്ചുകൊണ്ട് പോയതായിരിക്കും. പഴുക്കുന്നതിന് മുമ്പ് ആരായിരിക്കും അത് കൊണ്ടുപോയത്? അവനെന്നെ കയ്യിൽ കിട്ടിയാൽ വെറുതെ വിടില്ല എന്നൊക്കെ കിമ്മിൻ്റെ മുന്നിൽ നിന്ന് അങ്കിൾ പറഞ്ഞെങ്കിലും കള്ളൻ താനാണെന്ന് അവൻ പറയുന്നതേയില്ല. അവൻ പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ വൈകിട്ട് 7 മണിയാകുമ്പോൾ തിരികെ എത്തണം എന്ന് പറഞ്ഞാണ് അങ്കിൾ വിട്ടത്. എന്താണ് കാര്യം എന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല. ലഞ്ച് ടൈം ആയപ്പോൾ ഒരുമിച്ച് ലഞ്ച് കഴിക്കാനായി സോറ ഡോങ്ജുവിനെ വിളിക്കുന്നു. അവൾക്ക് അവിടുത്തെ ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയെന്ന് ഡോങ്ജു അപ്പോഴാണ് അറിയുന്നത്. ഡോങ്ജു അപ്പോഴും അവളെ പിന്തിരിപ്പിക്കാൻ കുറേയൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. എങ്കിലും അവൾ അതൊന്നും കാര്യമാക്കുന്നതേയില്ല. കുറച്ചു മുന്നേ ചീഫ് ആരോടെ ഫോണിൽ സംസാരിക്കുന്നത് സോറ കണ്ടത് അപ്പോഴാണ്. അതുകൊണ്ട് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവൾ ഫോൺ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സംസാരം ശ്രദ്ധിക്കുന്നു. ചീഫിൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടിൻ്റെ കുട്ടിയുടെ സ്ഥിതി എങ്ങനെയുണ്ട് എന്ന് ഹോസ്പിറ്റലിൽ വിളിച്ച് അന്വേഷിക്കുകയായിരുന്നു അദ്ദേഹം. പക്ഷേ പേഷ്യൻറ്റുമായി ഡയറക്റ്റ് ബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡീറ്റെയിൽസ് നൽകാൻ അവൾ തയ്യാറാകുന്നില്ല. അങ്ങനെ നിരാശനായി ഫോൺ വെച്ചപ്പോഴാണ് സോറ അടുത്തേക്ക് ചെന്ന് ഡീറ്റെയിൽസ് ഞാൻ തപ്പിയെടുക്കാം, ഞാനിപ്പോൾ ഈ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്, ഇനി ഇങ്ങനെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിപ്പോയത്. ഡോങ്ജുവും കിമ്മും വീട്ടിലെത്തിയപ്പോൾ 2 അങ്കിൾമാരും അവർക്കൊപ്പം ഡിന്നർ കഴിക്കാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ നല്ല സ്ട്രോങ് റിലേഷൻഷിപ്പിലാണെന്നറിയാതെ അവരെ തമ്മിൽ അടുപ്പിക്കാൻ അവസരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവർ ഡിന്നർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഭക്ഷണശേഷം കുറേ സമയം ഒരുമിച്ചിരുന്ന് ചീട്ട് കളിക്കുകയും ചെയ്യുന്നുണ്ട്. ഇടയ്ക്കെന്താ വാങ്ങാനായി വിൻസെൻ്റ് കിമ്മിനെ പറഞ്ഞയച്ചപ്പോൾ തനിച്ച് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും, ഞാൻ കൂടെ പോകാമെന്ന് പറഞ്ഞ് ഡോങ്ജുവും അവൻ്റെ കൂടെ പോകുന്നു. പുറത്ത് വെയിറ്റ് ചെയ്ത് നിന്നിരുന്ന അവനെ അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നത് ജനലിലൂടെ 2 അങ്കിൾമാരും മറിഞ്ഞ് നിന്ന് കാണുന്നുണ്ട്. അവർ വളരെ ഫാസ്റ്റായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സഹായം ആവശ്യമില്ല, നമുക്ക് സെക്കൻഡ് റൗണ്ട് പോയാലെന്ന് പറഞ്ഞ് 2 പേരും അടുത്ത റൗണ്ടിനായി പോകുന്നു. കിമ്മും ഡോങ്ജുവും ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കുറച്ച് സമയം ചെലവഴിച്ച ശേഷം ഒരുമിച്ച് സിനിമയ്ക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നു. ഉടനെ മടങ്ങി വരേണ്ട, ഞങ്ങൾ സെക്കൻഡ് റൗണ്ടർ പോവുകയാണ് എന്ന് അങ്കിൾ അവർക്ക് മെസ്സേജ് അയച്ചിരുന്നു. അവർ കൈകൾ കോർത്ത് പിടിച്ച് സന്തോഷത്തോടെ നടന്നു പോകുന്നത് ചുൻഹയുടെ അമ്മ കാണുന്നു.
കിമ്മിൻ്റെ വീട്ടിൽ നിന്ന് പോയ ശേഷം ചുൻഹ ഒരു ഹോട്ടലിലേക്ക് ആണ് താമസിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ദിവസം ജോലിക്ക് പോകാനായി വന്നപ്പോൾ അമ്മ അവളെ കാത്തു നിൽക്കുന്നുണ്ട്. കിം മറ്റൊരു റിലേഷൻഷിപ്പിലാണ്. അവൻ ഇനി ഒരിക്കലും നിന്റെ അടുത്തേക്ക് തിരികെ വരാൻ പോകുന്നില്ല. അവനെ ഓർത്ത് ഇങ്ങനെ ജീവിതം പഴക്കിക്കളയാതെ വീട്ടിലേക്ക് മടങ്ങി വരാനൊക്കെ അവർ അവളോട് കുറെ പറയുന്നുണ്ട്. അവൾ പക്ഷേ അമ്മ പറയുന്നത് വിശ്വസിക്കാൻ തയ്യാറാക്കുന്നില്ല എന്ന് മാത്രമല്ല അവരെ വേദനിപ്പിക്കുന്ന വിധത്തിൽ സംസാരിച്ചിട്ടാണ് അവിടെ നിന്ന് പോയത്. അന്ന് ദോങ്ജുവിൻ്റെ താമസ സ്ഥലത്തേക്ക് സോറയും ജിൻഹയും കൂടി വരുന്നുണ്ട്. അവർ വരും എന്നുള്ള കാര്യം ദോങ്ജു നേരത്തെ തന്നെ കിമ്മിനോട് പറഞ്ഞിരുന്നു. അവൻ അവരെ ഓഫീസിന് മുന്നിൽ വെച്ച് കാണുന്നുണ്ട്. കിമ്മായി ഡേറ്റിങ്ങിലാണെന്നുള്ള കാര്യം അന്ന് അവൾ ഫ്രണ്ട്സിനോട് പറയുന്നു. അവളുടെ കാര്യത്തിൽ ഹാപ്പിയാണെങ്കിലും ചീഫുമായുള്ള റിലേഷൻ ശരിയാവുന്നതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും കണ്ടുതുടങ്ങാത്തതിനാൽ സോറ കുറച്ച് നിരാശയാകുന്നുണ്ട്. കിമ്മിന് അന്നൊരു ജോലി ഉണ്ടായിരുന്നത് ദോങ്ജുവിൻ്റെ അച്ഛൻ ജോലി ചെയ്യുന്ന ഫ്ലാറ്റിലാണ്. അവർ തമ്മിൽ അവിടെ വെച്ച് കണ്ട് സംസാരിക്കുന്നു. ദോങ്ജു വീട്ടിലില്ലാത്തതുകൊണ്ട് തനിച്ചാണെന്ന് തോന്നലാണ് എന്നൊക്കെ അച്ഛൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കമ്പനി കൊടുക്കാനായി അടുത്ത് തന്നെ ഒരുമിച്ച് ഒരു ദിവസം ബിയർ കഴിക്കാൻ പോകാമെന്ന് അവൻ പറയുന്നു. ചുൻഹയുമായി വഴക്കിട്ട് മടങ്ങിയപ്പോൾ മുതൽ അവളുടെ അമ്മയ്ക്ക് തീരെ സുഖമില്ല. അന്ന് രാത്രി അസുഖം കൂടിയപ്പോൾ അവർ മകളുടെ ഫോണിലേക്ക് കുറേ വിളിച്ചെങ്കിലും അവൾ ഫോൺ എടുക്കുന്നില്ല. ആ കിടപ്പിൽ കിടന്ന് അവർ മരിക്കുകയാണ്. അവരുടെ ഫ്യൂണറൽ ഡ്യൂട്ടി ദോങ്ജുവിനായിരുന്നു. ഡീറ്റെയിൽസ് കണ്ടപ്പോൾ തന്നെ അവൾക്ക് ആളെ മനസ്സിലാക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ മുമ്പ് കൂടെ വർക്ക് ചെയ്തിരുന്നവർ മെസ്സേജ് കിം മരണവിവരം അറിഞ്ഞിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ദോങ്ജുവും അവനെ വിളിച്ച് വിവരം പറയുന്നുണ്ട്. അവൻ പറഞ്ഞ അങ്കിളും വിവരം അറിയുന്നു. ഫ്യൂണറൽ ഡ്യൂട്ടി ദോങ്ജുവിനായതുകൊണ്ട് തന്നെ കിം ആകെ കൺഫ്യൂഷനായിരിക്കുകയാണ്. മേക്കപ്പ് റൂമിൽ വെച്ച് ദോങ്ജു അവരെ കണ്ടപ്പോൾ കിമ്മിനെ മകൾക്ക് തന്നെ തിരികെ നൽകണമെന്ന ആഗ്രഹമാണ് അവർ അവളോട് പറഞ്ഞത്. അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് വിൻസെൻ്റ് അവിടെ എത്തിയിരുന്നത് അവൾ കണ്ടത്. കിം കുറച്ച് തിരക്കിലാണ്, വരാൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം ചുൻഹയോട് പറയുന്നതും അവൾ കേൾക്കുന്നു. എല്ലാവരും പോയ ശേഷം ദോങ്ജു അവളെ വിളിച്ചുകൊണ്ടുപോയി നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിച്ചിട്ടാണ് അന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് പോയത്. ബസ് സ്റ്റോപ്പിൽ തന്നെ കിം അവളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് നടക്കുന്ന കൂട്ടത്തിൽ എന്താണ് മരിപ്പിന് വരാതിരുന്നത്? ഞാൻ കാരണമാണോ? എന്നെ ഓർത്ത് വരാതിരിക്കരുത്. അങ്ങനെ ചെയ്താൽ നാളെ അതോർത്ത് തീർച്ചയായും ദുഃഖിക്കും. നിങ്ങൾ കുറേ കാലം ഡേറ്റ് ചെയ്തതല്ലേ, അതുകൊണ്ട് വരണം. പക്ഷെ അതിനപ്പുറം മറ്റൊന്നും നിങ്ങൾക്കിടയിൽ ഉണ്ടാകരുതെന്നും ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ അവൾ അവളോട് പറയുന്നു. കിമ്മിനെ മകൾക്ക് വിട്ടുകൊടുക്കണമെന്ന് ചുൻഹയുടെ അമ്മ അവളോട് ആവശ്യപ്പെട്ടെങ്കിലും എനിക്കതിന് കഴിയില്ല, ഞാനും അവനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവൾ അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാത്തത് കൊണ്ട് ഇത്തവണ ഡ്രീം ക്യാച്ചറിലെ നമ്പർ കുറയുന്നില്ല. ദോങ്ജു തലേന്ന് രാത്രി പറഞ്ഞതിനെക്കുറിച്ച് കുറെ ചിന്തിച്ച ശേഷം അവസാനം കിം ഫ്യൂണറലിൽ പോകാൻ തീരുമാനിക്കുന്നു. അവനെ കണ്ടതും അത്രയും നേരം കരയാതെ പിടിച്ചിരുന്ന ചുൻഹ കരയുന്നുണ്ട്. കിം അവളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കുന്നത് ദൂരെ നിന്ന് ദോങ്ജു കാണുന്നു. അത് കണ്ടു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. തനിച്ചൊരിടത്ത് മാറിയിരിക്കുമ്പോഴാണ് കിമ്മിൻ്റെ കൂടെ മുമ്പ് വർക്ക് ചെയ്തിരുന്ന അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയാമായിരുന്ന കുറേ ഡോക്ടേഴ്സ് അവർ തമ്മിൽ വീണ്ടും ഒരുമിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ദുരന്തങ്ങളാണ് ചിലരെ വീണ്ടും അടുപ്പിക്കുന്നതെന്ന് സംസാരിക്കുന്നതും അവൾ കേൾക്കുന്നു. അവനെ നഷ്ടപ്പെട്ടു പോകുമോ എന്നോർത്ത് അവളും വിഷമിക്കുന്നുണ്ട്. പക്ഷേ അന്ന് രാത്രി അവൾ ഡ്യൂട്ടി കഴിഞ്ഞെത്തിയപ്പോൾ മറ്റുള്ളവർ പറഞ്ഞതൊക്കെ കേട്ടതുപോലെ അതിനെക്കുറിച്ചൊന്നും നീ ചിന്തിക്കേണ്ട കാര്യമില്ല, നിന്നെ വിട്ട് ഞാൻ എങ്ങോട്ടും പോയില്ല, എനിക്ക് നിന്നെ മാത്രം മതി എന്നൊക്കെ കിം അവളോട് പറയുന്നുണ്ട്. അതോടെ അവളുടെ മനസ്സിൻ്റെ വിഷമമൊക്കെ മാറുന്നു. അടുത്ത ദിവസം അടക്കം കഴിഞ്ഞപ്പോൾ ചുൻഹ അമ്മയുടെ കല്ലറയ്ക്ക് മുന്നിലിരുന്ന് ഇനി ഞാൻ എന്നെ തന്നെ വേദനിപ്പിച്ചുകൊണ്ട് ജീവിക്കുകയില്ല, അതുകൊണ്ട് അമ്മ സമാധാനമായി പോയിക്കോ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അവൾ നല്ല ജീവിതം ജീവിക്കാമെന്ന് ഉറപ്പ് നൽകിയതോടെ അവളുടെ അമ്മ സമാധാനത്തോടെ മടങ്ങിയെന്ന് വേണം കരുതാൻ. കാരണം അതുവരെ മാറാതിരുന്ന ഡ്രീം ക്യാച്ചറിൽ നമ്പർ അതിനുശേഷം ഒന്ന് കുറയുന്നുണ്ട്. കിമ്മിൻ്റെ അനിയൻ ജോൻഹോയുടെ ഡെത്ത് ആനിവേഴ്സറി എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ്റെ മുത്തശ്ശി അവർ താമസിക്കുന്നിടത്തേക്ക് വരുന്നുണ്ട്. ദോങ്ജു ജോലിക്ക് പോകാനായി ഇറങ്ങിയപ്പോഴാണ് കയ്യിൽ കുറേ പാക്കറ്റുമായി നടക്കാൻ കഷ്ടപ്പെടുന്ന മുത്തശ്ശിയെ കണ്ടത്. അവൾ സഹായിക്കാനായി ഓടി അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കിം പുറത്തേക്ക് ഇറങ്ങി വന്നതും അവൻ്റെ മുത്തശ്ശിയാണെന്ന് അറിയുന്നതും. മുത്തശ്ശിയെ പരിചയപ്പെട്ടിട്ട് അവൾ ജോലിക്ക് പോകുന്നു. മകൻ ശരിക്കുള്ള പേര് മാറ്റി വിൻസെൻ്റ് എന്നാക്കിയതും ബിസിനസ് തുടങ്ങി ഇവിടെ പേരക്കുട്ടിയെ കൂടി ജോലി ചെയ്യിക്കുന്നതൊന്നും അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. വിൻസെൻറ്റിൻ്റെ മുടി വെട്ടിക്കളയാനും അവർ പറയുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ മുത്തശ്ശി കൂടി ദോങ്ജുവിനും കിമ്മിനും ഒപ്പം എക്സർസൈസ് ചെയ്യാനായി പോകുന്നുണ്ട്. അവിടെ വെച്ചാണ് അനിയൻ്റെ ആനിവേഴ്സറി വരുന്ന 9-ാം തീയതിയാണ്. അതിനുവേണ്ടിയാണ് മുത്തശ്ശി വന്നിരിക്കുന്നത്. അമ്മയും അച്ഛനും ഉടനെ എത്തും എന്നൊക്കെ കിം അവളോട് പറഞ്ഞത്. ഡേറ്റ് കേട്ടപ്പോൾ ദോങ്ജുവിന് ചെറിയ പരിചയം തോന്നുന്നുണ്ട്. അവൻ മുത്തശ്ശിക്ക് കുടിക്കാൻ വെള്ളം വാങ്ങാനായി പോയ സമയത്ത് മുത്തശ്ശി അവളുടെ അടുത്ത് ചെന്നിരുന്ന് സംസാരിക്കുന്നു. അവളോട് വിശേഷങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ അവളുടെ ജോലിയെപ്പറ്റിയും മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. ഫ്യൂണറൽ ഡയറക്ടറാണെന്നറിയപ്പോൾ ഇത്ര ചെറിയ പ്രായത്തിൽ ഇത്തരം ഹൊറിബിളായിട്ടുള്ള ജോലി ചെയ്യേണ്ട കാര്യമുണ്ടോ? അത് കളഞ്ഞിട്ട് മറ്റൊരു നല്ല ജോലി കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. കിമ്മിനോടും പഴയ ജോലിയിലേക്ക് മടങ്ങിപ്പോകാൻ പറയണം എന്നൊക്കെ മുത്തശ്ശി അവളോട് പറയുന്നുണ്ട്. ഒരു സ്ക്രൂ ഡ്രൈവർ തിരക്കി സോഹൻ ഈ സമയം വിൻസെന്റിന്റെ അടുത്ത് ചെന്നിരുന്നു. വിൻസെന്റ് എന്തോ ഭക്ഷണം ഉണ്ടായിക്കൊണ്ട് നിൽക്കുകയായിരുന്നതിനാൽ അവനോട് തന്നെ ഡ്രോയറിൽ നിന്ന് അത് എടുത്തോളാൻ വിൻസെന്റ് പറയുന്നു. ആ സമയത്ത് ഡ്രോയറിലിരുന്ന കുറച്ച് ഫോട്ടോസ് സോഹൻ എടുത്ത് നോക്കുന്നുണ്ട്. ഡോക്ടർ വേഷത്തിൽ നിൽക്കുന്ന കിമ്മിനെയും അവൻ്റെ കൂടെ നിൽക്കുന്ന ജോൻഹോയും കണ്ടപ്പോൾ അവൻ ശരിക്കും ഷോക്കാകുന്നു. സ്ക്രൂ ഡ്രൈവർ പോലും എടുക്കാൻ മറന്ന് തിരികെ പോകാൻ തുടങ്ങി അവനെ വിൻസെന്റ് പുറകിൽ നിന്ന് വിളിച്ചാണ് അത് നൽകിയത്. ജോൻഹോയുടെ മരണത്തിന് കാരണമായ വണ്ടി ഓടിച്ചിരുന്ന ഇപ്പോൾ കോമയ സ്റ്റേജിൽ കഴിയുന്ന ആ ഡ്രൈവർ സോഹന്റെ ബ്രദറാണ്. അതുകൊണ്ടാണ് അവൻ അത്രയ്ക്ക് ഷോക്കായി ഇവിടെ നിന്ന് പോയത്. മുത്തശ്ശിയും ദോങ്ജിയും സംസാരിച്ചിരിക്കുന്ന കൂട്ടത്തിലാണ് മുത്തശ്ശിയുടെ ഫോണിൽ വാൾപേപ്പറായി സെറ്റ് ചെയ്തിരിക്കുന്ന കിമ്മും ജോൻഹോയും കൂടി നിൽക്കുന്ന ഫോട്ടോ അവൾ കണ്ടത്. മുത്തശ്ശിയോട് ചോദിച്ചപ്പോഴാണ് അതാണ് അവൻ്റെ അനിയൻ എന്നറിയുന്നത്. ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു മുഖമായതുകൊണ്ട് ദോങ്ജുവിന് അത് വലിയ ഷോക്കായിരുന്നു. ആ സമയത്താണ് കിം വെള്ളവും വാങ്ങി മടങ്ങി വന്നത്. പെട്ടെന്ന് അവനെ ഫേസ് ചെയ്യാൻ കഴിയാത്തതിനാൽ മുത്തശ്ശിയോട് പറഞ്ഞിട്ട് അവൾ വേഗം ഓടന്ന് പോകുന്നു.
കിം പുറകിൽ നിന്ന് വിളിച്ചിട്ടും അവൾ നിൽക്കുന്നില്ല. അവൾക്ക് എന്ത് പറ്റിയതാണെന്ന് അവന് മനസ്സിലാക്കുന്നില്ല. മുത്തശ്ശി അവളുടെ ജോലിയെക്കുറിച്ച് ആ സമയത്ത് സൂചിപ്പിച്ചപ്പോൾ അവൻ കരുതിയത് അതിന്റെ പേരിൽ മുത്തശ്ശി അവളെ കുറ്റപ്പെടുത്തി കാണും. അതുകൊണ്ട് അവൾ വിഷമിച്ചു പോവുകയായിരിക്കും എന്നാണ്. ദോങ്ജുവിന്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ദിവസമായിരുന്നല്ലോ അവൾ ജോൻഹോയെ കണ്ടുമുട്ടിയത്. അതുകൊണ്ട് തന്നെ കിം അവളെ കൊണ്ട് പാസ്വേഡ് മാറ്റി സെറ്റ് ചെയ്യിച്ചപ്പോൾ അവൻ മരിച്ച ദിവസമാണ് അവൾ പാസ്വേഡ് സെറ്റ് ചെയ്തിരുന്നത്. അവൻ ബാക്കി വെച്ച് പോയ ആ മോതിരവും കയ്യിൽ പിടിച്ച് അവൾ കുറേ സമയം വിഷമിച്ചിരിക്കുന്നു. കിം അവളുടെ ഫോണിലേക്ക് കുറേ തവണ വിളിച്ചെങ്കിലും അവൾ അറ്റൻഡ് ചെയ്യുന്നില്ല. കുറേ കഴിഞ്ഞ് വൈകിട്ട് തമ്മിൽ കാണാം, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് അവൾ അവന് മെസ്സേജ് അയക്കുന്നു. സോഹനും ആകെ മൂഡ് ഓഫായി മുറിയിൽ കുത്തിയിരിക്കുകയായിരുന്നു. വൈകുന്നേരമാണ് അവൻ സ്ക്രൂ ഡ്രൈവർ തിരികെ കൊടുക്കാൻ ചെന്നത്. അത് തിരികെ വെക്കുന്ന കൂട്ടത്തിൽ അപ്പോൾ കണ്ടതുപോലെ ആ ഫോട്ടോ എടുത്ത് വിൻസെന്റിനെ കാണിച്ചിട്ട് കിം ഡോക്ടറായിരുന്നു എന്നവൻ ചോദിക്കുന്നു. വിൻസെന്റ് വേഗം ആ ഫോട്ടോ വാങ്ങി മാറ്റി വെച്ചിട്ടാണ് മറുപടി പറഞ്ഞത്. ഫോട്ടോയിൽ കൂടെയുള്ളത് അവൻ്റെ അനിയനാണ് എന്നും വിൻസെന്റ് പറഞ്ഞ് സോഹൻ അറിയുന്നു. പക്ഷേ ചേട്ടനാണ് വണ്ടി ഇടിച്ചതെന്നോ അപകട സ്ഥലത്ത് ഉണ്ടായിരുന്നുവെന്നോ ഒന്നും പറയാതെ സോഹൻ അവിടെ നിന്ന് പോകുന്നു. അന്ന് രാത്രി ദോങ്ജു കിമ്മിനെ കണ്ട് മുത്തശ്ശിയുടെ ഫോണിൽ ജോൻഹോയുടെ ഫോട്ടോ കണ്ട കാര്യം പറയുന്നു. അവനെ ഞാൻ കണ്ടിരുന്നു, പക്ഷെ അന്ന് പേടി കാരണം ഞാൻ അവനെ തനിച്ചാക്കി അവിടെ നിന്ന് ഓടിപ്പോയി എന്ന് പറഞ്ഞ് അവൾ കരയുന്നു. ജോലിക്കിടയിൽ ഒരു തവണ മാത്രമേ കുട്ടിയെ കണ്ടുമുട്ടിയിട്ടുള്ളൂ എന്ന് അവൾ മുമ്പ് പറഞ്ഞിരുന്നത് അവൻ അപ്പോൾ ഓർമ്മ വരുന്നു. ജോൻഹോ ആയിരുന്നത് എന്നറിഞ്ഞപ്പോൾ അവനും കരയാൻ തുടങ്ങുന്നു. അവൻ വളരെയധികം പേടിച്ചിരിക്കുകയായിരുന്നു. വേദനയുണ്ടായിരുന്നു എന്നൊക്കെ കരച്ചിലിടയിൽ അവൻ ചോദിക്കുന്നു. ജോൻഹോ ഏൽപ്പിച്ചിട്ട് പോയ ബോക്സ് ദോങ്ജു അവനെ ഏൽപ്പിക്കുന്നു. അത് കണ്ടപ്പോൾ അവൻ്റെ കരച്ചിൽ ഒന്നുകൂടി കൂടുന്നുണ്ട്. അവൾ കെട്ടിപ്പിടിച്ച് അവനെ ആശ്വസിപ്പിക്കുന്നു. പരസ്പരം ആശ്വസിപ്പിച്ച ശേഷമാണ് രണ്ടുപേരും മടങ്ങിയത്. കിമ്മിൻ്റെ അമ്മ മകൻ മരിച്ച ദുഃഖത്തിൽ നിന്ന് ഇതുവരെ മോചിതയായിട്ടില്ല. മകളെ ആ അവസ്ഥയിൽ കാണാൻ കഴിയാത്തതുകൊണ്ട് അവർ വരുന്നതിന് മുമ്പ് തന്നെ മുത്തശ്ശി മടങ്ങിപ്പോകുന്നു. പക്ഷേ ഫ്രിഡ്ജ് നിറയെ മകൾക്ക് വേണ്ടിയുള്ള ഫുഡ് റെഡിയാക്കി വെച്ചിട്ടാണ് അവർ പോയത്. ദോങ്ജു അന്ന് ജോലി കഴിഞ്ഞ് മടങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഫ്യൂണറൽ ഹോമിൽ അവൾക്കൊപ്പം ജോലി ചെയ്യുന്ന ഒരു ലേഡിയുടെ മകൾ അവരെ കാത്ത് പുറത്ത് വെയിറ്റ് ചെയ്യുന്നതും അവൾക്കരികിലേക്ക് ചെന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കുറച്ച് ഭക്ഷണം മകളെ ഏൽപ്പിക്കുന്നതൊക്കെ കണ്ടത്. വീട്ടിൽ കഴിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് വിശപ്പ് സഹിക്കാൻ വയ്യാതെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് മകൾ അവരോട് പറയുന്നതും അവൾ കേട്ടിരുന്നു. കുട്ടി ഭക്ഷണം വാങ്ങി പോയി കഴിഞ്ഞപ്പോഴാണ് കിം അവളെ കൂട്ടിക്കൊണ്ട് പോകാനായി എത്തിയത്. അവരോടൊപ്പം ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്ന കൂട്ടത്തിൽ ജോൻഹോയെ കണ്ട ദിവസം മോതിരം എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരനോട് ചോദിച്ചാൽ മതി എന്നവൻ പറഞ്ഞിരുന്നു എന്ന് ദോങ്ജു അവനോട് പറഞ്ഞത്. ഏത് പോലീസുകാരൻ്റെ കാര്യമാണ് പറയുന്നതെന്ന് കിമ്മിന് മനസ്സിലാക്കുന്നില്ല. പക്ഷേ അപകടം നടന്ന ശേഷം മരിക്കുന്നതിന് മുമ്പ് ജോൻഹോ ഏതോ പോലീസുകാരനെ കണ്ടിരുന്നു എന്ന് അവൻ ഊഹിക്കുന്നു. അന്ന് അങ്ങനെ ഒരാളെക്കുറിച്ച് പറഞ്ഞു കേട്ടതായി അവൻ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. ബസ്സിലിരിക്കുമ്പോഴും വീട്ടിൽ ചെന്ന ശേഷമൊക്കെ അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അടുത്ത ദിവസം ഉച്ചയ്ക്ക് ദോങ്ജു ലഞ്ച് കഴിക്കാൻ തുടങ്ങിയപ്പോൾ തലേന്ന് രാത്രി കണ്ട ആ കുട്ടി അവിടെ ഇരിക്കുന്നത് കണ്ട് അവളുടെ അമ്മയുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് പരിചയപ്പെട്ട് അവളെ കൂടി ഭക്ഷണം കഴിക്കാനായി കൂട്ടിക്കൊണ്ടുപോകുന്നു. യുൻസിയോൾ എന്നാണ് അവളുടെ പേര്. അവൾക്ക് കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ ഭക്ഷണമാണ് ദോങ്ജു വാങ്ങി നൽകിയത്. ഡാൻസ് കളിക്കാൻ വളരെ ഇഷ്ടമാണ്. വലുതാകുമ്പോൾ കേപ്പ് സ്റ്റാർ ആകണം എന്നാണ് ആഗ്രഹം എന്നൊക്കെ അവൾ ദോങ്ജുവിനോട് കഴിക്കുന്നിടയിൽ പറയുന്നുണ്ട്. ഈ സമയത്ത് കിമ്മിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എത്തുന്നു. ഭക്ഷണം കഴിച്ച ശേഷം സിയോൾ പറഞ്ഞ ഒരു ജ്യൂസും ദോങ്ജു വാങ്ങി നൽകുന്നു. ആദ്യമായിട്ടാണ് സിയോൾ ആ ഫുഡും ജ്യൂസും ഒക്കെ കഴിക്കുന്നത്. അമ്മയോട് ഇതിനെക്കുറിച്ച് പറയരുതെന്നും അവൾ ദോങ്ജുവിനോട് പറയുന്നുണ്ട്. ദോങ്ജുവിന് തിരികെ ഡ്യൂട്ടിക്ക് കയറാൻ സമയമായി എന്ന് പറഞ്ഞപ്പോൾ ഫോണിലൊരു വീഡിയോ എടുക്കുമോ എന്ന് അവൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അവൾ പറഞ്ഞതുപോലെ ഒരു ഇൻ്റർവ്യൂ പോലെ ദോങ്ജു അവളുടെ വീഡിയോ എടുക്കുന്നു. അതിൽ അവൾ ഡാൻസ് കളിക്കുന്നു. സോറ ഡ്യൂട്ടിയിൽ നിൽക്കുമ്പോഴാണ് ചീഫിൻ്റെ എക്സ് കുട്ടിയെ കൊണ്ട് ബാത്റൂമിൽ പോകാൻ ബുദ്ധിമുട്ടെന്ന് കണ്ടത്. കരയുന്ന കുഞ്ഞിനെ കുറച്ച് സമയത്തേക്ക് അവൾ വാങ്ങിപ്പിടിച്ച് അവരെ സഹായിക്കുന്നുണ്ട്. ദോങ്ജു സിയോളിൻ്റെ വീടിൻ്റെ അടുത്ത് വരെ അവളുടെ കൂടെ ചെല്ലുന്നു. എനിക്ക് നന്നായി പാടാനും അറിയാം, അതിൻ്റെ വീഡിയോ കൂടി ഒന്ന് എടുക്കുമോ എന്ന് സിയോൾ അവളോട് ചോദിച്ചിരുന്നു. ലഞ്ച് ടൈം കഴിയാനായതുകൊണ്ട് ഇന്ന് സമയമില്ല, അടുത്ത ആഴ്ച ഒരു ദിവസം വീഡിയോ എടുത്തു കൊടുക്കാം എന്ന് ഉറപ്പ് നൽകിയിട്ടാണ് അവൾ പോയത്. ജോൻഹോയുടെ ആക്സിഡന്റ് നടന്ന സമയത്ത് ഏതെങ്കിലും പോലീസുകാരൻ അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നോ എന്ന് കിം അച്ഛനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിനും അങ്ങനെയും ആരെയും അറിയില്ലായിരുന്നു. അടുക്കള ക്ലീൻ ചെയ്യുന്നതിനിടയിലാണ് അമ്മ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചിട്ട് പോരിയ ഭക്ഷണമൊക്കെ കിമ്മിൻ്റെ അമ്മ കണ്ടത്. അവരുടെ പ്രിയപ്പെട്ട ഐറ്റംസ് എല്ലാം അതിലുണ്ടായിരുന്നു. അമ്മയുടെ കരുതലോർത്ത് അവരുടെ കണ്ണു നിറയുന്നുണ്ട്. അന്നത്തെ ഡിന്നറിന് അവർ അതെല്ലാം വിളമ്പുന്നുമുണ്ട്. ജോൻഹോ മരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് അവർ എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അതിൻ്റെ സന്തോഷം എല്ലാവർക്കുമുണ്ട്. ദോങ്ജു ജോലി കഴിഞ്ഞ് വന്ന കിമ്മുമായി കുറച്ച് സമയം സംസാരിച്ചിരിക്കുന്നുണ്ട്. കുറേ കാലത്തിന് ശേഷം അച്ഛനെയും അമ്മയും കണ്ടതിനെക്കുറിച്ചൊക്കെ അവൾ ചോദിച്ചപ്പോൾ ജോൻഹോ മരിച്ചപ്പോൾ അവർക്ക് നഷ്ടമായത് ഒരു മകനെയല്ല, 2 മക്കളെയുമാണ്. അതിനുശേഷം ഇതുവരെ അവർക്കരികിലേക്ക് ഞാൻ പോയിട്ടില്ല. അന്ന് അവൻ്റെ ഡെഡ് ബോഡിക്ക് കൂട്ടിരിക്കാൻ പോലും ഞാൻ പോയില്ല എന്നൊക്കെ അവൻ വിഷമത്തോടെ പറയുന്നു. ഫ്യൂണറൽ ഹോമിൻ്റെ അടുത്ത് വരെ പോയിട്ട് അവൻ അകത്തേക്ക് കയറാതെ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് ചെയ്തത്. ശരിക്കും അവനെ തനിച്ചാക്കി പോയത് നീയല്ല, ഞാനാണെന്ന് പറഞ്ഞ് അവൻ കരയുന്നു. ദോങ്ജു ഓരോന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല നാളെ ജോൻഹോയുടെ മെമ്മോറിയൽ സ്ഥലത്ത് പോകുമ്പോൾ അവന് നൽകാനായി ഒരു സമ്മാനവും അവൾ അവനെ ഏൽപ്പിക്കുന്നു. ഇത് അവന് നൽകിയിട്ട് ജീവിച്ചിരിക്കുന്ന ഒരുപാട് പേർ ഇപ്പോഴും അവനെ ഓർക്കുന്നുണ്ട് എന്ന് പറയണം എന്നും അവൾ പറയുന്നു. മെമ്മോറിയൽ സ്ഥലത്തേക്ക് ഒരുമിച്ച് പോകാം എന്ന് അന്ന് രാത്രി അവൻ അമ്മയോട് പറയുന്നുണ്ട്. ഇതുവരെ അവർ 3 പേരും കൂടി ഒരുമിച്ച് അവിടെ പോയിട്ടില്ല. അവൻ കൂടെ ചെല്ലാം എന്ന് പറഞ്ഞത് അമ്മയ്ക്ക് വളരെയധികം സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ അവർ ഒരുമിച്ച് അടുത്ത ദിവസം ജോൻഹോയെ പോയി കാണുന്നു. അവനെ ഓർത്ത് എല്ലാവരും അവിടെ നിന്ന് കരയുന്നുണ്ട്. അടുത്തത് രാവിലെ അച്ഛനും അമ്മയും മടങ്ങിപ്പോകുന്നു. അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് സോഹൻ ഡ്യൂട്ടിക്ക് പോകാനായി ഇറങ്ങി വന്നത്. വിൻസെന്റ് അവരെ തമ്മിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. കിമ്മിൻ്റെ അച്ഛനും അമ്മയുമാണ് അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ജോലി തിരക്കുണ്ടെന്ന് പറഞ്ഞ് സോഹൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നു. അമ്മയും അച്ഛനും പോയ ശേഷം കിം പുറത്തെവിടെ പോയ കൂട്ടത്തിൽ
ഒരു കോട്ട് വാങ്ങിക്കൊണ്ട് സ്റ്റേഷനിൽ ചെന്ന് സോഹനെ കാണുന്നു. തണുപ്പ് തുടങ്ങിയതുകൊണ്ട് കുറച്ചുകൂടി കട്ടിയുള്ള ഡ്രസ്സ് ധരിക്കേണ്ട അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ് കിം ആ കോട്ട് അവന് നൽകുന്നു. സ്വന്തമെന്ന് പറയാൻ പ്രത്യേകിച്ച് ആരുമില്ലാത്ത സോഹൻ ആദ്യമായിട്ടാണ് ഒരാൾ അങ്ങനെ ഒരു സമ്മാനം നൽകുന്നത്. അതുകൊണ്ട് തന്നെ അത് അവൻ്റെ ഹൃദയത്തിൽ തൊടുന്നുണ്ട്. അവൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. അതിനുശേഷമാണ് ദോങ്ജുവിനെ എനിക്ക് ഇഷ്ടമാണ്, ഞങ്ങളിപ്പോൾ ഡേറ്റിങ്ങിലാണ്, ഇനിയും ഇത് നിന്നോട് തുറന്നു പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല, അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ വന്നതെന്ന് കിം പറയുന്നത്. പെട്ടെന്ന് കേട്ടപ്പോൾ സോഹൻ ആകെ വല്ലാതെയായെങ്കിലും അവനത് ഉൾക്കൊള്ളാൻ തയ്യാറാക്കുന്നു. കിം അവിടെ തിരികെ പോകാൻ തുടങ്ങുമ്പോഴാണ് സോഹൻ്റെ സീനിയറായിട്ടുള്ള ഓഫീസർ അവനെ കണ്ടത്. കിം മുമ്പ് ഹോസ്പിറ്റലിലെ എമർജൻസി റൂമിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ സ്ഥിരമായി പോകേണ്ടി വരുന്നതിനാൽ അദ്ദേഹത്തിന് അവനെ നേരത്തെ തന്നെ പരിചയമുണ്ട്. സംസാരിക്കുന്ന കൂട്ടത്തിലാണ് ജോൻഹോയുടെ കേസും അന്വേഷിച്ചത് അദ്ദേഹമാണെന്നറിഞ്ഞത്. ആകെ സമനില തെറ്റി നടന്നുകൊണ്ട് കിം അന്ന് അദ്ദേഹത്തെ കണ്ടിരുന്നില്ല. അന്ന് ജോൻഹോ ഇടിച്ച ഡ്രൈവർ മരിച്ചാൽ അതോടെ കേസ് തീരും എന്ന് അദ്ദേഹം പറഞ്ഞത് കിം അസ്വസ്ഥതയോടെയാണ് കേട്ടുനിന്നത്. അന്ന് രാത്രി മറ്റൊരു സംഭവം നടക്കുന്നുണ്ട്. ദാരിദ്ര്യം സഹിക്കുക വയ്യാതെ സിയോളിൻ്റെ അമ്മ അവളെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുന്നു. അവരുടെ ഫ്യൂണറലും ദോങ്ജുവിൻ്റെ കമ്പനിയിൽ തന്നെയായി. മേക്കപ്പ് റൂമിൽ വെച്ച് സിയോളിനെ കണ്ടപ്പോൾ അവർക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. താൻ മരിച്ചതാണെന്ന് സോൾ അറിഞ്ഞിട്ടില്ല. ഏതോ സ്വപ്നലോകത്തെത്തിപ്പെട്ടതുപോലെയാണ് അവൾക്ക് തോന്നിയത്. അതിൻ്റെ സന്തോഷത്തിലായിരുന്നു അവൾ ആദ്യം. അവിടെ ഇരിക്കുന്ന പോലെയുള്ള വില കൂടിയ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ അവൾ ആദ്യമായിട്ടാണ് കാണുന്നത്. മാത്രമല്ല ഡ്രസ്സ് കണ്ണടിയിൽ കണ്ടപ്പോൾ ഇത്ര ഭംഗിയുള്ള ഡ്രസ്സ് ഞാനിത് ആദ്യമായിട്ടാണ് ധരിക്കുന്നതെന്നും അവൾ പറയുന്നുണ്ട്. ഇത് സ്വപ്നമാണെങ്കിൽ ഈ സ്വപ്നത്തിൽ നിന്ന് തിരികെ പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ അവൾ പറഞ്ഞപ്പോൾ ദോങ്ജു സങ്കടം സഹിക്കും വയ്യാതെ അവളെ കെട്ടിപ്പിടിച്ച് കരയുന്നു. പിന്നീടാണ് അമ്മ ചെയ്ത കടുകയെ അവൾ അറിയുന്നത്. ആദ്യമൊന്നും മരിച്ചെന്ന് വിശ്വസിക്കാൻ അവൾ തയ്യാറാകുന്നില്ല. എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയുണ്ട്. എത്ര വിശന്നാലും എത്ര കാശില്ലെങ്കിലും അതൊക്കെ സഹിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് പോപ്പ് സ്റ്റാർ ആകണം. എനിക്കിപ്പോൾ മരിക്കണ്ട. എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കാൻ പറ്റുമെന്നൊക്കെ അവൾ കരഞ്ഞുകൊണ്ട് ദോങ്ജുവിനോട് ചോദിക്കുന്നു. അവളെ കെട്ടിപ്പിടിച്ച് കരയാൻ മാത്രമേ ദോങ്ജുവിന് കഴിഞ്ഞുള്ളൂ. ഇത്ര ചെറുപ്രായത്തിൽ ആ കുഞ്ഞിൻ്റെ മോഹങ്ങൾ തല്ലിക്കെടുത്തി എന്തിനാണെന്ന് അവളുടെ അമ്മയോട് ചോദിക്കണം എന്ന് കരുതി തന്നെയാണ് ദോങ്ജു അമ്മയുടെ അടുത്തെത്തിയത്. പക്ഷെ അവൾ തൊട്ടപ്പോൾ പതിവ് പോലെ അവർ ഉണർന്ന് എഴുന്നേൽക്കുന്നില്ല. അവൾ 3-4 തവണ ട്രൈ ചെയ്തിട്ടും ഒരത്ഭുതവും സംഭവിക്കുന്നില്ല. അങ്ങനെ ഒരു സംഭവം ആദ്യമായതുകൊണ്ട് അതിനെക്കുറിച്ച് ചോദിക്കാനായി അവൾ ഫാദറിൻ്റെ അടുത്ത് എത്തുന്നു. മരിച്ചവർക്ക് അവളെ കാണാൻ കഴിയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. സിയോളിൻ്റെ അമ്മയ്ക്ക് ആ ഭാഗ്യം കിട്ടാനുള്ള അർഹതയില്ലാത്തതുകൊണ്ടായിരിക്കണം അവർ ഉണരാഞ്ഞത്. പൊറുക്കാൻ കഴിയാത്ത 2 തെറ്റുകളാണ് അവൾ ചെയ്തത്. സ്വന്തം ജീവനെടുത്ത്, രണ്ടാമതായി മകളുടെ ജീവനും എടുത്തു. അങ്ങനെയുള്ള പാപികൾക്ക് നിന്നെ കാണാനുള്ള ഭാഗ്യം ദൈവം കൊടുക്കാതിരുന്നതാവും എന്ന് അദ്ദേഹം പറയുന്നു. തന്നെ കണ്ടുമുട്ടുന്ന ഒരു അനുഗ്രഹമാണെന്ന് ഫാദർ പറഞ്ഞത് ദോങ്ജു അംഗീകരിച്ചു കൊടുക്കുന്നില്ല. അവർ എന്നെ കാണുന്നുവെന്ന് കരുതി എനിക്ക് അവർക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. അവളുടെ വിഷമം കണ്ടു നിൽക്കാമെന്നല്ലാതെ സിയോളിന് വേണ്ടി എനിക്കൊന്നും ചെയ്യാനില്ല. ജോൻഹോയ്ക്ക് വേണ്ടിയും എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അന്ന് ഞാൻ അവനെ തനിച്ചാക്കി ആ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടാതിരുന്നെങ്കിൽ എനിക്ക് കിമ്മിനെ ആശ്വസിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ ജോൻഹോയിൽ നിന്ന് അറിയാൻ കഴിയുമായിരുന്നു എന്നൊക്കെ അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. സിയോളിന് വേണ്ടി ഒന്നും ചെയ്യാനില്ലാത്തത് അവളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. അവിടെ നിന്ന് മടങ്ങുന്ന വഴി മരിക്കുന്നതിൻ്റെ തലേദിവസം അവളുടെ ഫോണിലെടുത്ത സിയോളിൻ്റെ ഇൻ്റർവ്യൂവും ഡാൻസും അടങ്ങുന്ന വീഡിയോ അവൾ ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുന്നു. വളരെ പെട്ടെന്ന് തന്നെ അത് വൈറലാകുന്നുണ്ട്. ഒരു സിംഗർ ആകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ കാലവും എല്ലാവരും ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. മാത്രമല്ല ഒരുപാട് ക്യാഷ് സമ്പാദിച്ച് അമ്മയുടെ കഷ്ടപ്പാടൊക്കെ തീർത്തിട്ട് 100 വർഷത്തോളം അമ്മയ്ക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് ആഗ്രഹം എന്നൊക്കെ അവൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. ആഗ്രഹിച്ചതുപോലെ 100 വർഷം ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ ഒരൊറ്റ വീഡിയോയിലൂടെ രാജ്യം മുഴുവൻ അവളെ അറിയുന്നുണ്ട്. മനസ്സിലാ മനസ്സോടെ കരഞ്ഞുകൊണ്ട് വിറയ്ക്കുന്ന കാലുകളോടെയാണ് സിയോൾ പരലോകത്തേക്കുള്ള യാത്ര തുടങ്ങിയത്. എന്തായാലും ദോങ്ജുവിൻ്റെ ഡ്രീം ക്യാച്ചറിലെ നമ്പർ ഒന്നുകൂടി കുറയുന്നുണ്ട്. ഇനി വെറും 3 പേർ കൂടി മാത്രം. ആശുപത്രിയിൽ നിന്ന് അത്യാവശ്യമായി കോൾ വന്നതനുസരിച്ച് സോഹൻ ചേട്ടനെ കാണാനായി ഐസിയുവിന് മുന്നിലെത്തിയപ്പോഴാണ് എന്തോ ആവശ്യത്തിനായി ഹോസ്പിറ്റലിലെത്തിയ കിം അവനെ കണ്ടത്. ജോൻഹോയുടെ ആക്സിഡന്റ് കേസ് അന്വേഷിച്ച പോലീസുകാരനെ കിം സ്റ്റേഷനിൽ വെച്ച് വീട് കണ്ടിരുന്നില്ല. കോമയിൽ കിടക്കുന്ന അപകടത്തിന് കാരണക്കാരനായ ഡ്രൈവർ എപ്പോഴെങ്കിലും ഉണരുകയാണെങ്കിൽ എന്നെ ഒന്ന് വിവരം അറിയിക്കണമെന്ന് അവൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. അതനുസരിച്ച് അയാൾ കണ്ണു തുറന്നപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞതനുസരിച്ചാണ് കിം ഹോസ്പിറ്റലിലെത്തിയത്. അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിവരം അറിയിച്ചതനുസരിച്ചാണ് സോഹനും ആ സമയത്ത് അവിടെ എത്തിയിരുന്നത്. സോഹൻ അയാളുടെ ഗാർഡിയനാണെന്ന് അറിഞ്ഞ് കിം ശരിക്കും ഷോക്കാകുന്നുണ്ട്. പ്രതീക്ഷിക്കാതെ അവനെ അവിടെ വെച്ച് കണ്ടപ്പോൾ അതുവരെ മറച്ചു വെച്ചിരുന്ന രഹസ്യം മനസ്സിലാക്കുമല്ലോ എന്നോർത്ത് സോഹനും ആകെ ഷോക്കായെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവൻ കിമ്മിൻ്റെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കുന്നു. അപകടത്തിന് കാരണക്കാരനായ യുങ്ഷുൻ അവൻ്റെ ചേട്ടനാണെന്നറിയാതെ കിം ഒന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നു. സോഹന് കാര്യമൊക്കെ അറിയാമെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവൻ്റെ പുറകെ ഓടിച്ചെന്ന് അവനെ പിടിച്ചു നിർത്തിയിട്ട് നീ എന്താണ് ഇങ്ങനെയൊന്നും മിണ്ടാതെ പോകുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് അഭിനയിക്കുന്നുണ്ട്. യുങ്ഷൻ കാരണം കൊല്ലപ്പെട്ട ജോൻഹോ എൻ്റെ അനിയനാണ് എന്ന് മാത്രം പറഞ്ഞിട്ട് കിം അവിടെ നിന്ന് പോകുന്നു. വീട്ടിലെത്തിയപ്പോഴും അവൻ അതേ ഷോക്കിൽ തന്നെയായിരുന്നു. അവൻ്റെ ഇരിപ്പ് കണ്ട് വിവരം തിരക്കിയ വിൻസെന്റിനോടും അവൻ കാര്യം പറയുന്നു. അപ്പോഴേക്കും അവിടെ എത്തിയ സോഹൻ ചേട്ടൻ ചെയ്ത തെറ്റിന് അവരോട് മാപ്പ് ചോദിക്കുന്നു. മാത്രമല്ല അന്നത്തെ അപകടം സംഭവിച്ചത് എൻ്റെ തെറ്റുകൊണ്ടുകൂടിയാണ് എന്ന് പറഞ്ഞ് അന്നുണ്ടായ സംഭവം അവൻ അവരോട് പറയുന്നുണ്ട്. അപകടം നടന്ന ദിവസം അവൻ ചേട്ടനുമായി കണ്ടിരുന്നു. പഠനമൊക്കെ കഴിഞ്ഞ് പോലീസ് ഓഫീസറായി സോഹന് സെലക്ഷൻ കിട്ടിയ ദിവസമായിരുന്നു അന്ന്. അതിൻ്റെ സന്തോഷത്തിൽ അവൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ചേട്ടൻ അവൻ്റെ ഒപ്പം വരുന്ന ഒരുപാട് മദ്യപിക്കുന്നു. ആ സമയത്താണ് അവൻ പഠിച്ചിരുന്ന പോലീസ് അക്കാഡമിയിൽ നിന്ന് വിളിച്ചിട്ട് അവനെ ഇത്തവണത്തെ ടോപ്പ് സ്റ്റുഡൻ്റായി സെലക്ട് ചെയ്തിരിക്കുന്നു. അടുത്ത ആഴ്ച നടക്കുന്ന അവാർഡ് ദാന ചടങ്ങിൽ പ്രസംഗിക്കാനായി അവൻ എത്തണം എന്നറിയിക്കുന്നത്. ടോപ്പ് സ്റ്റുഡൻ്റായി സെലക്ഷൻ കിട്ടിയതിൻ്റെ സന്തോഷത്തിൻ്റെ ആഴം കൂട്ടുന്നതിനാൽ
ആഘോഷവും കുറെ കൂടി നന്നായി വേണമെന്ന് പറഞ്ഞ് ചേട്ടൻ അവനെ കൂടി മദ്യപിക്കാൻ നിർബന്ധിക്കുന്നു. അവൻ അപ്പോൾ ട്രാഫിക് പോലീസിൻ്റെ യൂണിഫോമിലായിരുന്നതിനാൽ ആരും ശ്രദ്ധിക്കാതിരിക്കാൻ ചേട്ടൻ അവനെ നിർബന്ധിപ്പിച്ച് കോട്ടും ധരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ആഘോഷമൊക്കെ കഴിഞ്ഞ് തിരികെ പോകാനായി ഇറങ്ങുമ്പോൾ സോഹൻ ബില്ലടിച്ചു വന്നപ്പോഴേക്കും ചേട്ടൻ മദ്യലഹരിയിൽ വണ്ടി എടുത്തുകൊണ്ട് പോയിരുന്നു. വണ്ടി പാർക്ക് ചെയ്തിരുന്ന ഡയറക്ഷൻ വെച്ച് അവൻ അന്വേഷിച്ച് ചെന്നപ്പോഴേക്കും അപകടം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. അന്ന് ചേട്ടന് വേണ്ടി സ്റ്റേഷനിൽ ഹാജരായതൊക്കെ അവനായിരുന്നു. അതുകൊണ്ടാണ് കേസ് അന്വേഷിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സോഹൻ സ്റ്റേഷനിൽ ജോയിൻ ചെയ്യാനായി ചെന്നപ്പോൾ അവനെ മുമ്പ് അവിടെ കണ്ടിട്ടുള്ളതായി പറഞ്ഞത്. അന്ന് അദ്ദേഹം അവനുമായി സംസാരിച്ചിരുന്നു. അപകടം നടന്ന സ്ഥലത്തെ CCTV റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയതിനാൽ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ അതിൽ കാര്യമായി പതിഞ്ഞിരുന്നില്ല. ചേട്ടൻ മരണമടഞ്ഞാൽ കേസ് ക്ലോസ് ആകും എന്ന് അദ്ദേഹം അന്ന് അവനെ അറിയിച്ചിരുന്നു. സോഹൻ മുട്ടുകുത്തിയിരുന്ന അവരോട് ക്ഷമ പറയുന്നുണ്ടെങ്കിലും എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ കിം അവനോടൊരു വാക്കുപോലും പറയാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. സിയോളിനെ യാത്രയാക്കിയതിൻ്റെ വിഷമം ദോങ്ജുവിനെ അന്ന് രാത്രിയായിട്ടും മാറിയിരുന്നില്ല. ആ വിഷമത്തോടെയാണ് അവൾ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയത്. അപ്പോഴാണ് സോറ അവളെ വന്ന് കണ്ട് കിമ്മിനെ ആശുപത്രിയിൽ വെച്ച് കണ്ട വിവരം പറഞ്ഞത്. കിം ICUവിന് മുന്നിലെത്തിയതും അവിടെ വെച്ച് സോഹനെ കടന്നുമൊക്കെ സോറ കണ്ടിരുന്നു. സോഹനെ അവൾക്കറിയില്ലെങ്കിലും യോങ്ഷുലിൻ്റെ ഗാർഡിയനെ കണ്ട് ആകെ ഷോക്കായാണ് കിം പോയത്. അവർക്ക് നേരത്തെ തമ്മിൽ അറിയാമായിരുന്നു എന്നാണ് തോന്നുന്നതെന്നൊക്കെ അവൾ ദോങ്ജുവിനോട് പറയുന്നു. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നി ദോങ്ജു അവൻ്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ട് വേഗം അവൻ എഴുതിച്ചു പോകുന്നു. കുറേ തവണ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നത്. അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവൻ നന്നായി കുടിച്ചിട്ടുണ്ട് എന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അവർ എപ്പോഴും പോകാറുള്ള തട്ടുകടയിൽ ഇരിപ്പുണ്ട് എന്നവൻ പറഞ്ഞതനുസരിച്ച് അവൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അത്യാവശ്യം നല്ല ഫോമിലായിരുന്നെങ്കിലും സോഹൻ യോങ്ഷലിൻ്റെ അനിയനാണ് എന്നുള്ള കാര്യം വിഷമത്തോടെ അവൻ അവളെ അറിയിക്കുന്നു. ബോധം പോകുന്നവരെ മദ്യപിച്ച് അവനെ അവസാനം വിൻസെന്റിനെ കൂടി വിളിച്ച് വരുത്തിയാണ് അവൾ വീട്ടിലെത്തിച്ചത്. അടുത്ത ദിവസം രാവിലെ കിം കൊണ്ടുവന്ന് പുറത്തിറങ്ങിയപ്പോൾ അവൻ സോഹന് വാങ്ങി നൽകിയ ആ കോട്ട് ഓഫീസിൻ്റെ മുന്നിലെ ഡോറിൽ തൂക്കിയിട്ടിരുന്നു. ക്ഷമ ചോദിച്ചുകൊണ്ട് അവിടെ താമസം മാറുകയാണെന്നൊരു കുറിപ്പും സോഹൻ അതിൽ എഴുതി വെച്ചിരുന്നു. കിം വന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അന്നത്തെ അപകടത്തിൻ്റെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. സിസ്റ്റത്തിൽ ചെക്ക് ചെയ്തപ്പോഴാണ് ആ വീഡിയോ എങ്ങനെയോ നഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന് അറിയുന്നത്. മുമ്പ് കമ്പ്യൂട്ടറിന് എന്തോ തകരാറ് സംഭവിച്ചപ്പോൾ നഷ്ടപ്പെട്ടതായിരിക്കാം എന്നവർ കരുതുന്നു. കഴിയുന്നത്രയും വേഗം അത് റീസ്റ്റോർ ചെയ്തിട്ട് അവനെ വിവരം അറിയിക്കാം എന്നവർ പറഞ്ഞിരിക്കുന്നു. ദോങ്ജുവിൻ്റെ ചീഫിൻ്റെ എക്സ്-ലവറുടെ കുട്ടി അസുഖം കൂടി അത് മരിക്കുന്നുണ്ട്. അവിടുത്തെ ഹോസ്പിറ്റലിൽ തന്നെ ആയതുകൊണ്ട് ഫ്യൂണറൽ അവരുടെ കമ്പനിക്ക് തന്നെയാണ് വന്നത്. കുഞ്ഞു മരിച്ചതിൻ്റെ വിഷമത്തിൽ അവർ ചീഫിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ അച്ഛൻ അവിടെ കയറി വന്ന് ചീഫിൻ്റെ ദൗർഭാഗ്യം കാരണമാണ് കുട്ടിക്ക് ഈ അവസ്ഥ വന്നതെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നു. എല്ലാവരും കൂടി ഇടപെട്ടാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് പിടിച്ചു മാറ്റിയത്. ആകെ മൂഡ് ഓഫായി തനിച്ചിരിക്കുന്ന ചീഫിൻ്റെ അടുത്ത് ദോങ്ജു കുറച്ചു നേരം ചെന്ന് സംസാരിക്കുന്നു. ഈ ജോലി തിരഞ്ഞെടുക്കുന്നതിന് പകരം മറ്റെന്തെങ്കിലും ജോലി തിരഞ്ഞെടുത്താൽ മതിയായിരുന്നു. പക്ഷെ വേറെ ഏത് ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സംതൃപ്തി ഈ ജോലി ചെയ്യുമ്പോൾ തോന്നാറുണ്ട് എന്നൊക്കെ അദ്ദേഹം അവളോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവൾക്കും ചീഫിനും കൂടി ജ്യൂസ് വാങ്ങിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണെന്ന് പറഞ്ഞ് സോറ അവൾക്ക് മെസ്സേജ് അയച്ചത്. കുട്ടി മരിച്ചതൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ പറ്റിയ സമയമല്ല, വരണ്ടെന്ന് ദോങ്ജു റിപ്ലൈ നൽകുന്നുണ്ട്. ചീഫ് കുഞ്ഞിനെ ധരിപ്പിക്കാനായി ഒരു ജാക്കറ്റൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന കുട്ടിയുടെ അമ്മയെ സമാധാനിപ്പിച്ചു. ഡ്രസ്സിംഗ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ സമയത്താണ് സോറ അവിടെ എത്തിയത്. അവൾ ശരിക്കും മൂഡ് ഓഫ് ആയി എന്ന് പറയണ്ടല്ലോ. ദോങ്ജുവിന് എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ കഴിയുന്നതിന് മുമ്പേ സോറ ജ്യൂസ് അവളെ പിടിച്ചേൽപ്പിച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. കിം CCTV ദൃശ്യങ്ങൾ അന്വേഷിച്ചു വന്ന വിവരം സോഹനും അറിയുന്നുണ്ട്. അന്ന് രാത്രി ദോങ്ജു റൂമിലേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് സോഹനെ കാണുന്നു. അവൻ ഇതൊരു താമസ സ്ഥലം റെഡിയായിട്ടില്ല എന്നവൾ ചോദിച്ചറിയുന്നുണ്ട്. കിം എന്തിനാണെന്ന് ആശുപത്രിയിൽ വന്നതെന്ന് അവൾക്ക് അറിയാമോ എന്ന് അവൻ അവളോട് ചോദിക്കുന്നുണ്ട്. അറിയില്ല എന്ന് മനസ്സിലായപ്പോൾ അവൻ പെട്ടെന്ന് വിഷയം മാറ്റി അവളോട് യാത്ര പറഞ്ഞു പോകുന്നു. അടുത്ത ദിവസം കിം ഗ്രീൻ മദറിൻ്റെ ഡ്യൂട്ടിക്ക് നിൽക്കുമ്പോൾ അവിടെ അടുത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയ സോഹനെ ദൂരെ നിന്ന് കാണുന്നുണ്ട്. അന്ന് തന്നെ കിം നേരിട്ട് പോയി അവനെ കണ്ട് സംസാരിക്കുന്നു. ചേട്ടൻ ചെയ്ത തെറ്റിന് സോഹൻ ഇപ്പോഴും കുറ്റബോധത്തോടെ ഒരുപാട് തവണ മാപ്പ് ചോദിക്കുന്നുണ്ട്. സ്വന്തമായി ആരുമില്ലാത്ത അവനെ സ്വന്തം സഹോദരനെ പോലെ സ്നേഹിച്ചവരാണല്ലോ കിമ്മും വിൻസെൻറ്റും. അവരുടെ കുടുംബത്തോട് ഇങ്ങനൊരു ദ്രോഹം ചെയ്യേണ്ടി വന്നത് പറഞ്ഞാണ് അവൻ വിഷമിച്ചത്. അപകടം നടന്ന സ്ഥലത്ത് അവൻ ചെന്നപ്പോൾ ജോൻഹോ അവനോട് എന്തെങ്കിലും പറഞ്ഞിരുന്നെന്ന് കിം അവനോട് ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ രക്ഷിക്കണമെന്ന് ജോൻഹോ അവൻ്റെ കാലിൽ പിടിച്ച് കുറേ തവണ അപേക്ഷിച്ചതാണ്. പക്ഷെ ഒന്നും പറഞ്ഞില്ല. കുറച്ചുകൂടി മുമ്പേ അവിടെ എത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ അവനെ രക്ഷിക്കാൻ കഴിഞ്ഞേനെന്ന് സോഹൻ കള്ളം പറയുന്നു. എന്തായാലും കിം അതൊക്കെ വിശ്വസിക്കുന്നുണ്ട്. മാത്രമല്ല അവനെ തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു. അവൻ ചെയ്തത് നല്ലൊരു കാര്യമാണെന്ന് പറഞ്ഞ് ദോങ്ജു അന്ന് രാത്രി അവനെ അഭിനന്ദിക്കുന്നുണ്ട്. അടുത്ത ദിവസം സോറ കിമ്മിൻ്റെ ഓഫീസിലെത്തി ദോങ്ജു അറിയാതെ ഒരു ജോലി ചെയ്യാൻ ഏൽപ്പിക്കുന്നുണ്ട്. അന്നാണ് ചീഫിൻ്റെ എക്സ്-ലവറുടെ കുട്ടിയുടെ അടക്കം. ചീഫിനെയാണ് കുഞ്ഞിനെ അവസാനമായി ഒരുക്കിയത്. കുഞ്ഞിൻ്റെ അമ്മയും മുത്തശ്ശനുമൊക്കെ കരഞ്ഞുകൊണ്ട് അടുത്ത് നിൽപ്പുണ്ട്. അടക്കമൊക്കെ കഴിഞ്ഞ് സെമിത്തേരിയിൽ നിന്ന് തിരികെ എത്തിയപ്പോൾ ഓരോരുത്തരായി ചീഫിൻ്റെ അടുത്തെത്തി നന്ദി പറഞ്ഞു പോകുന്നു. കുട്ടിയുടെ അമ്മയ്ക്ക് നൽകാനായി ചീഫ് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്ന കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോ ദോങ്ജു അവൾക്ക് സമ്മാനിക്കുന്നുണ്ട്. അവർക്ക് പുറകെ വണ്ടിയിൽ ഇറങ്ങി വന്ന അവരുടെ അച്ഛൻ ആദ്യമായി ചീഫിൻ്റെ കയ്യിൽ പിടിച്ച് അദ്ദേഹത്തോട് നന്ദി അറിയിക്കുന്നു. അദ്ദേഹം ചെയ്യുന്ന ജോലിയുടെ മഹത്വം ഇപ്പോഴെങ്കിലും അച്ഛന് ബോധ്യപ്പെട്ട് കാണണം. ചീഫിൻ്റെ മനസ്സിലെ ഭാരവും അതോടെ കുറച്ച് കുറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കിം അദ്ദേഹത്തെ ഫോൺ വിളിച്ച് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് സോറ നൽകിയ ഗിഫ്റ്റ് ഏൽപ്പിക്കുന്നത്. ദോങ്ജു അറിയരുത് എന്ന് അവൻ അദ്ദേഹത്തോട് പ്രത്യേകം പറയുന്നുണ്ട്. 2 കുഞ്ഞു ഗ്ലൗസ് ആയിരുന്നു അതിനുള്ളിൽ. അന്ന് തന്നെ മറ്റൊരു മരണം കൂടി നടക്കുന്നുണ്ട്. കോമയിലായിരുന്ന സോഹൻ്റെ ചേട്ടൻ മരിക്കുന്നു. സോഹൻ തന്നെയാണ് കരഞ്ഞുകൊണ്ട് കിമ്മിനെ വിളിച്ച് വിവരം പറഞ്ഞത്.
കിം ഉടനെ തന്നെ ഫ്യൂണറൽ ഹോമിലെത്തുന്നു. ദോങ്ജുവിന് അയാളെ കാണാൻ കഴിഞ്ഞേക്കും എന്നുള്ള പ്രതീക്ഷയിൽ അയാളൊരു കാര്യം ചോദിക്കാൻ പറ്റുമോ എന്ന് അവൻ അവളോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ആരെങ്കിലും കൊന്നവരെയോ ആത്മഹത്യ ചെയ്തവരെയോ കാണാൻ കഴിയില്ല എന്നവൾ അറിയിച്ചപ്പോൾ അവനാകെ നിരാശനാകുന്നു. പക്ഷേ അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൾ തൊട്ടപ്പോൾ യോങ്ഷൻ മേക്കപ്പ് മുറിയിൽ വെച്ച് ഉണർന്നെഴുന്നേൽക്കുന്നു. അതോടെ അയാളല്ല ജോൻഹോയെ കൊന്നത് എന്ന് അവൾക്ക് ഉറപ്പാകുന്നു. പക്ഷെ അവൾ എത്ര തവണ ചോദിച്ചിട്ടും ആരാണ് അവൻ്റെ മരണത്തിന് ഉത്തരവാദി എന്ന് പറയാൻ അയാൾ തയ്യാറാകുന്നില്ല. യഥാർത്ഥ കുറ്റവാളിയെ രക്ഷപ്പെടാൻ സഹായിക്കുന്നത് ജോൻഹോയുടെ കുടുംബത്തോട് ചെയ്യുന്ന ക്രൂരതയാണ്. ആരാണ് ശരിക്കും അപകടത്തിന് കാരണക്കാരൻ എന്നൊക്കെ അവൾ പലതവണ മാറിയും തിരിഞ്ഞ് ചോദിച്ചിട്ടും അയാൾ പറയാൻ തയ്യാറാകുന്നില്ല. അച്ഛനെ കൊല്ലാൻ വരെ ശ്രമിച്ചിട്ടുള്ള എനിക്ക് ഈ ഒരു ക്രൂരതയും കൂടി എൻ്റെ പേരോട് ചേർന്ന് കിടക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. ഞാൻ ആരോടും മാപ്പ് ചോദിക്കാൻ പോകുന്നില്ല. ഞാൻ തന്നെയാണ് അവനെ കൊന്നത് എന്ന് തന്നെ അയാൾ വീണ്ടും വീണ്ടും പറയുന്നു. അവൾക്ക് പറ്റുമെങ്കിൽ കുറച്ച് സിഗരറ്റ് വാങ്ങി നൽകാനും അയാൾ പറയുന്നുണ്ട്. അവിടെ നിന്ന് പുറത്തെത്തിയ ദോങ്ജു അപ്പോഴും അവിടെ കാത്തിരിപ്പുണ്ടായിരുന്ന കിമ്മിനോട് അയാളെ കണ്ടുവരാൻ പറയുന്നു. സംഭവിച്ച തെറ്റിന് അയാൾ ഒരുപാട് തവണ ക്ഷമ ചോദിച്ചു എന്നവൾ അവനോട് കള്ളം പറയേണ്ടി വരുന്നു. അവൾക്ക് അയാളെ കാണാൻ കഴിഞ്ഞതിനും അങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞതിനുമൊക്കെ അവൻ അവളോട് പ്രത്യേകം നന്ദി പറയുന്നു. അവർ ഒരുമിച്ച് നിന്ന് സംസാരിക്കുന്നത് കുറച്ച് ദൂരെ നിന്ന് സോഹൻ കാണുന്നുണ്ട്. ആ സമയത്ത് അവൻ അപകടം നടന്ന ദിവസത്തെ സംഭവം ഒരിക്കൽ കൂടി ഓർക്കുന്നു. അവൻ നേരത്തെ കിമ്മിനോട് ഒക്കെ പറഞ്ഞത് കള്ളമായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലാകും. ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ചേട്ടൻ വണ്ടിയും എടുത്ത് പോയിരുന്നു എന്നാണല്ലോ അവൻ പറഞ്ഞത്. സത്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. ആ സമയത്ത് യോങ്ഷനിൽ കൂടെ ജോലി ചെയ്യുന്ന മിൻയങ് എന്തോ ആവശ്യത്തിന് അയാളുടെ ട്രക്കിൻ്റെ രജിസ്ട്രേഷൻ ഫോമിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാൻ അയാൾക്ക് മെസ്സേജ് അയക്കുന്നു. കുടിച്ച് ലെവൽ തെറ്റിയിരുന്നതിനാൽ അയാൾക്ക് മര്യാദയ്ക്ക് ഫോട്ടോ എടുക്കാനോ റിപ്ലൈ നൽകാനോ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അവിടെത്തി സോഹൻ അമിതമായി മദ്യപിച്ചിട്ടും ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുന്നതിന് അയാളെ വഴക്ക് പറയുന്നു. അതിൻ്റെ പേരിൽ അവർ തമ്മിൽ ചെറിയൊരു കലഹം തന്നെ നടക്കുന്നുണ്ട്. സോഹൻ ചേട്ടനെ ബലമായി പിടിച്ച് പുറത്തിറക്കുകയും ദേഷ്യത്തിൽ അയാൾ അവനെ തല്ലുകയും ചെയ്യുന്നു. എന്നാലും അതൊക്കെ ക്ഷമിച്ച് അവൻ വീണ്ടും അയാളെ വണ്ടിക്കുള്ളിൽ കയറ്റി ഇരുത്തിയിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുന്നു. സൈഡ് സീറ്റിൽ ഇരുന്നു കൊണ്ടാണ് രജിസ്ട്രേഷൻ്റെ ഫോട്ടോ എടുത്ത് അയാൾ മിൻയോങ്ങിന് അയച്ചു കൊടുത്തത്. യങ്ഷലിന് മിൻയോങ്ങിനോട് സഹപ്രവർത്തക എന്നതിൽ കൂടുതൽ ഒരു ഇഷ്ടമുണ്ട്. പക്ഷേ ജീവിതത്തിൽ പ്രത്യേകിച്ചൊന്നും നേടാൻ കഴിയാതെ ഇങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് അയാൾക്ക് അതുമായി മുന്നോട്ട് പോകാനുള്ള ധൈര്യമില്ല. നിന്നെപ്പോലെ മികച്ച ഒരു പോലീസ് ഓഫീസർ ആകണമെന്ന് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നീ കാരണം അതൊന്നും നടന്നില്ല എന്ന് പറഞ്ഞ അയാൾ ആ സമയത്ത് അവനോട് വഴക്കുണ്ടാക്കുന്നുണ്ട്. അതുമാത്രമല്ല അവരുടെ അച്ഛനോട് സോഹന് എന്തോ വ്യക്തിവൈരാഗ്യം ഉണ്ട് എന്നും അവരുടെ സംസാരത്തിൽ നിന്നും മനസ്സിലാകും. സോഹൻ വണ്ടി ഓടിക്കുന്നതിനിടയിലും നീ കാരണം കഴിഞ്ഞ 20 വർഷങ്ങളായി ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ നശിച്ച രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ചേട്ടൻ അവനോട് വഴക്കുണ്ടാക്കുന്നു. ചേട്ടന് മറുപടി നൽകാനായി അവൻ്റെ ശ്രദ്ധ തെറ്റിയ സമയത്താണ് വണ്ടി ജോൻഹോയെ ഇടിച്ചത്. സത്യത്തിൽ ആ വണ്ടി ഓടിച്ചിരുന്നത് സോഹനാണ്. അതുകൊണ്ടാണ് നിരപരാധിയായ അവൻ്റെ ചേട്ടനെ ദോങ്ജുവിന് കാണാൻ കഴിഞ്ഞത്. അന്നത്തെ കേസ് അന്വേഷിച്ചിരുന്ന പോലീസ് ഓഫീസർ അന്ന് സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ അതുപോലെ അപകടം സംഭവിച്ച ഒരു ഡ്രൈവറുടെ അന്യം നിന്ന് ചേട്ടന് വേണ്ടി ക്ഷമ പറയുന്നത് കണ്ടപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ നിന്ന് ക്ഷമ പറഞ്ഞ സോഹനെ അദ്ദേഹത്തിന് ഓർമ്മ വന്നത്. പക്ഷേ ജോയിൻ ചെയ്യാൻ വന്ന ദിവസം നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവൻ ഓർമ്മയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അപ്പോൾ ഓർക്കുന്നു. അകത്തു നിന്ന് സോഹനെ അന്വേഷിച്ചപ്പോഴാണ് അവൻ ലീവിലാണ് എന്നറിഞ്ഞത്. പക്ഷേ ലീവിൻ്റെ കാരണം എന്താണെന്ന് അവിടെ ആർക്കും അറിയില്ല. മനസ്സിൽ തോന്നിയ ആൾ അവൻ തന്നെയാണോ എന്ന് പഴയ കേസ് ഫയൽ എടുത്ത് പരിശോധിച്ച് അദ്ദേഹം ഉറപ്പിക്കുന്നുണ്ട്. യോങ്ഷോൾ മരിച്ചത് അദ്ദേഹവും അറിഞ്ഞതിനാൽ അവൻ അടക്കത്തിന് തന്നെ പോയതായിരിക്കും എന്ന് അദ്ദേഹം ഊഹിക്കുന്നു. യോങ്ഷോൾ ഒരാളെ കൊന്നിട്ടും എന്തുകൊണ്ടാണ് അയാളെ കാണാൻ കഴിയുമെന്നറിയാനായി ദോങ്ജു അന്ന് ഫാദറിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. പക്ഷേ ഫാദറിനും അവളുടെ സംശയത്തിന് ശരിയായ ഉത്തരം നൽകാൻ കഴിയുന്നില്ല. അവൾ തിരികെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു ലേഡി അവിടെ എത്തിയത്. ബുക്കിൽ മിൻയങ് എന്ന് അവർ പേരെഴുന്ന് കണ്ടപ്പോൾ യോങ്ഷോൾ എഴുന്നേറ്റ ഉടനെ അവളുടെ പേര് പറഞ്ഞിരുന്നതായും അവളുടെ വിവാഹം കഴിഞ്ഞൊന്നറിയില്ല എന്ന് പറഞ്ഞതായും അവൾ ഓർമ്മിക്കുന്നുണ്ട്. അവർ പൂക്കളൊക്കെ വെച്ച ശേഷം ഭക്ഷണം കഴിക്കുന്നിടത്ത് പോയിരുന്ന് വൈൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളും അടുത്തു ചെന്നിരുന്ന് അവരോട് സംസാരിക്കുന്ന കൂട്ടത്തിലാണ് അപകടം നടക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് വണ്ടിയുടെ രജിസ്ട്രേഷൻ ഫോമിൻ്റെ ഫോട്ടോ അയച്ചു തരാൻ ആവശ്യപ്പെട്ടതിനെക്കുറിച്ച് അവർ പറയുന്നത്. ആ സമയത്ത് മറുപടിയായി വെറുതെ കുറേ അക്ഷരങ്ങൾ വന്നപ്പോൾ അവൻ കുടിച്ച് ലെവലില്ലാതെ ഇരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നെങ്കിൽ അവനോട് വണ്ടി നിർത്തിയ ശേഷം ഫോട്ടോ എടുത്ത് അയച്ചു തന്നാൽ മതി എന്ന് ഞാൻ പറയുമായിരുന്നു. എൻ്റെ തെറ്റുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നൊക്കെ അവർ കരഞ്ഞുകൊണ്ട് പറയുന്നു. അപ്പോഴേക്ക് സോഹൻ അവരുടെ അടുത്തേക്ക് വരുന്നതിനാൽ ദോങ്ജു സംസാരം മതിയാക്കി എഴുന്നേറ്റ് പോകുന്നു. ഫോട്ടോയെക്കുറിച്ച് കൂടുതൽ ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ സോഹൻ വന്നുകൊണ്ട് അവൾ മതിയാക്കിയതാണ്. യങ്ഷൽ മരിച്ചവരെ കിം അന്ന് രാത്രി അച്ഛനെയും അമ്മയും വിളിച്ച് അറിയിക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ ദോങ്ജു ജോലിക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ കിം അവളെ കൊണ്ടുവിടാനായി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ വണ്ടിയിൽ കയറി പോയ പുറകിലാണ് അത് കണ്ടുകൊണ്ട് ദോങ്ജുവിൻ്റെ അച്ഛൻ അവിടെ എത്തിയത്. വിൻസെൻ്റ് പുറത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നതിനാൽ അവനോടാണ് അദ്ദേഹം അവരെക്കുറിച്ച് ചോദിച്ചത്. ദോങ്ജുവിൻ്റെ അച്ഛനാണെന്ന് അറിഞ്ഞപ്പോൾ വിൻസെൻ്റ് അദ്ദേഹത്തെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി സംസാരിക്കുന്നു. കിമ്മിനെ കണ്ട് അവൾക്ക് നൽകാൻ കുറച്ച് സൈഡ് ഡിഷസ് ഒക്കെ റെഡിയാക്കിയിട്ടായിരുന്നു അദ്ദേഹം വന്നത്. ദോങ്ജു അവിടെയാണ് താമസിക്കുന്നതെന്നോ അവളുടെ ജോലിയെക്കുറിച്ചോ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല എന്ന് വിൻസെന്റിന് മനസ്സിലാക്കുന്നു. അതനുസരിച്ചാണ് അവൻ സംസാരിച്ചെങ്കിലും അവൾ എന്തിനാണ് രാവിലെ അവിടേക്ക് വന്നതെന്ന് ചോദ്യത്തിന് അവൻ ഉത്തരം നൽകേണ്ടി വരുന്നു. അവസാനം അവർ തമ്മിൽ റിലേഷൻഷിപ്പിലാണ്. അതുകൊണ്ട് കിമ്മിനെ കാണാൻ വേണ്ടിയിട്ടാണ് ദോങ്ജു പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് രാവിലെ അവിടെ വരെ വന്നത് എന്നവന് കള്ളം പറയേണ്ടി വരുന്നു. അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് കേട്ടപ്പോൾ ഒന്ന് ഷോക്കായെങ്കിലും അദ്ദേഹം അതിൽ എതിർപ്പൊന്നും പറയുന്നില്ല. ആ ഡിഷസ് അവർക്ക് നൽകണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം പോയത്. അന്ന് യങ്ഷലിൻ്റെ ആശ്വാസം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വയ്ക്കാൻ അയാൾ ആവശ്യപ്പെട്ട സിഗരറ്റ് ദോങ്ജു കരുതിയിരുന്നു.
അത് സോഹനെ ഏൽപ്പിച്ചപ്പോൾ ചേട്ടന് ഇഷ്ടമുള്ള ആ ബ്രാൻഡിനെ കുറിച്ച് അവൾക്ക് എങ്ങനെ അറിയാം, അങ്ങനെ ഒരു ശീലമുണ്ടെന്ന് അവൾക്ക് എങ്ങനെ അറിയാം എന്നൊക്കെ അവൻ സംശയം ചോദിച്ചെങ്കിലും വ്യക്തമായ ഉത്തരം നൽകാതെ അവൾ ഒഴിഞ്ഞു മാറുന്നു. സോറ അന്ന് ലഞ്ച് കഴിക്കാനായി ഇറങ്ങിയപ്പോൾ ചീഫിന്റെ മുന്നിൽ ചെന്ന് വിടുന്നുണ്ട്. അദ്ദേഹത്തെ കാണാൻ കൂടിയാണ് അവൾ ആ വഴിക്ക് വന്നത്. അദ്ദേഹത്തെ കാണുക എന്ന അന്നത്തെ ജോലി കഴിഞ്ഞതുകൊണ്ട് ഉടനെ തന്നെ മടങ്ങിപ്പോവുകയാണെന്ന് പറഞ്ഞ് അവൾ പോകാൻ തുടങ്ങിയപ്പോൾ മുമ്പ് കുഞ്ഞിനുള്ള ഗ്ലൗസ് നൽകിയതിന് ചീഫ് അവൾക്ക് നന്ദി പറയുന്നു. മാത്രമല്ല എപ്പോഴെങ്കിലും ഒരുമിച്ചൊരു കോഫി കുടിക്കാം എന്ന് പറഞ്ഞ് ക്ഷണിക്കുന്നുമുണ്ട്. അതുവരെ മൂഡ് ഓഫായി സംശയിക്കുന്ന സോറയുടെ മുഖത്ത് പെട്ടെന്ന് ലൈറ്റ് തെളിഞ്ഞതുപോലെയാണ് ചിരി വിടുന്നത്. ഇപ്പോൾ തന്നെ കോഫി കുടിക്കാമെന്ന് പറഞ്ഞ് അവൾ അദ്ദേഹത്തെയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ലഞ്ച് കഴിക്കാനായി വിളിച്ചു വരുത്തിയ കൂട്ടുകാരി എതിരെ വന്നിട്ട് പോലും അവൾ കണ്ട ഭാവം നടിക്കുന്നില്ല. അടക്കത്തിൽ പങ്കെടുക്കാൻ വന്നിരുന്ന മിൻയോങ്ങിനോട് ദോങ്ജു ആ ഫോട്ടോയെക്കുറിച്ച് വീണ്ടും ചോദിക്കുന്നുണ്ട്. അതൊന്ന് കാണിക്കുമോ എന്ന് അവൾ ആവശ്യപ്പെട്ടെങ്കിലും അവരുടെ പഴയ ഫോണിലാണ് അതുള്ളത്. വീട്ടിൽ ചെന്ന് അയച്ചു തരാമെന്ന് പറഞ്ഞ് അവർ അവളുടെ നമ്പർ വാങ്ങുന്നു. അവർ പരസ്പരം നമ്പർ നൽകുന്നത് സോഹൻ കുറച്ച് പുറകിൽ നിന്ന് കാണുന്നുണ്ട്. ദോങ്ജു മെമ്മറി സ്ഥലത്ത് വെക്കാൻ സിഗരറ്റ് നൽകിയതും ഇപ്പോൾ മിൻയോങ്ങിന്റെ നമ്പർ വാങ്ങുന്നതുമൊക്കെ അവൻ്റെ മനസ്സിൽ എന്തൊക്കെ സംശയങ്ങൾ ഉണ്ടാക്കുന്നു. അവിടെ നിന്ന് പോയിട്ടും അവൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന അന്ന് രാത്രി മിൻയോങ്ങിന്റെ മെസ്സേജ് പ്രതീക്ഷിച്ച് ആകാംക്ഷയോടെ ഇരിക്കുകയാണ് ദോങ്ജു. അന്ന് ആ ഫോട്ടോ പോലീസിനെ കാണിച്ചിട്ടും അത് തെളിവായി ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് അവർ പറഞ്ഞത് എന്ന് മിൻയോങ് അവളോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ആകാംക്ഷ ഒന്നുകൂടി കൂടിയിരുന്നു. ഇടയ്ക്കിടെ ഫോൺ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കിം അവളെ ഭക്ഷണം കഴിക്കാനായി വിളിച്ചത്. അവളുടെ അച്ഛൻ കൊണ്ടുവന്നിരുന്ന ഫുഡ് അവളെ കൂടി കഴിപ്പിക്കാൻ വേണ്ടി വിൻസെന്റാണ് അവനെ കൊണ്ട് വിളിപ്പിച്ചത്. പക്ഷെ അവിടെ വന്ന വിവരം അവരോട് പറയരുത് എന്ന് പറഞ്ഞത് കൊണ്ട് സ്വന്തമായി ഉണ്ടാക്കിയതാണ് എന്നാണ് അവൻ പറഞ്ഞത്. അവരുടെ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞ കാര്യവും അവരോട് പറയരുത്, അവർ ഇങ്ങോട്ട് പറയുന്നതുവരെ ഞാൻ അറിഞ്ഞതായി ഭാവിക്കില്ല എന്നും അദ്ദേഹം അവനോട് പറഞ്ഞിരുന്നു. വിൻസെന്റ് പറഞ്ഞില്ലെങ്കിലും ടേസ്റ്റ് ചെയ്തപ്പോൾ അച്ഛനുണ്ടാക്കുന്ന അതേ ഫുഡിന്റെ ടേസ്റ്റ് ആണല്ലോ എന്ന് ദോങ്ജു പറയുന്നുണ്ട്. വിൻസെന്റ് എന്തൊക്കെയോ പറഞ്ഞ് തൽക്കാലം സംശയമൊക്കെ തീർക്കുന്നു. ഭക്ഷണം കഴിക്കുന്നിടയിൽ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് എപ്പോഴാണ് അച്ഛനോട് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവൻ അവരോട് ചോദിക്കുന്നു. ഇതുവരെ അവനോട് പോലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലാത്തതിനാൽ രണ്ടുപേരും ഒന്ന് ഞെട്ടുന്നുണ്ട്. അങ്കിൾ ഇതെങ്ങനെ അറിഞ്ഞു എന്ന് കിം ചോദിക്കുന്നു. ഞാനത് പൊട്ടനാണെന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത് എന്ന് വിൻസെന്റ് തിരിച്ചു ചോദിക്കുന്നുണ്ട്. അച്ഛനോട് പറയുന്നതിനെക്കുറിച്ച് കുറെ കൂടി കഴിഞ്ഞിട്ട് ആലോചിക്കാമെന്നാണ് രണ്ടുപേരും പറഞ്ഞത്. അന്ന് രാത്രി അച്ഛൻ ദോങ്ജുവിനെ വിളിച്ച് സംസാരിച്ചെങ്കിലും അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്നാലും ഒരു റിലേഷനിലായിരിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ അദ്ദേഹം ഇൻഡയറക്റ്റായി അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിനക്കങ്ങനെ ആരോടെങ്കിലും ഒരു റിലേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്കിടയിൽ രഹസ്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ കാര്യങ്ങൾ പോലും പരസ്പരം മറച്ചു വെക്കാതിരിക്കുക. ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് മറച്ചു വെച്ചാൽ പിന്നീട് അവനെ കാണുമ്പോൾ കുറ്റബോധം തോന്നി തുടങ്ങും എന്നൊക്കെ അദ്ദേഹം അവളോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് മിൻയോങ് ഫോട്ടോ അവളുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്തത്. അത് കണ്ടപ്പോൾ സൈഡ് സീറ്റിൽ ഇരുന്ന് എടുത്താണെന്ന് തോന്നുന്നതിനാൽ അവൾ ഉടനെ തന്നെ മിൻയോങ്ങിനെ ഫോണിലേക്ക് വിളിക്കുന്നു. പോലീസ് എന്തുകൊണ്ടാണ് തെളിവായി സ്വീകരിക്കില്ല എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോഴാണ് പോലീസിന്റെ കയ്യിൽ നേരിട്ടല്ല ഇത് കൊടുത്തത്. പോലീസ് ട്രെയിൻ ആയിരുന്ന സോഹനെയാണ് ഫോട്ടോ ഏൽപ്പിച്ചത്. തെളിവായി സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പോലീസ് പറഞ്ഞെന്ന് അവനാണ് പറഞ്ഞത്. അവന് സംശയിക്കേണ്ട കാര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ കൂടുതൽ അന്വേഷിക്കാതിരുന്നത് എന്ന് മിൻയോങ് പറയുന്നു. ആകെ കൺഫ്യൂഷനായ ദോങ്ജു വിൻസെന്റിന്റെ വാന്റെ കീ വാങ്ങി സൈഡ് സീറ്റിൽ കയറിയിരുന്നുകൊണ്ട് അതിന്റെ രജിസ്ട്രേഷൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നോക്കുന്നു. അത് കണ്ടപ്പോൾ അവളുടെ സംശയം ഒന്നുകൂടി കൂടുന്നുണ്ട്. അവളാകെ കൺഫ്യൂഷനായിരിക്കുമ്പോഴാണ് കിം അവളുടെ അടുത്തേക്ക് വന്നത്. അവൾ അവനെയും കൊണ്ട് അടുത്തുള്ള പാർക്കിൽ പോയിരുന്ന് സംസാരിക്കുന്നു. 2 ഫോട്ടോയും അവനെ കളിച്ചിട്ട് മിൻയോങ് പറഞ്ഞ വിവരങ്ങളെല്ലാം അവൾ അവനോട് പറയുന്നു. കിമ്മും ആകെ കൺഫ്യൂഷൻ ആകുന്നുണ്ടെങ്കിലും അവനത് പുറത്ത് കാണിക്കുന്നില്ല. പക്ഷെ അടുത്ത ദിവസം ആ ചിന്ത കാരണം അവന് ജോലിയിലൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. സോഹൻ ലീവ് കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോൾ ആ പോലീസുകാരൻ അവനെ മാറ്റി നിർത്തി അവൻ എന്തുകൊണ്ടാണ് യോങ്ഷലിന്റെ അനിയനാണെന്ന് മറച്ചു വെച്ചത് അന്വേഷിക്കുന്നു. കൊലപാതകയായ ഒരു ചേട്ടനുള്ളത് അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമൊന്നുമല്ലല്ലോ, അതുകൊണ്ടാണ് ആദ്യം ജോയിൻ ചെയ്യാൻ വന്ന ദിവസം അറിയില്ലാതെ കള്ളം പറഞ്ഞതെന്ന് അവൻ പറയുന്നു. അവൻ്റെ മാനസികാവസ്ഥ മനസ്സിലാവുന്നത് കൊണ്ട് അക്കാര്യം മറ്റാരോട് പറയില്ല എന്ന് അദ്ദേഹം ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അന്ന് തന്നെ കിം വീണ്ടും അദ്ദേഹത്തെ കാണുന്നു. അപകടം നടന്ന സമയത്ത് യോങ്ഷലിനൊപ്പം വണ്ടിയിൽ മറ്റു വല്ല യാത്രക്കാരും ഉണ്ടായിരുന്നു എന്നറിയാനാണ് അവൻ വന്നത്. മറ്റാരും ഉള്ളതായി അറിഞ്ഞിരുന്നില്ല. വണ്ടിയുടെ ഡാഷ് ക്യാമിൻ്റെ മെമ്മറി കാർഡ് അപകടം നടക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് മറ്റൊരു അപകടത്തിൻ്റെ തെളിവെടുപ്പിനായി ഊരി മാറ്റിയിരുന്നതിനാൽ ഡാഷ് ക്യാമിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വണ്ടിയിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് വ്യക്തമായി അറിയില്ല. സിസ്റ്റത്തിൽ നിന്ന് നഷ്ടപ്പെട്ട CCTV ദൃശ്യങ്ങൾ ഉടനെ തന്നെ റിക്കവർ ചെയ്തെടുക്കും. അപ്പോൾ എന്തെങ്കിലും തെളിവ് കിട്ടിയേക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം അവനെ സമാധാനിപ്പിച്ചേക്കുന്നു. അന്ന് വൈകിട്ട് കിം വഴിയിൽ വെച്ച് സോഹനെ കാണുന്നുണ്ട്. അപകട ദിവസം വണ്ടിയിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നതായി അറിയാമോ എന്ന് കിം അവനോട് ചോദിക്കുന്നു. അന്നത്തെ കുറ്റപത്രത്തിലോ CCTV ദൃശ്യങ്ങളിലോ ഒന്നും അങ്ങനെ ഒരാൾ ഉള്ളതായി തോന്നിയിരുന്നില്ല. ഇപ്പോൾ എന്താണ് ഇങ്ങനൊരു സംശയം തോന്നാൻ? പുതിയ തെളിവോ ദൃക്സാക്ഷിയോ മറ്റോ കിട്ടിയിട്ടുണ്ടോ എന്ന് സോഹൻ ചോദിക്കുന്നു. അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല, മനസ്സിൽ സംശയം തോന്നിയത് കൊണ്ട് മാത്രമാണ്. നീ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിരുന്നുകൊണ്ട് അവിടുത്തെ ഡീറ്റെയിൽസ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ലല്ലോ, അതുകൊണ്ട് അന്നത്തെ അപകടത്തിന്റെ കേസ് ഫയലിൽ നിന്ന് എടുത്തു തരുമെന്ന് കിം അവനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും യഥാർത്ഥ കുറ്റവാളി മറ്റാരെങ്കിലും ആണെങ്കിൽ ചേട്ടന്റെ പേര് ക്ലിയർ ചെയ്യാമല്ലോ എന്ന് കിം പറഞ്ഞപ്പോൾ ഫയൽ എടുത്തു കൊടുക്കാമെന്ന് അവൻ സമ്മതിക്കേണ്ടി വരുന്നു. അവിടെ നിന്ന് മടങ്ങുമ്പോൾ അന്നുണ്ടായതിന്റെ ബാക്കി സംഭവം അവൻ ഓർക്കുന്നുണ്ട്. ജോൻഹോയെ വണ്ടിയിടിച്ച ആഘാതത്തിൽ അവന്റെ ചേട്ടന്റെയും ബോധം നഷ്ടപ്പെട്ടിരുന്നു. സോഹനും ആകെ ഷോക്കായി പോകുന്നു. വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി അവൻ ജോൻഹോയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോഴും ജീവനുണ്ടായിരുന്ന അവനെ രക്ഷിക്കണമെന്ന ചിന്തയല്ല അവന്റെ മനസ്സിലൂടെ അപ്പോൾ പോയത്. പോലീസ് അക്കാദമിയിൽ നിന്ന് ടോപ്പ് സ്റ്റുഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതും ഇത്രയും നാളത്തെ കഷ്ടപ്പാടുമൊക്കെ ഈ അപകടത്തെക്കുറിച്ച് പുറത്തറിഞ്ഞാൽ പാഴായി പോകുമല്ലോ എന്നാണ് അവൻ ആദ്യം ചിന്തിച്ചത്. ഉടൻ അവൻ പരിസരം നിരീക്ഷിക്കുന്നുണ്ട്.
റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന CCTV അവരുടെ നേർക്ക് വരുന്നതിന് മുമ്പ് അവൻ വേഗം പോയി ചേട്ടനെ സൈഡ് സീറ്റിൽ നിന്ന് പിടിച്ചു വലിച്ച് ഡ്രൈവിംഗ് സീറ്റിലിരുത്തി ചേട്ടൻ്റെ കാലുകൊണ്ട് ബ്രേക്കിൽ ചവിട്ടുന്ന വിധത്തിലാക്കിയിട്ട് ഹാൻഡ് ബ്രേക്കും മാറ്റുന്നു. അവനിട്ടിരുന്ന കോട്ടും ഒരു വണ്ടിക്കുള്ളിൽ വയ്ക്കുന്നു. മൊത്തത്തിൽ ഇപ്പോൾ കണ്ടാൽ ചേട്ടനാണ് വണ്ടി ഓടിച്ചിരുന്നതെന്നേ പറയൂ. അതിനുശേഷം അവൻ എന്തോ ചെയ്യാനായി മുന്നോട്ടോടിയപ്പോഴാണ് ജോൻഹോ അവൻ്റെ കാലിൽ പിടിച്ച് രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചത്. അപ്പോഴേക്കും അവൻ വണ്ടിയുടെ ബ്രേക്കിൽ എടുത്തു വെച്ചിരുന്ന ചേട്ടൻ്റെ കാല് തെന്നി മാറി വണ്ടി മുന്നോട്ട് നീങ്ങുന്നു. അവനത് പിടിച്ചു നിർത്താൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുന്നു. വണ്ടി അവൻ്റെ കൺട്രോളിൽ നിൽക്കാതെ മുന്നോട്ട് പോയി ഇടിച്ചു നിൽക്കുന്നു. അങ്ങനെയാണ് ചേട്ടൻ്റെ കണ്ടീഷൻ സീരിയസ് ആയത്. ചേട്ടൻ്റെ അവസ്ഥ കണ്ടിട്ട് അദ്ദേഹത്തെ സഹായിക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി സോഹൻ ഈ കുറ്റം ആരും കണ്ടെത്താതിരിക്കാൻ വേണ്ടി വണ്ടിയുടെ ഡാഷ് ക്യാമിലുണ്ടായിരുന്ന മെമ്മറി കാർഡ് കൂടിയെടുത്ത് അതുകൊണ്ട് അവിടെ നിന്ന് സ്ഥലം വിടുന്നു. കുറെ കഴിഞ്ഞ് ആരോ അവരെ കണ്ട് വിവരമറിയിച്ച് ആംബുലൻസ് എത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ തിരിച്ചറിയാത്ത വിധത്തിൽ ഡ്രസ്സ് ചെയ്ത് അവനെ നിൽപ്പുണ്ടായിരുന്നു. സ്റ്റേഷനിൽ മൊഴി നൽകാൻ പോയപ്പോൾ CCTVയിൽ തൻ്റെ രൂപം പുറത്തു കാണുമെന്ന് പേടിച്ചാണ് അവൻ ഇരുന്നത്. പക്ഷെ അവൻ്റെ ഭാഗ്യം കൊണ്ട് അതിൽ വ്യക്തമായ രൂപമൊന്നും പതിഞ്ഞതുമില്ല. എന്നാലും ഒരു ചെറിയ തെളിവ് പോലും ബാക്കി വെക്കേണ്ടെന്ന് കരുതി സ്റ്റേഷനിൽ ജോയിൻ ചെയ്ത ആദ്യ ദിവസം തന്നെ കമ്പ്യൂട്ടറിലുണ്ടായിരുന്ന CCTV ദൃശ്യങ്ങൾ അവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരുന്നു. അതുകൊണ്ടാണ് കിം അന്വേഷിച്ചപ്പോൾ അത് അവർക്ക് കണ്ടെത്താൻ കഴിയാതെ പോയത്. സോഹനെ ആ ഫോട്ടോ കാണിച്ചപ്പോൾ പോലീസിന് തെളിവായി ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ദോങ്ജുവിന്റെ മനസ്സിൽ ചില സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അടുത്ത ദിവസം ജോലിക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ അവൾ സോഹന്റെ മുറിയിൽ തട്ടി അവനെ വിളിക്കുന്നുണ്ട്. അവൻ അവിടെ ഇല്ല എന്ന് മനസ്സിലായപ്പോൾ അവൻ്റെ ഫോണിലേക്ക് വിളിച്ച് നോക്കിയെങ്കിലും ആ സമയത്ത് അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ദോങ്ജുവിന്റെ അങ്കിൾ ഫാദറായിട്ടുള്ള ചർച്ചിന് മുന്നിൽ വെച്ച് നടന്ന ഒരു ആക്സിഡന്റിന്റെ CCTV ദൃശ്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അവനെന്ന ചർച്ചിൽ പോകേണ്ടി വരുന്നു. അവനവിടുത്തെ പരിശോധന കഴിഞ്ഞ് മടങ്ങാൻ തുടങ്ങുമ്പോഴാണ് ദോങ്ജു ചർച്ചിനുള്ളിലേക്ക് പോകുന്നത് കണ്ടത്. കിം അന്ന് സ്റ്റേഷനിൽ പോയി പോലീസുകാരനെ കണ്ടപ്പോൾ ആ ഫോട്ടോയെക്കുറിച്ച് ചോദിച്ചിരുന്നു. അപ്പോഴാണ് അങ്ങനെ ഒരു ഫോട്ടോ സോഹൻ അവരെ കാണിച്ചിരുന്നില്ല. ആദ്യമായിട്ടാണ് അദ്ദേഹം അത് കാണുന്നതെന്ന് അവൻ അറിയുന്നത്. അതോടെ സോഹനെക്കുറിച്ച് അവൻ്റെ മനസ്സിൽ ചില സംശയങ്ങൾ തോന്നുന്നു. അതേ സംശയം തന്നെ ദോങ്ജു ഈ സമയം ഫാദറിനോടും പറഞ്ഞിരുന്നു. യുങ്ഷൽ അല്ല സോഹനാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടായിരുന്നതെന്ന് എനിക്ക് സംശയമുണ്ട് എന്നവൾ ഫാദറിനോട് പറയുന്നത് അവളുടെ പുറകെ അകത്തേക്ക് കയറുന്ന സോഹൻ കേൾക്കുന്നു. ആകെ ഷോക്കായി അവൻ അവിടെ നിന്നും പോയി ഒരിടത്ത് കുറേ മദ്യപിക്കുന്നുണ്ട്. ആ സമയത്ത് കുട്ടിക്കാലത്തെ കുറേ കാര്യങ്ങൾ അവൻ ഓർക്കുന്നു. വലുതാകുമ്പോൾ ഒരു പോലീസുകാരനാകണം എന്നാണ് ആഗ്രഹം എന്ന് കുട്ടിക്കാലത്ത് അവൻ അമ്മയോട് പറഞ്ഞുമായിരുന്നു. അവൻ്റെ അച്ഛന് അവൻ സ്വന്തം മകനല്ല, അവൻ്റെ അച്ഛൻ മറ്റാരോ ആണെന്ന് സംശയമുണ്ടായിരുന്നതിനാൽ എപ്പോഴും അവനോട് വളരെ മോശമായിട്ടാണ് അദ്ദേഹം പെരുമാറിയിരുന്നത്. കുടിച്ചിട്ട് വരുന്ന ദിവസങ്ങളിലെല്ലാം അതിൻ്റെ പേരിൽ അയാൾ ഭാര്യയോട് വഴക്കുണ്ടാക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഉണ്ടായ വഴക്കിൻ്റെ അവസാനം അയാൾ അവരെ കഴുത്തി വെച്ച് കൊല്ലുന്നു. കുട്ടിയായിരുന്ന അവന് അത് കണ്ട് നിസ്സഹായനായി കരഞ്ഞുകൊണ്ട് നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. അവൻ്റെ തെറ്റുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന് പറഞ്ഞ് അയാൾ അവൻ്റെ നേർക്ക് തിരിഞ്ഞപ്പോൾ അവൻ അവിടെ ഇരുന്ന ഒരു കത്തിയെടുത്ത് അച്ഛനെ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും പേടി കൊണ്ട് നിലത്ത് വീഴുന്നു. അയാൾ അത് കയ്യിലെടുത്ത് അവനെ കൂടി കൊല്ലാൻ തുടങ്ങിയപ്പോഴാണ് സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തിയ യങ്ഷൽ അച്ഛൻ്റെ കയ്യിൽ കയറി പിടിച്ച് തടഞ്ഞത്. അന്നത്തെ പിടിവലിക്കിടയിൽ അവൻ്റെ കയ്യിൽ മുറിവ് പറ്റുന്നു. അതിനുശേഷമാണ് മരിച്ചെടുക്കുന്ന അമ്മയെ അവൻ കണ്ടത്. അന്നത്തെ ഈ ദുരന്തമൊക്കെ സോഹന്റെ മനസ്സിൽ വല്ലാതെ മുറിവേൽപ്പിച്ചിരുന്നു. ഈ സമയത്ത് ജോൻഹോയുടെ ആക്സിഡന്റിന്റെ CCTV ദൃശ്യങ്ങൾ റിക്കവർ ചെയ്തത് കാണിക്കാനായി കിമ്മിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു. സംശയം തോന്നി ഇപ്പോൾ വീട് നടത്തിയ പരിശോധനയിൽ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ആരോ പുറത്തേക്ക് ഇറങ്ങുന്നത് അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടത് അദ്ദേഹം അവനെയും കാണിക്കുന്നു. ദോങ്ജു വീട്ടിൽ തിരികെ എത്തിയപ്പോൾ സോഹൻ അവളെ കാത്ത് കുടിച്ച് ലെവലില്ലാതെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ അവനെ കണ്ടത് ചോദിക്കാൻ അടുത്തേക്ക് ചെന്നെങ്കിലും ആദ്യം അവനാണ് ചോദിച്ചത്. ചേട്ടൻ ഉപയോഗിച്ചിരുന്ന സിഗരറ്റിനെ കുറിച്ച് അവൾക്ക് എങ്ങനെ അറിയാമായിരുന്നു എന്നായിരുന്നു അവൻ അറിയേണ്ടിയിരുന്നത്. അപ്പോഴേക്കും അവൻ്റെ ചോദ്യത്തിൻ്റെ രീതിയൊക്കെ മാറി തുടങ്ങിയിരുന്നു. എന്നാലും പേടിക്കാതെ നിന്റെ ചേട്ടനെ ഞാൻ കണ്ടിരുന്നു എന്ന് അവൾ പറയുന്നു. പക്ഷെ അവനത് വിശ്വസിക്കാൻ തയ്യാറാകാതെ ഒരു ഭ്രാന്തനെ പോലെ അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കൊല്ലാൻ തുടങ്ങുന്നു. ദോങ്ജു ശ്വാസം കിട്ടാതെ പിടയുന്നുണ്ട്. കുറെ കഴിഞ്ഞപ്പോഴാണ് ബോധം വന്നവനെ പോലെ അവൻ പിടിവിട്ടത്. അപ്പോഴേക്കും അവൾ തളർന്ന് താഴെ വീഴുന്നു. ആ സമയത്താണ് കിം മടങ്ങിയെത്തിയത്. അവൻ വേഗം കൂടി അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ആ തക്കത്തിന് സോഹൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ദോങ്ജു കിമ്മിനെ അവൻ്റെ പുറകെ പറഞ്ഞയക്കുന്നു. അവരുടെ ഓട്ടം കണ്ടൊന്നും മനസ്സിലാവാതെ പുറത്തേക്ക് ഇറങ്ങുന്ന വിൻസിനോട് ദോങ്ജുവിനെ നോക്കാൻ വിളിച്ചു പറഞ്ഞിട്ടാണ് കിം ഓടിയത്. അദ്ദേഹത്തെ കൊണ്ട് അവൾ വേഗം പോലീസിനെയും വിളിപ്പിക്കുന്നുണ്ട്. സോഹൻ ഓടിയ ഒരു ബിൽഡിങ്ങിന് മുകളിലേക്കാണ് കയറിയത്. അവിടെ നിന്ന് താഴേക്ക് ചാടാതിരിക്കാൻ അവനെ തക്ക സമയത്ത് കിം പിടിച്ച് താഴെ ഇടുന്നു. ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ, എനിക്ക് അതിന് പോലും അവകാശമില്ലേ എന്നൊക്കെ പറഞ്ഞ് സോഹൻ കരഞ്ഞുകൊണ്ട് സ്വയം ന്യായീകരിക്കാൻ തുടങ്ങിയെങ്കിലും കിം അതൊന്നും കേൾക്കാൻ തയ്യാറാക്കുന്നില്ല. നീ എത്രയൊക്കെ ന്യായീകരിച്ചാലും ഈ തെറ്റ് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. നിനക്ക് മരിക്കാനുള്ള അർഹതയില്ല. എന്നെപ്പോലെ കുറ്റബോധം കൊണ്ട് നീറി നിന്റെ ജീവിതം ജീവിച്ചു തീർക്കണം എന്ന് കിം അവനോട് പറയുന്നു. അവനെ പോലീസിൽ ഏൽപ്പിച്ച ശേഷമാണ് കിം മടങ്ങിയെത്തിയത്. റൂമിൽ റെസ്റ്റ് എടുക്കായിരുന്ന ദോങ്ജുവിൻ്റെ അടുത്തെത്തി അവളുടെ സഹായത്തിന് അവൻ നന്ദി പറയുന്നുണ്ട്. വലിയ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞതിൻ്റെ ആശ്വാസം അവന് ശരിക്കും ഉണ്ടായിരുന്നു. കേസ് വീണ്ടും അന്വേഷിക്കാൻ വേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞുവെന്ന് അടുത്ത ദിവസം പോലീസുകാരൻ അവനെ അറിയിക്കുന്നു. ക്ഷീണമൊക്കെ മാറിയതുകൊണ്ട് ദോങ്ജു അന്ന് വൈകിട്ട് സ്റ്റേഷനിൽ പോയി സോഹനെ കാണുന്നുണ്ട്. അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിന് അവൻ ആത്മാർത്ഥമായി സോറി പറയുന്നു. അവൻ്റെ ചേട്ടനെ അവനോട് പറയാൻ അവളെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിപ്പിച്ചിരുന്നു. അത് പറയാൻ വേണ്ടിയാണ് അവൾ ഇപ്പോൾ വന്നത്. സോഹനെ അവൾക്ക് നേരിട്ട് പരിചയമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കരുതെന്ന് പറയണം. അവൻ്റെ തെറ്റുകൊണ്ടല്ല ഞാൻ ഇങ്ങനെ ആയിപ്പോയത്, എൻ്റെ സ്വന്തം തെറ്റുകൊണ്ടാണ്. എന്നെക്കുറിച്ചോ ഞങ്ങളുടെ അച്ഛനെക്കുറിച്ചോ ഓർത്ത് അവൻ കുറ്റബോധത്തോടെ ജീവിക്കേണ്ട കാര്യമില്ല. ഇനിയെങ്കിലും എല്ലാം മറന്ന് അവൻ ഇഷ്ടമുള്ളതുപോലെ നല്ലൊരു ജീവിതം ജീവിക്കാൻ പറയണം എന്നൊക്കെ അദ്ദേഹം അവളെ പറഞ്ഞേൽപ്പിച്ചിരുന്നു. ICUവിൽ കിടന്ന സമയത്ത് അവൻ
അടുത്തെന്ന് പറഞ്ഞതൊക്കെ അദ്ദേഹം കേട്ടിരുന്നു. ഇനിയെങ്കിലും എന്നെക്കുറിച്ച് ചിന്തിച്ചൊന്ന് പൊയ്ക്കൂടെ എന്ന് ഒരിക്കൽ അവൻ ചോദിച്ചിരുന്നു. അതോർത്ത് സോഹൻ അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. എത്ര തവണ ചോദിച്ചിട്ടും അദ്ദേഹം തന്നെയാണ് വണ്ടി ഓടിച്ചിരുന്നതെന്നാണ് പറഞ്ഞത് എന്നുകൂടി അവൾ പറഞ്ഞപ്പോൾ അവന്റെ വിഷമം ഒന്നുകൂടി കൂടുന്നു. ജംഗ്ഷനിൽ പറയാൻ ഉണ്ടായിരുന്നത് അവൾ സോഹനെ അറിയിച്ചതോടുകൂടി അവളുടെ ഡ്രീം ക്യാച്ചിലെ നമ്പർ ഒന്നുകൂടി കുറയുന്നു. ഇനി വെറും 2 പേർ മാത്രം. അപകട സമയത്ത് വണ്ടിയുടെ ഡാഷ് ക്യാമിൽ നിന്ന് ഊരിയ മെമ്മറി കാർഡ് സോഹൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. അത് പോലീസിൽ ഏൽപ്പിക്കാൻ അവൻ ദോങ്ജുവിനോട് തന്നെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അവൻ പറഞ്ഞതനുസരിച്ച് അവന്റെ മുറിയിൽ കയറി അവളത് കണ്ടെടുത്ത് പോലീസിൽ ഏൽപ്പിക്കുന്നു. അതിലെ ദൃശ്യങ്ങൾ കിമ്മും വിൻസെന്റും ഒക്കെ കരഞ്ഞുകൊണ്ടാണ് കണ്ടത്. എല്ലാ തെളിവുകളും കൂടി സോഹന്റെ കുറ്റം തെളിഞ്ഞതോടെ അവനെ ജയിലിലേക്ക് അയക്കാൻ വിധിക്കുന്നു. കിമ്മിനെ ഒന്ന് കാണണമെന്ന് അവൻ ആഗ്രഹം പറഞ്ഞതനുസരിച്ച് അവിടേക്ക് വിളിപ്പിക്കുന്നുണ്ട്. മുമ്പ് അവൻ പറഞ്ഞതുപോലെ തന്നെ കുറ്റബോധം കൊണ്ട് നീറി ബാക്കിയുള്ള ജീവിതം ജീവിച്ചോളാം എന്ന് ക്ഷമ ചോദിച്ചുകൊണ്ട് അവൻ പറയുന്നുണ്ട്. അതിനുശേഷം കുറേ ദിവസത്തേക്ക് കിം സ്വന്തം മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നേയില്ല. അവന്റെ മനസ്സിന്റെ വിഷമമൊക്കെ തീർന്ന് സ്വന്തമായി ഇറങ്ങി വരട്ടെ എന്ന് കരുതി ദോങ്ചു അങ്ങോട്ടേക്ക് ചെന്ന് വിളിക്കുന്നുമില്ല. മുറിയിൽ തനിച്ചിരിക്കുന്ന കൂട്ടത്തിൽ അനിയൻ അടുത്ത് ചെന്ന് ചേട്ടന്റെ തെറ്റുകൊണ്ടല്ല അങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന പോലെ അവന് തോന്നുന്നു. ജോൻഹോയുടെ പ്രശ്നം പരിഹരിച്ച് അവനെ സമാധാനത്തോടെ പറഞ്ഞയച്ചതോടെ ഡ്രീം ക്യാച്ചറിലെ നമ്പർ ഒന്നുകൂടി കുറയുന്നു. ഇനി ഒരാൾ മാത്രം. സ്വപ്നം കണ്ടതുപോലെയാണ് കിം ഉണർന്നെങ്കിലും അവന്റെ മനസ്സിൽ ശാന്തമായിരുന്നു. മുറിയിൽ നിന്നിറങ്ങി അവൻ ആദ്യം പോയത് ദോങ്ജുവിന്റെ അടുത്തേക്കാണ്. അവൾ സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അടുത്ത ദിവസം അവൾ ഫാദറിനെ കാണാൻ ചെന്നപ്പോൾ നിന്റെ കൈകൾ അനുഗ്രഹിക്കപ്പെട്ടതല്ല എന്ന് നിനക്കിപ്പോഴും തോന്നുന്നുണ്ടെന്ന് അദ്ദേഹം അവളോട് ചോദിക്കുന്നു. അവൾക്ക് ആദ്യമായിട്ടാണ് ദൈവം നൽകിയ ആ കഴിവിൽ അഭിമാനം തോന്നുന്നത്. ഇനി ബാക്കിയുള്ള അവസാനത്തെ ഒരാളെ കൂടി യാത്രയാക്കി കഴിയുമ്പോൾ ഈ കൈകൾക്ക് പിന്നിൽ രഹസ്യം എന്താണെന്ന് പറയണം എന്നവൾ അങ്കിളിനോട് പറയുന്നുണ്ട്. അവൾ പോയി കഴിഞ്ഞപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ അടുത്ത് ഒരു ബിൽഡിങ്ങിൽ സംഭവിച്ച തീപിടുത്തത്തെക്കുറിച്ചുള്ള ന്യൂസ് സൂക്ഷിച്ചു വെച്ചിരുന്നത് അദ്ദേഹം എടുത്തു വെച്ച് നോക്കുന്നുണ്ട്. മനസ്സമാധാനമില്ലാത്ത കുറേ ദിവസങ്ങൾക്ക് ശേഷം കാര്യങ്ങളൊക്കെ നോർമലായി തുടങ്ങിയിരിക്കുകയാണ്. ദോങ്ജു ഫ്രണ്ട്സിനൊപ്പം ഇടയ്ക്കൊക്കെ ഔട്ടിങ്ങിന് പോകുന്നുണ്ട്. കിമ്മും വിൻസെന്റും ഒക്കെ പതിവ് പോലെ ജോലിയിൽ മുഴുകി മുന്നോട്ട് പോകുന്നു. സോറയുടെ വൺ സൈഡ് ലവിന് ചീഫ് ഏതാണ്ട് പച്ചക്കൊടി കാണിച്ചതുപോലെയാണ്. അവൾക്കൊപ്പം ഒരുമിച്ച് ലഞ്ച് കഴിക്കാൻ പോകാനൊക്കെ അദ്ദേഹം തയ്യാറാകുന്നുണ്ട്. ദോങ്ജു റിലേഷനെ കുറിച്ച് അങ്ങോട്ട് പറയും എന്ന് വെയിറ്റ് ചെയ്ത് മടുത്ത അച്ഛൻ അവസാനം അവളെ കൊണ്ട് പറയിക്കാൻ ഒരു അവസരം ഉണ്ടാക്കാൻ വേണ്ടി വിൻസെന്റിന്റെ കമ്പനി ഒരു ജോലി ഏൽപ്പിക്കുന്നു. കിംചി എന്നത് കൊറിയൻസിന്റെ ഒരു സ്പെഷ്യൽ ഡിഷാണ്. അത് ഉണ്ടാക്കുന്നത് കുറച്ച് കഷ്ടപ്പാടുള്ള ജോലിയാണ്. ക്യാബേജ് കൂടുതലായി ഉണ്ടാക്കുന്ന സീസണിലാണ് കിംചി ഒരു വർഷത്തേക്കൊക്കെ റെഡിയാക്കി വെക്കാറുള്ളത്. അങ്ങനെ അടുത്ത ഒരു വർഷത്തേക്കുള്ള കിംചി റെഡിയാക്കാൻ സഹായത്തിനായി അദ്ദേഹം വിൻസെന്റിന്റെ കമ്പനി ഏൽപ്പിക്കുന്നു. അവർ അവിടെ ഉണ്ട് എന്ന് പറയാതെ ദോങ്ജുവിനെയും വിളിച്ചു വരുത്തുന്നു. അവിടെ എത്തിയ ശേഷമാണ് അവൾ അവരെ കാണുന്നത്. എല്ലാ തവണയും ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ ഇത്തവണ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെ സഹായം തേടിയതെന്ന് അച്ഛൻ അവളോട് പറയുന്നു. അങ്ങനെ എല്ലാവരും കൂടി എൻജോയ് ചെയ്ത് കിംജിയൊക്കെ റെഡിയാക്കുന്നുണ്ട്. അതിനുശേഷം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ കിമ്മിനെ മരുമകനായി അംഗീകരിച്ചിരിക്കുന്നു എന്ന് അച്ഛൻ സംസാരത്തിനിടയിൽ അറിയാതെ പറഞ്ഞു പോകുന്നു. അച്ഛൻ അതിനെക്കുറിച്ച് എങ്ങനെ അറിഞ്ഞുവെന്ന് ദോങ്ജി ചോദിക്കുന്നുണ്ട്. വിൻസെന്റ് ആണ് പറഞ്ഞതെന്ന് മനസ്സിലായപ്പോൾ രണ്ടുപേരും കൂടി അവരെ രൂക്ഷമായി നോക്കുന്നു. ആ സമയത്താണ് അച്ഛൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളിൻ്റെ ഒരു എമർജൻസി കോൾ വന്നത്. അയാളുടെ മകൾക്ക് എന്തോ സുഖമില്ലാതെയായി അത്യാവശ്യമായി പോകേണ്ടി വന്നു. അതുകൊണ്ട് അയാൾക്ക് പകരം അന്നത്തെ ഡ്യൂട്ടി ചെയ്യാമെന്ന് ചോദിച്ചുകൊണ്ടാണ് അയാൾ വിളിച്ചത്. എമർജൻസി സിറ്റുവേഷൻ ആയതുകൊണ്ട് സഹായിക്കാമെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. ഫ്രണ്ടിന് സുഖമില്ല എന്ന് ദോങ്ജുവിനോട് കള്ളം പറഞ്ഞ് അദ്ദേഹം ഉടനെ തന്നെ പുറപ്പെടുന്നു. അദ്ദേഹത്തെ കൊണ്ടുവിടാനായി കിമ്മും കൂടെ പോകുന്നുണ്ട്. അദ്ദേഹവുമായി നല്ല അടുപ്പമുണ്ടായിരുന്നിട്ടും ഇതുവരെ അവരുടെ ബന്ധത്തെക്കുറിച്ച് പറയാതിരുന്നതിന് അവൻ ക്ഷമ ചോദിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് അക്കാര്യത്തിൽ ഒട്ടും പരാതി ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അവനെ മരുമകനായി കിട്ടുന്നതിൽ വളരെയധികം സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം അറിയിക്കുന്നു. ദോങ്ജുവിനെ നന്നായി നോക്കണം, അവൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം എന്ന് മാത്രമേ അദ്ദേഹം അവനോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്ത ശേഷം തണുപ്പത്ത് ധരിക്കാനായി ഒരു ഷോൾ നൽകിയിട്ടാണ് അവൻ പോയത്. അദ്ദേഹം ഡ്യൂട്ടിക്ക് കയറിയപ്പോൾ ആ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഗർഭിണിയായ ഒരു പെൺകുട്ടി അദ്ദേഹത്തിന് കഴിക്കാൻ കുറച്ച് മധുരക്കിഴങ്ങ് നൽകുന്നുണ്ട്. അത് കണ്ടപ്പോൾ ദോങ്ജുവിനെ ഗർഭിണിയായ സമയത്ത് അവളുടെ അമ്മയ്ക്കും അത് കഴിക്കാൻ വളരെ ഇഷ്ടമായിരുന്നല്ലോ എന്ന് അദ്ദേഹം ഓർക്കുന്നത്. ഒരു ദിവസത്തെ കിംചി ഉണ്ടാക്കൽ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ കിമ്മും വിൻസെന്റ് ശരിക്കും ക്ഷീണിച്ചിരുന്നു. ബിസിനസ് കൂടുന്നതനുസരിച്ച് പുതിയ ആരെങ്കിലും കൂടി ജോലിക്ക് വെക്കുന്ന കാര്യത്തെക്കുറിച്ച് കിം അങ്കിളിനോട് പറയുന്നു. കിംചി സീസൺ കഴിയുന്നവരെ ഓഫീസ് അടച്ചിട്ടാലോ എന്നും അവൻ ചോദിക്കുന്നുണ്ട്. ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതുകൊണ്ട് കമ്പനിയുടെ പേരിൽ ചെറിയ മാറ്റം വരുത്തി മേ ഐ ഹെൽപ്പ് യു എന്നാക്കാൻ വിൻസെന്റ് തീരുമാനിക്കുന്നു. അന്ന് വൈകിട്ട് ജുൻഹ കിമ്മിന് മെസ്സേജ് അയച്ച് അവനുമായി കാണുന്നുണ്ട്. മുമ്പ് അവനെ ഫേസ് ചെയ്യാൻ ഉണ്ടായിരുന്ന അവളുടെ ബുദ്ധിമുട്ടൊക്കെ ഇപ്പോൾ മാറിയിരിക്കുന്നു. അവളുടെ മനസ്സിപ്പോൾ ക്ലിയർ ആണ്. കൂടുതൽ പഠിക്കാനായി വിദേശത്തേക്ക് പോകാൻ തുടങ്ങുകയാണെന്ന് അവൾ അവനെ അറിയിക്കുന്നു. സാധനങ്ങൾ പാക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ അവൻ്റെ സ്റ്റെതസ്കോപ്പ് കണ്ടു കിട്ടിയത് അവന് തിരികെ നൽകി യാത്ര പറയാനാണ് അവൾ വന്നിരിക്കുന്നത്. ഇനിയെങ്കിലും അവൻ്റെ കഴിവുകൾ വെറുതെ പാഴാക്കി കളയാതെ തിരികെ ഡോക്ടർ ജോലിയിലേക്ക് പ്രവേശിക്കണം എന്നും അവൾ പറയുന്നുണ്ട്. കിം അന്ന് വീട്ടിൽ ചെന്നിട്ട് അതിനെക്കുറിച്ച് കാര്യമായി ചിന്തിക്കുന്നു. അന്ന് ജോലിക്ക് പോകാൻ ഇറങ്ങിയ ദോങ്ജു എങ്ങനെയാ ബസ് മാറി മറ്റൊരു വഴിക്കാണ് പോയത്. അവൾ തിരികെ പോകാനായി ബസ് സ്റ്റോപ്പിൽ ഇരിക്കുമ്പോഴാണ് അച്ഛൻ ധൃതിയിൽ ആ വഴി നടന്നു പോകുന്നത് കണ്ടത്. അച്ഛൻ എന്താണ് അവിടെ എന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. അവൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പുറകെ ചെന്നെങ്കിലും ഫോണിൽ ആരോട് സംസാരിച്ചുകൊണ്ട് പോകുകയായിരുന്നു അദ്ദേഹം അത് കേൾക്കുന്നില്ല. അദ്ദേഹം ചെന്ന് ഡ്യൂട്ടിക്ക് കയറി യൂണിഫോം ധരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് തലേ ദിവസം കണ്ട ഗർഭിണി വേസ്റ്റ് കളയാനായി ബുദ്ധിമുട്ടുന്ന അദ്ദേഹം കണ്ടത്. ഓടിച്ചെന്നവരെ സഹായിക്കുന്നുണ്ട്. കൂട്ടത്തിൽ അവരോട് സംസാരിക്കുന്നിടയിൽ ഡെലിവറിക്ക് ഇനി ഒരാഴ്ച പോലും ഇല്ല എന്നും അറിയിക്കുന്നു. അതുകളൊക്കെ കഴിഞ്ഞ് അദ്ദേഹം തിരിഞ്ഞപ്പോഴാണ് ദോങ്ജു അവിടെ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടെന്ന് അറിയുന്നത്. അച്ഛൻ്റെ ജോലിയെക്കുറിച്ച് അവൾക്ക് മനസ്സിലായിരുന്നു. അവളുടെ നിൽപ്പ് കണ്ട് അദ്ദേഹം ഓടി അടുത്തേക്ക് ചെന്ന് അവളോട് അതിനെക്കുറിച്ച് പറയാതിരുന്നതിന് സോറി പറയുന്നുണ്ടെങ്കിലും അവൾ മറുപടിയൊന്നും പറയാതെ പിണങ്ങി അവിടെ നിന്നും പോകുന്നു.
അവൾ നേരെ അങ്കിളിൻ്റെ അടുത്ത് നിന്ന് അങ്കിളിന് അതിനെക്കുറിച്ച് അറിയാമായിരുന്നു എന്ന് അന്വേഷിക്കുന്നു. പക്ഷെ അദ്ദേഹവും അതിനെക്കുറിച്ച് അപ്പോഴാണ് അറിയുന്നത്. ഇനിയും എൻ്റെ ജോലിയെപ്പറ്റി അച്ഛനോട് കള്ളം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് അച്ഛൻ ഈ ചെറിയ ജോലിക്ക് ഈ പ്രായത്തിലും പോകാൻ തയ്യാറായത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിച്ച് അദ്ദേഹം ആഗ്രഹിക്കുന്ന പോലെ പഠിക്കാൻ ഞാൻ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. മാത്രമല്ല വീട്ടിലേക്ക് തിരികെ പോയി അച്ഛനൊപ്പം സന്തോഷത്തോടെ താമസിക്കണം എന്നൊക്കെ അവൾ ഫാദറിനോട് പറഞ്ഞിട്ടാണ് പോയത്. അവൾ പറഞ്ഞതനുസരിച്ച് അന്ന് വൈകിട്ട് ഫാദർ അച്ഛനെ പോയി കാണുന്നു. അവൾക്ക് വേണ്ടിയായിരിക്കും ഞാൻ ഈ ജോലി ചെയ്യുന്നത് എന്നായിരിക്കും അവൾ കരുതുന്നത്. പക്ഷെ അങ്ങനെയല്ല, എനിക്കിപ്പോഴും ചെറുപ്പം ബാക്കിയുണ്ടല്ലോ എന്നൊക്കെ അച്ഛൻ അദ്ദേഹത്തോട് പറയുന്നു. ദോങ്ജു അന്ന് തന്നെ സിവിൽ സർവീസിൻ്റെ കോഴ്സിന് ആപ്ലിക്കേഷൻ അയക്കുന്നുണ്ട്. മാത്രമല്ല ജോലി റിസൈൻ ചെയ്തതിനെക്കുറിച്ച് ചീഫിനോട് പറയുകയും ചെയ്യുന്നു. അവൾക്ക് പകരം മറ്റൊരാളെ കണ്ടുപിടിക്കുന്നവരെ അവിടെ തുടരണം എന്ന് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അച്ഛൻ്റെ ജോലിയെക്കുറിച്ച് അറിഞ്ഞതും സ്വന്തം ജോലി റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചതൊക്കെ ദോങ്ജു അന്ന് കിമ്മിനെ അറിയിക്കുന്നു. മാത്രമല്ല ജോലി റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ തിരികെ വീട്ടിലേക്ക് താമസം മാറുമെന്നും അവൾ പറയുന്നുണ്ട്. ഈ സമയത്ത് ജോലിയിലായിരുന്ന ദോങ്ജുവിൻ്റെ അച്ഛൻ മാർക്കറ്റിൽ നിന്നെന്തോ സാധനം വാങ്ങി വരികയായിരുന്ന ഗർഭിണിയുമായി സംസാരിക്കുന്നുണ്ട്. അവർ മുന്നോട്ട് പാസ് ചെയ്ത് പോകുന്നതിനിടയിൽ അവർക്ക് ഡെലിവറി പെയിൻ തുടങ്ങി അവർ താഴെ വീഴുന്നു. ആ സമയത്ത് തന്നെ അതിന് കുറച്ച് അപ്പുറത്തായി വലിയൊരു ക്രെയിൻ ഉപയോഗിച്ച് മുകളിലെ ഫ്ലാറ്റിലേക്ക് സാധനങ്ങൾ കയറ്റുകയായിരുന്നു. അതിൽ നിന്നൊരു വലിയ ചെടിച്ചട്ടി താഴേക്ക് വീഴാൻ തുടങ്ങുന്നു. അത് കറക്റ്റ് അവരുടെ മുകളിൽ തന്നെ വന്ന് വീഴും എന്ന് മനസ്സിലായ ദോങ്ജുവിൻ്റെ അച്ഛൻ അവരെ രക്ഷിക്കാൻ വേണ്ടി അത് താഴെ എത്തുന്നതിന് മുമ്പ് ഓടി വന്ന അവരുടെ മുകളിലേക്ക് വീഴാതെ അവരെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് തന്നെയാകണം അത് വീണത്. ഗർഭിണിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ ദോങ്ജുവിൻ്റെ അച്ഛൻ മരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്ന് തന്നെയാണ് ആരോ അവളെ വിളിച്ച് വിവരം അറിയിച്ചത്. ഫ്യൂണറൽ ഹോമിൽ വെച്ച് അങ്കിളിനെ കാണുന്നവരെ ദോങ്ജു കരയാൻ പോലും മറന്ന് ഷോക്കായി നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തെ കണ്ടപ്പോഴാണ് അവൾ പൊട്ടിക്കരയുന്നത്. അപ്പോഴേക്കും അവളുടെ ഫ്രണ്ട്സും അവിടെ എത്തുന്നു. എല്ലാവരും വളരെ വിഷമത്തിലാണ്. ഹോസ്പിറ്റലിൽ എത്തിച്ച ആ ഗർഭിണി ഇതിനകം പ്രസവിച്ചിരുന്നു. അതും 3 കുട്ടികൾ. അമ്മയും കുട്ടികളും സുഖമായിരിക്കുന്നു. ഇങ്ങനൊരു സംഭവമായതുകൊണ്ട് ന്യൂസിലൊക്കെ വന്നിരുന്നതിനാൽ 4 ജീവൻ രക്ഷിച്ച ദോങ്ജുവിൻ്റെ അച്ഛൻ ഇതിനകം തന്നെ ഒരു ഹീറോയി മാറിയിരുന്നു. സിറ്റിയുടെ പല ഭാഗങ്ങളിൽ നിന്നും അദ്ദേഹം ജോലി ചെയ്തിരുന്ന സെക്യൂരിറ്റി ഓഫീസിന് മുന്നിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി നേരാൻ ആളുകൾ എത്തിയിരുന്നു. ചീഫ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ദോങ്ജു തന്നെയാണ് അച്ഛൻ്റെ അവസാനത്തെ ഒരുക്കങ്ങൾ ചെയ്യാനായി പോയത്. അവൾക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയുമെന്ന് ചീഫിന് അറിയില്ലല്ലോ. കിം അവളുടെ കൂടെ ഡ്രസ്സിംഗ് റൂമിന് പുറത്തു വരെ ചെല്ലുന്നു. അച്ഛൻ ഉണർന്നെഴുന്നേൽക്കും മുമ്പേ അവൾ കരയാൻ തുടങ്ങിയിരുന്നു. ആ മുറിക്കുള്ളിൽ ഉണർന്നപ്പോഴാണ് അവളുടെ ജോലി അതായിരുന്നുവെന്നും അവൾക്ക് ഇങ്ങനൊരു കഴിവുണ്ടെന്നും ഒക്കെ അച്ഛൻ അറിയുന്നത്. അവളുടെ ഈ കഴിവ് കാരണം അവൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരിക്കുമെന്ന് അദ്ദേഹം ഊഹിക്കുന്നു. എന്നാലും അതുകൊണ്ട് എനിക്ക് അച്ഛനെ കാണാൻ കഴിഞ്ഞല്ലോ എന്നവൾ പറഞ്ഞപ്പോൾ അദ്ദേഹവും അത് ശരിവെക്കുന്നു. അവളോടൊന്ന് യാത്ര പോലും പറയാൻ കഴിയാതെ ഇവിടെ നിന്ന് പോകേണ്ടി വരുമെന്നോർത്ത് ഒരുപാട് വിഷമിച്ചു. പക്ഷെ അവളുടെ ഈ കഴിവ് കാരണമാണല്ലോ ഇപ്പോൾ ഇങ്ങനെ ഒരു യാത്ര പറച്ചിലിന് അവസരം കിട്ടിയത്. അച്ഛനും മകളും കൂടി മണിക്കൂറുകളോളം സംസാരിച്ചിരിക്കുന്നു. 3 മണിക്കൂർ കഴിഞ്ഞിട്ടും പുറത്തേക്ക് ദോങ്ജുവിനെ കാണാത്തതുകൊണ്ട് അവൾ വിഷമിച്ചിരിക്കുകയായിരിക്കുമെന്ന് കരുതി ചീഫ് മുറിക്കുള്ളിലേക്ക് കയറാൻ തുടങ്ങിയെങ്കിലും അവർക്ക് ഒരുമിച്ചിരിക്കാൻ കുറച്ച് സമയം കൂടി നൽകാൻ പറഞ്ഞ് കിം അദ്ദേഹത്തെ തടയുന്നു. അവൻ കുറേ തവണ പറഞ്ഞപ്പോൾ അദ്ദേഹം സമ്മതിക്കുന്നു. അച്ഛൻ അവസാനമായി അവളുടെ മുടി ചെയ്യി കെട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. ഒരുപാട് സമയമായി എന്ന് പറഞ്ഞ് അദ്ദേഹം പലതവണ പോകാൻ തുടങ്ങിയെങ്കിലും അവൾ സമ്മതിക്കുന്നില്ല. എല്ലാ മക്കൾക്കും ഒരു ദിവസം ഈ അവസ്ഥ ഫേസ് ചെയ്യേണ്ടി വരും. നിനക്കത് കുറച്ച് നേരത്തെ നേരിടേണ്ടി വന്നു എന്നേ ഉള്ളൂ. നിന്റെ അമ്മയുടെ അടുത്ത് ചെന്ന് നിന്നെ നന്നായി വളർത്തിയതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് എനിക്ക് ഗമ കാണിക്കാനുള്ളതാണ്. നീ സന്തോഷമായി മുന്നോട്ട് ജീവിക്കണം. അടുത്ത ജന്മത്തിലും അച്ഛനും മകളുമായി കണ്ടുമുട്ടാം എന്നൊക്കെ പറഞ്ഞ് അവളെ ഒരുപാട് സമാധാനിപ്പിച്ചിട്ടാണ് അദ്ദേഹം അവസാനത്തെ യാത്ര പറഞ്ഞു പോയത്. അദ്ദേഹം കൂടി യാത്രയായതോടെ ഡ്രീം ക്യാച്ചറിലെ നമ്പർ 0 ആകുന്നു. കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന ദോങ്ജുവിനെ കിം ചേർത്ത് നിർത്തി സമാധാനിപ്പിക്കുന്നു. വരുന്ന ഗസ്റ്റുകൾക്ക് ആഹാരം നൽകാനും പാത്രം വൃത്തിയാക്കാനും പരിചയമില്ലാത്ത ഒരാൾ നിൽക്കുന്നത് ശ്രദ്ധിച്ച ഫാദർ അവർക്ക് ദോങ്ജുവിൻ്റെ അച്ഛനുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിക്കുന്നു. അപ്പോഴാണ് അദ്ദേഹം കാരണം രക്ഷപ്പെട്ട ആ ഗർഭിണിയുടെ അമ്മയാണ് എന്ന് അവർ അറിയുന്നത്. മകളെ സഹായിക്കാനുള്ള ശ്രമത്തിനിടയിൽ അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടതിനാൽ അവർ ആത്മാർത്ഥമായി ദുഃഖമറിയിക്കുന്നു. അന്ന് രാത്രി ദോങ്ജുവിന് കൂട്ടായി സോറയും ജുൻഹയും അവൾക്കൊപ്പം ഫ്യൂണറൽ ഹോമിൽ തന്നെയാണ് കിടന്നത്. അടുത്ത ദിവസം അച്ഛൻ്റെ ശരീരം അടക്കം ചെയ്ത ശേഷം എല്ലാവരും പിരിയുന്നു. ദോങ്ജു കിമ്മിനെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോകുന്നു. അച്ഛനില്ലാത്ത ആ വീട്ടിലേക്ക് മടിച്ചാണ് അവൾ കയറിയത്. വീടിനുള്ളിൽ നിറയെ അച്ഛൻ്റെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നുന്നു. കിമ്മും അവൾക്ക് കൂട്ടിനായി അവിടെ തന്നെ തങ്ങുന്നു. അധികം വൈകാതെ അങ്കിൾമാരും അങ്ങോട്ടേക്ക് എത്തി അവർക്കൊപ്പം സമയം ചെലവഴിക്കുന്നു. കിമ്മുമായിട്ടുള്ള അവളുടെ റിലേഷനെ പറ്റി മരിക്കുന്നതിന് മുമ്പ് അച്ഛൻ അറിഞ്ഞിരുന്നു എന്ന് വിൻസെന്റ് പറഞ്ഞ് ഫാദർ അറിഞ്ഞിരുന്നു. അവളെ നന്നായി നോക്കണമെന്ന് അദ്ദേഹവും അവനോട് പറയുന്നു. ജോലി ചെയ്തുണ്ടാക്കിയ ക്യാഷിന്റെ നല്ലൊരു ഭാഗം അച്ഛൻ അവളുടെ പേരിൽ ബാഗിലിട്ടിരുന്നു. അങ്കിളിനൊപ്പം ഇരുന്നാണ് ദോങ്ജു ആ പാസ്ബുക്ക് നോക്കിയത്. ആ സമയത്ത് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. അടുത്ത ദിവസമായപ്പോഴേക്കും അവൾ കുറച്ച് നോർമലായിരുന്നു. അച്ഛൻ ഉണ്ടാക്കി പാക്ക് ചെയ്ത് വെച്ചിരുന്ന കിംചി വിൻസെന്റിന്റെ കമ്പനിയെ ഒരു ജോലി പോലെ ഏൽപ്പിച്ച് പ്രിയപ്പെട്ടവർക്കായി അവൾ വിതരണം ചെയ്യുന്നു. ചീഫിന് കിംചി നൽകാൻ എത്തിയപ്പോൾ പഠനത്തോടൊപ്പം തന്നെ അവൾക്ക് അവിടുത്തെ ഓഫീസ് ജോലിയും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ ഓഫീസ് ജോലി നൽകാൻ തയ്യാറാണെന്ന് അദ്ദേഹം കിമ്മിനോട് പറഞ്ഞയക്കുന്നു. ഓഫീസ് ജോലിയുടെ വലിയ താല്പര്യമില്ലായിരുന്നെങ്കിലും അവൾ അത് സമ്മതിക്കുന്നു. വിൻസെന്റ് കമ്പനിയുടെ പേരിൽ വരുത്തിയ മാറ്റം അദ്ദേഹത്തിന് വലിയ ഗുണം ചെയ്തിരിക്കുകയാണ്.
മേ ഐ ഹെൽപ്പ് യു എന്ന പേര് ഇഷ്ടപ്പെട്ട ആരോ അവൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം അറിയിച്ച് മെസ്സേജ് അയച്ചിരിക്കുന്നു. ഉടനെ തന്നെ തമ്മിൽ കാണാനും ആവശ്യപ്പെടുന്നു. അതിൻ്റെ സന്തോഷത്തിലാണ് അവൻ. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വിഷമമൊക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ ദോങ്ജു ഫ്യൂണറൽ ഹോമിലെ ഓഫീസ് ജോലിക്കായി പോയി തുടങ്ങുന്നു. പക്ഷേ അവൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന അത്രയും ആസ്വദിച്ചല്ല ആ ജോലി ചെയ്തത്. ഉത്തരവാദിത്തങ്ങൾ കൂടി വരുന്നതോടെ വിൻസെന്റ് മുടിയൊക്കെ വെട്ടി ഡീസൻ്റ് ആക്കാൻ തീരുമാനിക്കുന്നു. എന്നാലും മനസ്സില്ലാ മനസ്സോടെയാണ് അവനത് ചെയ്തത്. കിം അവൻ്റെ കമ്പനിയിലെ ജോലി അവസാനിപ്പിച്ച് വീണ്ടും ഡോക്ടറായി ജോലി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ചീഫ് ഇപ്പോൾ ഡ്യൂട്ടിയിലെത്ത ദിവസം സോറയ്ക്കൊപ്പം കോഫി കുടിക്കാൻ വേണ്ടി അവളെ കാണാൻ തുടങ്ങിയിരിക്കുന്നു. ലീവായിട്ടും തന്നെ കാണാൻ വേണ്ടി മാത്രമാണ് വന്നത് എന്നറിഞ്ഞ് അവൾ ആകെ എക്സൈറ്റഡ് ആക്കുന്നു. അവരുടെ റിലേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇതിനിടയിൽ സോഹന് 12 വർഷത്തേക്ക് ജയിൽ ശിക്ഷ വിധിക്കുന്നു. ദോങ്ജു ഓഫീസിലെ ജോലി അവസാനിപ്പിച്ച് പഴയതുപോലെ ഫ്യൂണറൽ ഡയറക്ടർ ആകാൻ തന്നെ തീരുമാനിക്കുന്നു. ചീഫ് സന്തോഷത്തോടെ അവളെ തിരികെ കൂട്ടുന്നു. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി മുന്നോട്ട് പോകുന്നു. ഇനി ദോങ്ജുവിന് അങ്ങനെ ഒരു പ്രത്യേക കഴിവ് കിട്ടാൻ കാരണമായത് എന്താണെന്ന് ഫാദറിലൂടെ കാണിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു തീപിടുത്തത്തെക്കുറിച്ചുള്ള വാർത്ത മുമ്പ് അദ്ദേഹം എടുത്ത് നോക്കിയിരുന്നല്ലോ. ഇപ്പോൾ ആ തീപിടുത്തത്തെക്കുറിച്ച് അദ്ദേഹം ഓർക്കുന്നു. അന്ന് അപകടമുണ്ടായ സമയത്ത് ആദ്യം അത് റിപ്പോർട്ട് ചെയ്യുകയും രക്ഷാപ്രവർത്തനങ്ങളിൽ നേരിട്ടോ അല്ലാതെയോ ഒക്കെ പങ്കുചേരുകയും ചെയ്ത കുറേ നല്ലവരായ മനുഷ്യർക്ക് മാത്രമാണ് അങ്ങനെ ഒരു അനുഗ്രഹം ലഭിച്ചത്. അപകടം ആദ്യം പോലീസിൽ റിപ്പോർട്ട് ചെയ്ത ആൾ, ഫയർ അലാം അടിച്ച് എല്ലാവർക്കും വിവരം നൽകിയ ആൾ, ഗ്യാസ് വാൽവിൻ്റെ കണക്ഷൻ ഓഫ് ചെയ്ത കുക്ക്, സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ ഓരോ ഫ്ലാറ്റിനുള്ളിലും കുടുങ്ങരെ രക്ഷിക്കാൻ ശ്രമിച്ചവർ, സ്വന്തം ഓക്സിജൻ മാസ്ക് മറ്റൊരാളുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന് കരുതി അവർക്ക് നൽകിയ ഫയർ ഫൈറ്റർ, അങ്ങനെ ആക്സിഡൻറ്റുമായി കണക്ഷൻ ഉള്ളവരായിരുന്നു ദോങ്ജുവിൻ്റെ മുന്നിലെത്തിയ എല്ലാവരും. കിമ്മിൻ്റെ കുടുംബവുമൊക്കെ അന്ന് ആ ബിൽഡിങ്ങിനുള്ളിൽ കുടുങ്ങിയിരുന്നു. ദോങ്ജുവിൻ്റെ അച്ഛനും അമ്മയും അവിടെ തന്നെയാണ് താമസിച്ചിരുന്നത്. അപകട സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുത്തുമ്പോൾ അവളുടെ അമ്മ പൂർണ്ണ ഗർഭിണിയായിരുന്നു. കുഞ്ഞിനെയെങ്കിലും രക്ഷിക്കണമെന്ന് കരുതി പ്രസവത്തിന് കാത്തു നിൽക്കാതെ ഓപ്പറേഷൻ ചെയ്ത് അവളെ പുറത്തെടുത്തത് ചുൻഹയുടെ അമ്മയായിരുന്നു. അതുകൊണ്ടാണ് അവർക്കും അവളുടെ മുന്നിലെത്താനുള്ള ഭാഗ്യം കിട്ടിയത്. പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന അവളുടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് അന്ന് അപകടത്തിൽ നിന്ന് ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ട കിം അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചിരുന്നു. അന്നത്തെ അപകടത്തിൽ ദോങ്ജുവിൻ്റെ അമ്മ ഉൾപ്പെടെ 21 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടെങ്കിലും അവളെ ജീവനോടെ പുറത്തെടുക്കാൻ ഡോക്ടറുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് കഴിഞ്ഞു. അന്ന് ആ ദുരന്തത്തെ അതിജീവിച്ചത് ഒരു അത്ഭുതമായി കരുതി പത്രത്തിലൊക്കെ വാർത്ത വന്നിരുന്നു. അന്ന് മരണപ്പെട്ടവരുടെ എല്ലാം അനുഗ്രഹം കൊണ്ടായിരിക്കണം അവൾക്ക് ഇങ്ങനൊരു കഴിവ് കിട്ടിയെന്ന് ഫാദർ വിശ്വസിക്കുന്നു. എന്തായാലും ഇപ്പോൾ ആ കഴിവില്ലെങ്കിൽ പോലും ദോങ്ജു ഫ്യൂണറൽ ഡയറക്ടറുടെ ജോലി സന്തോഷത്തോടെ ചെയ്യുന്നു. പുതുതായി കുറേ പെൺകുട്ടികളും താല്പര്യപ്പെട്ട ജോലിക്കായി വന്നിട്ടുണ്ട്. അവർക്ക് ട്രെയിനിങ് നൽകിയത് അവളാണ്. ഓരോ സ്ഥലവും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് മുമ്പ് അവൾ ഇറങ്ങി ഓടിയതുപോലെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന മറ്റൊരാൾ ഇറങ്ങി ഓടിയത്. മുമ്പ് അവൾക്ക് സംഭവിച്ചതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹം ഫാദറിൻ്റെ അടുത്ത് എത്തുന്നു. 15 വർഷമായി ഈ ജോലി ചെയ്യുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഒരാൾ പ്രേതമായി മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. എന്തായിരിക്കും അങ്ങനെ സംഭവിച്ചതെന്നൊക്കെ ഫാദറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അയാൾ കാണാതെ ഇരുന്ന് ചിരിക്കുന്നു. ഇനി അവളുടെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലായിരിക്കാം സംഭവിക്കാൻ പോകുന്നത്. അതെന്ത് തന്നെയായാലും ദോങ്ജുവും കിമ്മും തങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ ഹാപ്പിയായി മുന്നോട്ട് പോകുന്നിടത്ത് മേ ഐ ഹെൽപ്പ് യു എന്ന ഈ ഡ്രാമ ഇവിടെ അവസാനിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.